ഹായ് ഓൾ, സഹകാരി റേസ് പ്ലസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് ഹിസ്റ്റോറിക്കൽ എവല്യൂഷൻ ഓഫ് മാനേജ്മെൻറ്റ് തോട്ട് എന്ന് പറയുന്ന ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ്. ഈ ഒരു ഭാഗത്തിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഇതിൽ നിന്നും കൂടുതലായിട്ട് നമുക്ക് ചോദ്യങ്ങൾ എക്സ്പെക്റ്റ് ചെയ്യാനായിട്ട് സാധിക്കും. ഈ ഭാഗത്തു നിന്നുള്ള ക്വസ്റ്റ്യൻസ് എന്ന് പറയുമ്പോഴത്തേക്ക് കൂടുതലായിട്ടും ചോദ്യങ്ങൾ വന്ന് കാണാറുള്ളത് അതിൻ്റെ ഹിസ്റ്റോറിക്കലായിട്ടുള്ള ഓരോ കാര്യങ്ങളെ പറ്റിയിട്ടും, എസ്പെഷ്യലി നമുക്കതിൻ്റെ ഡിഫറെൻ്റ് ആയിട്ടുള്ള സ്കൂളുകളെ പറ്റിയിട്ടൊക്കെ, അപ്പോൾ ക്ലാസിക്കൽ സ്കൂളിനെ പറ്റിയിട്ടും, അതേപോലെ തന്നെ നമുക്ക് പിന്നീട് അങ്ങോട്ട് വരുന്ന പല പല ബ്യൂറോക്രസി, മാക്സ് വെബറുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന കാര്യങ്ങൾ, ഹൗത്തൂൺ സ്റ്റഡീസ്, പിന്നീട് മാഷ്ലോസിൻ്റെ ഹൈറാർക്കി ഓഫ് നീഡ്, ഹെഡ്സ്ബർഗിൻ്റെ 2 ഫാക്ടർ തിയറി പോലുള്ള ഡിഫറെൻ്റ് ആയിട്ടുള്ള തിയറീസിൽ നിന്നുമായിട്ടായിരിക്കും ചോദ്യങ്ങൾ ഇവിടെ ഉണ്ടായിരിക്കുക. ആരൊക്കെയാണ് ആ തിയറീസ് മറ്റും കണ്ടുപിടിച്ചിട്ടുള്ളത്, അങ്ങനെയൊക്കെയുള്ള ചോദ്യങ്ങൾ നമുക്ക് പ്രതീക്ഷിക്കുവാനായിട്ട് പറ്റും. ഓരോ സ്കൂളിലെയും ആളുകളുടെ കോൺട്രിബ്യൂഷൻസ് കൂടി നമുക്ക് കൃത്യമായിട്ടും മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നതാണ്. സോ ആ ഒരു കാര്യമാണ് നമുക്കിതിൽ നോക്കാനായിട്ടുള്ള. ഈ ഒരു ഭാഗത്തു നിന്ന് ക്വസ്റ്റ്യൻസ് ആ ഒരു മേഖലയിലായിട്ടാണ് ചോദ്യങ്ങൾ നമുക്ക് വന്ന് കാണാറുള്ളത്. അപ്പോൾ നമുക്ക് എന്തായാലും നമ്മുടെ ക്ലാസ്സിലേക്ക് കടക്കാം. നമുക്ക് ഇന്ന് നോക്കാനായിട്ടുള്ളത് ഹിസ്റ്റോറിക്കൽ എവല്യൂഷൻസ് ആണ്. ഹിസ്റ്റോറിക്കൽ എവല്യൂഷൻ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ മാനേജ്മെൻറ്റ് എന്ന് പറഞ്ഞിരിക്കുന്ന കോൺസെപ്റ്റ് തന്നെ ഡെവലപ്പ് ചെയ്ത് വന്നിട്ടുണ്ടായിരുന്നത് ആൻഷ്യൻ്റ് സിവിലൈസേഷനിലൊക്കെ നമുക്ക് കൃത്യമായിട്ടും ഉണ്ടായിരുന്നു. എങ്കിൽ പോലും ഇൻഡസ്ട്രിയൽ റെവല്യൂഷൻ്റെ ഭാഗമായിക്കൊണ്ടാണ് ഈ പറഞ്ഞിരിക്കുന്ന ക്ലാസിക്കൽ മാനേജ്മെൻറ്റ് അല്ലെങ്കിൽ മാനേജ്മെൻറ്റ് കോൺസെപ്റ്റ് തന്നെ ഉടലെടുത്ത് വന്നിട്ടുണ്ടായിരുന്നത്. പ്രത്യേകം ഓർത്ത് വെക്കേണ്ട കാര്യമാണ്. ആൻഷ്യൻ സിവിലൈസേഷൻ മുതൽ നമുക്കിത് കാണാൻ പറ്റുമെങ്കിലും നമുക്ക് കൂടുതലായിട്ടും ഇതിനെ കാണാനായിട്ട് സാധിച്ചിട്ടുണ്ടായിരുന്നു, അല്ലെങ്കിൽ ഒരു പ്രൊമിനൻസ് നമുക്ക് കാണുവാനായിട്ട് പറ്റിയിട്ടുണ്ടായിരുന്നത് ശരിക്കും ഈ ഇൻഡസ്ട്രി റെവല്യൂഷൻ്റെ ഭാഗമായിക്കൊണ്ട് അതിനുശേഷമാണത് കാണാനായിട്ട് പറ്റിയത്. അപ്പോൾ നമുക്കിനി ഇതിൽ എക്സാമിന് ചോദിക്കാൻ സാധ്യതയുള്ളത് ഏതൊക്കെയാണ് ഡിഫറെൻ്റ് സ്കൂൾസ് എന്നും ആ ഡിഫറെൻ്റ് സ്കൂൾസിലെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ആളുകളെ പറ്റിയിട്ടുമൊക്കെ നമ്മൾ കൃത്യമായിട്ടും പഠിക്കേണ്ടതായിട്ട് ഉണ്ട്. അപ്പം ഏതാണ്ട് 19-ാം നൂറ്റാണ്ടിൽ തുടങ്ങി 19 മുതൽ 20 വരെയുള്ള ആ നൂറ്റാണ്ടുകൾക്കിടയിൽ ഉണ്ടായിരുന്നൊരു സ്കൂളാണ് ക്ലാസിക്കൽ സ്കൂൾ എന്ന് പറയുക. മാനേജ്മെൻറ്റിൻ്റെ ഹിസ്റ്ററിയിൽ ആദ്യമായിട്ടുണ്ടായിരുന്ന സ്കൂളാണ് ഏതെന്ന് പറഞ്ഞിരിക്കുന്നത് ക്ലാസിക്കൽ സ്കൂൾ എന്ന് പറയുക. മാനേജ്മെൻറ്റ് ഹിസ്റ്ററിയിൽ തന്നെ നമുക്ക് ആദ്യമായിട്ടുണ്ടായിരുന്ന സ്കൂളാണ് ക്ലാസിക്കൽ സ്കൂൾ എന്ന് പറയുക. സയൻറ്റിഫിക് മാനേജ്മെൻറ്റ് തിയറീസൊക്കെ ഈ സ്കൂളിൻ്റെ ഭാഗമായിട്ടാണ്. അപ്പോൾ ചോദിക്കാം, ഏതൊക്കെയാണ് ഡിഫറെൻ്റ് ആയിട്ടുണ്ടായിരുന്ന സ്കൂൾ അല്ലെങ്കിൽ ഡിഫറെൻ്റ് ആയിട്ടുള്ള കോൺട്രിബ്യൂട്ടേഴ്സ് ആരൊക്കെയാണെന്ന് ചോദിക്കാം. ക്ലാസിക്കൽ സ്കൂളിൽ നമുക്ക് 2 കോൺട്രിബ്യൂട്ടേഴ്സിനെയാണ് കാണുവാൻ സാധിക്കുക. ക്ലാസിക്കൽ സ്കൂളിൽ നമുക്ക് എത്ര പേരെ കാണാനായിട്ട് സാധിക്കുന്നു? 2 തരത്തിലെ കോൺട്രിബ്യൂട്ടേഴ്സിനെയാണ് നമുക്കിവിടെ കാണുവാനായിട്ട് പറ്റുക. ഒന്ന് ഫെഡറിക് വെൻസ്ലോ ടൈലർ അല്ലെങ്കിൽ FW ടൈലർ എന്ന് പറയുന്ന വ്യക്തിയും, അതേപോലെ തന്നെ അഡ്മിനിസ്ട്രേറ്റീവ് മാനേജ്മെൻറ്റുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന ഹെൻറി ഫയോളുമാണ് 2 വളരെ ഇതുകൂടാതെ പിന്നെ ബ്യൂറോക്രസിയുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന മാക്സ് വെബറും നമുക്കിവിടെ കാണാനായിട്ട് പറ്റും. അപ്പം നോട്ട് ചെയ്ത് വെക്കുന്ന ആളുകൾ പ്രത്യേകമായിട്ടും ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ഒന്നാമത്തെ വ്യക്തിയുടെ പേരാണ് സയൻറ്റിഫിക് മാനേജ്മെൻറ്റ് കണ്ടുപിടിച്ചിട്ടുണ്ടായിരുന്ന ആരാണ്? ഫെഡറിക് വെൻസ്ലോ ടൈലർ അല്ലെങ്കിൽ FW ടൈലർ. രണ്ടാമത്തെ വ്യക്തിയുടെ പേരെന്തായിരുന്നു? രണ്ടാമത്തെ വ്യക്തിയുടെ പേര് ഹെൻറി ഫയോളും. മൂന്നാമത്തെ വ്യക്തിയുടെ പേരെന്താണ്? മൂന്നാമത്തെ വ്യക്തിയുടെ പേരാണ് മാക്സ് വെബർ. മാക്സ് വെബറിൻ്റെ ബ്യൂറോക്രസിയൊക്കെ ഒരുപാട് തവണ പരീക്ഷകൾക്ക് ചോദിച്ചിട്ടുള്ളതാണ്. ബ്യൂറോക്രസി ആരാണ് കണ്ടുപിടിച്ചിട്ടുള്ളത് എന്നൊക്കെയുള്ളത് പരീക്ഷകൾക്ക് നിരവധി തവണ പരീക്ഷകൾക്ക് ചോദ്യങ്ങൾ വന്നിട്ടുണ്ടായിരുന്നു. അപ്പം ഈ പറഞ്ഞ 3 പേരെ പറ്റി വ്യക്തമായിട്ട് നമ്മൾ പഠിക്കേണ്ടതായിട്ടുണ്ട്. നമുക്ക് ആദ്യം FW ടൈലറിനെ പറ്റി കൃത്യമായിട്ടും പഠിക്കാം. FW ടൈലർ എന്ന് പറയുന്ന വ്യക്തി സയൻറ്റിഫിക് മാനേജ്മെൻറ്റുമായിട്ട് ബന്ധപ്പെട്ട് കാര്യങ്ങൾ കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്ന വ്യക്തിയാണ്. അതായത് ഒരു ബിസിനസ്സിൽ എങ്ങനെ നമുക്ക് ഏറ്റവും എഫക്റ്റീവായിട്ട് കാര്യങ്ങൾ മാനേജ് ചെയ്യുവാനായിട്ട് പറ്റും, ഒരു ജോലി ചെയ്യണമെങ്കിൽ തന്നെ ആ ജോലി നമുക്ക് എത്രയും എഫക്റ്റീവായിട്ട് നമുക്ക് എങ്ങനെ ആ ജോലി ചെയ്യാനായിട്ട് സാധിക്കും, അതിനെന്തെല്ലാം കാര്യങ്ങൾ നമ്മൾ ചെയ്യേണ്ടതായിട്ടുണ്ട്, ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങളാണ് നമുക്കിവിടെ കാണുവാനായിട്ട് പറ്റുക. ഒരു ജോലി നമുക്ക് ഏറ്റവും സിസ്റ്റമാറ്റിക്കായിട്ട് നമുക്ക് എങ്ങനെ ചെയ്യാൻ പറ്റും, ഒരു ജോലി നമുക്ക് എത്രത്തോളം സയൻറ്റിഫിക് ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും, അതിനെ പറ്റിയിട്ടാണ് നമുക്ക് എവിടെ കാണാൻ സാധിക്കുന്നത്? സയൻറ്റിഫിക് മാനേജ്മെൻറ്റിൽ നമുക്ക് കാണുവാനായിട്ട് പറ്റുന്നത്. പിന്നീടുള്ളത് അഡ്മിനിസ്ട്രേറ്റീവ് തിയറി കണ്ടുപിടിച്ചിട്ടുണ്ടായിരുന്ന ഹെൻറി ഫയോൾ. നമുക്കിതിനെ പറ്റിയൊക്കെ പിന്നീട് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനുണ്ട് കേട്ടോ. നമ്മൾ പിന്നീട് അങ്ങോട്ട് വരുന്ന ക്ലാസ്സുകളിലൊക്കെ ആയിട്ട് നമ്മൾ ഹെൻറി ഫയോളിനെ പറ്റിയിട്ടും FW ടൈലറിൻ്റെ കോൺട്രിബ്യൂഷൻസിനെ പറ്റിയിട്ടൊക്കെ നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കാം. പിന്നീട് വന്നിരിക്കുന്ന വ്യക്തിയാണ് ഈ പറഞ്ഞിരിക്കുന്ന അഡ്മിനിസ്ട്രേറ്റീവ് മാനേജ്മെൻറ്റ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്ന വ്യക്തി ഹെൻറി ഫയോൾ. ഇദ്ദേഹം കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുണ്ടായിരുന്ന കാര്യങ്ങളെന്ന് പറഞ്ഞിരിക്കുന്നത് പ്ലാനിങ്, ഓർഗനൈസിങ്, കമാൻഡിങ്, കോർഡിനേറ്റിംഗ് ആൻഡ് കൺട്രോളിങ്,
ഈ പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ടും പഠിച്ചു വെക്കണം. എന്തൊക്കെയാണ്? ഒന്ന്, പ്ലാനിങ്ങിന് അദ്ദേഹം ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുണ്ടായിരുന്നു. രണ്ടാമതായിട്ട് ഓർഗനൈസിങ്, ഇത് പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട്. നമ്മുടെ കേരള സെറ്റ് പരീക്ഷയ്ക്ക് ഉൾപ്പെടെ ഈ ഭാഗത്തുനിന്ന് ചോദ്യങ്ങളുണ്ടായിരുന്നു. ആദ്യം ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് പ്ലാനിങ്ങിനാണ്, രണ്ടാമത് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് ഓർഗനൈസിങ്ങിനാണ്, മൂന്നാമത് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് കമാൻഡിങ്, കോർഡിനേറ്റിംഗ്, ലാസ്റ്റായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നത് കൺട്രോളിങ്. അപ്പോൾ ഈ പറഞ്ഞ 4-5 പ്രോസസ്സുകളോളം 5 സ്റ്റെപ്പുകളാണ് നമുക്ക് ഉള്ളത്. ഈ 5 കാര്യങ്ങൾ കോൺട്രിബ്യൂട്ട് ചെയ്യും. അപ്പോൾ ചോദിക്കാം, മാനേജ്മെൻറ്റിൻ്റെ ഫംഗ്ഷൻസ്, ഹെൻറി ഫയോൾ കോൺട്രിബ്യൂട്ട് ചെയ്തിരിക്കുന്ന ഫംഗ്ഷൻസുകൾ ഏതൊക്കെയാണ് ചിലപ്പോൾ പരീക്ഷയ്ക്ക് ക്വസ്റ്റ്യൻ വന്നേക്കാം. ഏതൊക്കെയാണ് ഫംഗ്ഷൻസ് എന്ന് പറയുന്നത്? ഒന്ന് പ്ലാനിങ്, രണ്ടാമതായിട്ട് കണ്ടുപിടിച്ച ഏതാണ് ഓർഗനൈസിങ്, മൂന്നാമതായിട്ട് കണ്ടുപിടിച്ച ഏതാണ് കമാൻഡിങ്, നാലാമതായിട്ട് കണ്ടുപിടിച്ച ഏതാണ് കോർഡിനേറ്റിംഗ്, അഞ്ചാമതായിട്ട് കൺട്രോൾ. ഈ പറഞ്ഞ 5 ഫങ്ഷൻസുകളാണ് ആര് കണ്ടുപിടിച്ചിട്ടുണ്ടായിരുന്നത്? ഈ ഹെൻറി ഫയോൾ കണ്ടുപിടിച്ചിരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ തിയറി തന്നെ നമ്മൾ അറിയപ്പെടുന്നത് അഡ്മിനിസ്ട്രേറ്റീവ് മാനേജ്മെൻറ്റ് തിയറി എന്ന പേരിൽ. അപ്പം ഞാനൊരു ചോദ്യം ചോദിക്കട്ടെ, സയൻറ്റിഫിക് മാനേജ്മെൻറ്റ് എന്ന് പറഞ്ഞിരിക്കുന്ന കോൺസെപ്റ്റ് ആരാണ് കണ്ടുപിടിച്ചിട്ടുണ്ടായിരുന്നത്? സയൻറ്റിഫിക് മാനേജ്മെൻറ്റ് FW ടൈലറാണ് അല്ലേ. അതേപോലെ അഡ്മിനിസ്ട്രേറ്റീവ് മാനേജ്മെൻറ്റ് തിയറി ആരാ കണ്ടുപിടിച്ചത്? ഹെൻറി ഫയോൾ. ഇനി അതുപോലെ തന്നെ നമ്മുടെ ബ്യൂറോക്രാറ്റിക് മാനേജ്മെൻറ്റുമായിട്ട് ബന്ധപ്പെട്ട കാര്യം ആരാണ് കണ്ടുപിടിച്ചിട്ടുണ്ടായിരുന്നത്? മാക്സ് വെബർ. അപ്പം 3 പേരെ പറ്റി നമ്മൾ കൃത്യമായിട്ട് പഠിച്ചു. ഒന്നാമതായിട്ട് നമ്മൾ പഠിച്ചത് 3 പേരെ പറ്റി പഠിച്ചില്ല എങ്കിലും ക്ലാസിക്കൽ തിയറിയിൽ 3 പേരാണുള്ളത് നമ്മൾ പഠിച്ചു. ഒന്നാമതായിട്ട് നമ്മൾ പഠിച്ച ആളുടെ പേരാണ് FW ടൈലർ, രണ്ടാമതായിട്ട് പഠിച്ച ആളുടെ പേരാണ് ഹെൻറി ഫയോൾ, മൂന്നാമതായിട്ട് നമ്മൾ പഠിച്ച ആളുടെ പേരാണ് പഠിച്ചിട്ടില്ല, നമ്മൾ പഠിക്കാനായിട്ട് പോകുന്ന കാര്യമാണ് നമ്മുടെ ബ്യൂറോക്രാറ്റിക് മാനേജ്മെൻറ്റ് തിയറി കണ്ടുപിടിച്ചിട്ടുണ്ടായിരുന്ന മാക്സ് വെബർ. അപ്പം മാക്സ് വെബറിൻ്റെ ഒരു വലിയ പ്രത്യേകത, ഇദ്ദേഹം കുറച്ചും കൂടെ കൂടുതലും സ്ട്രിക്റ്റായി നമ്മുടെ ക്ലാസ് മുറിയിലൊക്കെ നമ്മളെ പഠിപ്പിക്കുന്ന ചില ടീച്ചേഴ്സ് നമുക്ക് ഈ ഒരു മാക്സ് വെബറുമായിട്ട് നമുക്ക് കണക്ട് ചെയ്യുവാനായിട്ട് സാധിക്കും. കാരണം മാക്സ് വെബർ കുറച്ച് സ്ട്രിക്റ്റ് ആയിട്ടുള്ള അധ്യാപകനല്ല, ഒരു സ്ട്രിക്റ്റ് ആയിട്ടുണ്ടായിരുന്ന ഒരു വ്യക്തിയായിരുന്നു മാക്സ് വെബർ എന്ന് പറഞ്ഞിരിക്കുന്ന ആളും. ഇദ്ദേഹം എപ്പോഴും പറയാറുള്ളത് ഒരു ഫോമലായിട്ടുള്ള ഒരു ഹയറാർക്കിക്ക് കൂടുതൽ ഇമ്പോർട്ടൻസ് ഇദ്ദേഹം കൊടുക്കുന്നുണ്ടായിരുന്നു. നമ്മുടെ ഒരു സിസ്റ്റം വരികയാണ് എങ്കിൽ, അതായത് നമ്മുടെ മാനേജ്മെൻറ്റിലേക്ക് നമ്മളൊരു മാനേജ്മെൻറ്റ് സിസ്റ്റവും കുറേ ലെവൽസ് ഓഫ് മാനേജ്മെൻ്റ് ഒക്കെ ഉണ്ടല്ലോ, ആ ലെവൽസ് ഓഫ് മാനേജ്മെൻറ്റ് നമ്മൾ സെറ്റ് ചെയ്ത് വെക്കുമ്പോൾ എപ്പോഴും ഒരു ഹയറാർക്കി മസ്റ്റായിട്ട് നോക്കണം. ഹയറാർക്കി മസ്റ്റായിട്ട് നമ്മൾ നോക്കേണ്ടതായിട്ട് ഉണ്ട്. ലൈക്ക് ടോപ്പ് ലെവൽ, മിഡിൽ ലെവൽ, ലോവർ ലെവൽ എന്ന രീതിയിൽ നമ്മൾ ഡിവൈഡ് ചെയ്യുമ്പോഴത്തേക്ക് നമ്മൾ ആ ഒരു ഹയറാർക്കി നോക്കണം. എല്ലാം ഫോമലായിരിക്കണം. ശരിക്കും പറഞ്ഞാൽ നമുക്ക് അക്സെപ്റ്റ് ചെയ്യാനായിട്ട് പറ്റും. ഒരു സ്ഥാപനത്തിലേക്ക് കയറി ചെന്നാൽ എവറിത്തിങ് ഷുഡ് ബി ഫോമൽ. ഒരു കാരണവശാലും ഒന്നും നമുക്ക് ഇൻഫോമൽ ആകാനായിട്ട് ഒരിക്കലും പാടില്ല. എല്ലാ കാര്യങ്ങൾക്കും ഒരു ഫോമലായിട്ടുള്ള രീതി തന്നെയാണ് നമുക്കവിടെ വേണ്ടത് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നൊരു സിസ്റ്റമായിരുന്നു ആര് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നത്? മാക്സ് വെബർ കൊണ്ടുവന്നിട്ടുണ്ട്. എല്ലാം വളരെ സ്ട്രക്ചേർഡ് ആയിരിക്കണം. ഭയങ്കര റൂൾസ് ആൻഡ് റെഗുലേഷൻസ്, ഭയങ്കര റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ആണ്, ഭയങ്കരമായിട്ടുള്ള പ്രൊസീജിയേഴ്സ് ഉണ്ട്. അപ്പോൾ ഇങ്ങനെയൊക്കെ കൊണ്ടുവന്നാൽ മാത്രമേ നമുക്ക് ആ സ്ഥാപനത്തിൽ എഫിഷ്യൻസി കൊണ്ടുവരാൻ പറ്റുകയുള്ളൂ എന്ന് അഭിപ്രായപ്പെട്ടിട്ടുണ്ടായിരുന്ന വ്യക്തിയാണ് ആരെന്ന് പറഞ്ഞിരിക്കുന്നത്? മാക്സ് വെബർ എന്ന് പറഞ്ഞിരിക്കുന്ന വ്യക്തി. മാക്സ് വെബറാണ് അങ്ങനെ അഭിപ്രായപ്പെട്ടിട്ടുണ്ടായിരുന്നത്. ഒരു ബ്യൂറോക്രാറ്റിക് മാനേജ്മെൻറ്റ് പ്രത്യേകത എന്താണ്? ഹിറ്റ്ലറിൻ്റെയൊക്കെ ഭരണം നിങ്ങൾ ഓർക്കുന്നുണ്ടോ? ബ്യൂറോക്രാറ്റിക് മാനേജ്മെൻറ്റ് രീതിയാണ് അവിടെ ഫോളോ ചെയ്യുന്നത്. കാരണം അവിടെ എപ്പോഴും ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ബ്യൂറോക്രസിക്കാണ്. എല്ലാത്തിലും ഒരു സ്ട്രക്ചർ, ഒരു പരിധി വരെ ഒക്കെ നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും. ബ്യൂറോക്രാറ്റിക് ആയിട്ടുള്ള മാനേജ്മെൻറ്റ് നമുക്ക് വളരെ അത്യാവശ്യമാണ്. എഫിഷ്യൻസി മറ്റൊക്കെ ഉറപ്പ് വരുത്തണമെങ്കിൽ തീർച്ചയായിട്ടും ബ്യൂറോക്രാറ്റിക് മാനേജ്മെൻറ്റ് ആവശ്യമാണ്. പക്ഷേ ഒരു പരിധിക്കപ്പുറത്തേക്ക് നമ്മൾ അങ്ങനെ പോകുമ്പോഴത്തേക്ക് നമുക്കത് അക്സെപ്റ്റബിൾ അല്ല, ഭയങ്കര ബുദ്ധിമുട്ട് നമുക്ക് തീർച്ചയായിട്ടും ഉണ്ടാകുന്നതാണ്. അപ്പം ഒരു ബ്യൂറോക്രാറ്റിക് രീതി, ഒരു ബ്യൂറോക്രസി നമുക്ക് കൊണ്ടുവരാനായിട്ട് ശ്രമിക്കുന്ന ഒന്നായിരുന്നു മാക്സ് വെബറിൻ്റെ ബ്യൂറോക്രാറ്റിക് മാനേജ്മെൻറ്റ് എന്ന് പറയുന്ന കാര്യം. അപ്പം 3 കാര്യങ്ങൾ പറഞ്ഞു. ഒന്ന്, സയൻറ്റിഫിക് മാനേജ്മെൻറ്റ് കണ്ടുപിടിച്ച ആളുടെ പേരാണ് FW ടൈലർ. അഡ്മിനിസ്ട്രേറ്റീവ് മാനേജ്മെൻറ്റ് കണ്ടുപിടിച്ച ആളുടെ പേരാണ് ഹെൻറി ഫയോൾ. അതിനുശേഷം പിന്നീട് ബ്യൂറോക്രാറ്റിക് മാനേജ്മെൻറ്റ് കണ്ടുപിടിച്ചിരിക്കുന്ന വ്യക്തിയുടെ പേരാണ് മാക്സ് വെബർ. അദ്ദേഹമാണ് ബ്യൂറോക്രസി കൊണ്ടുവന്നിട്ടുള്ളത്. അപ്പോൾ ഇതോടുകൂടി നമ്മുടെ ആദ്യത്തെ സ്കൂള് ഇവിടെ കംപ്ലീറ്റ് ആവുകയാണ്. ഏതൊക്കെയായിരുന്നു? നമ്മൾ 3 കാര്യങ്ങൾ പഠിച്ചു കഴിഞ്ഞു. നമുക്കിനി രണ്ടാമത്തെ സ്കൂളിലേക്ക് നമുക്ക് കടക്കാം. രണ്ടാമത്തെ സ്കൂളാണ് ഹ്യൂമൻ റിലേഷൻസ് സ്കൂൾ. 1920 മുതൽ 1950 കാലഘട്ടം വരെ ഉണ്ടായിരുന്ന ഒരു സ്കൂളായിരുന്നു ഹ്യൂമൻ റിലേഷൻസ് സ്കൂൾ എന്ന് പറഞ്ഞിരിക്കുന്ന ഈ ഒരു സ്കൂൾ, ഹ്യൂമൻ റിലേഷൻസ് സ്കൂൾ. ഹൗതൂൺ സ്റ്റഡീസ് ആണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ ഏറ്റവും പരമപ്രധാനമായിട്ടുള്ള ആണിക്കൽ എന്നൊക്കെ പറയത്തില്ലേ, അതേപോലെയാണ് കേട്ടോ.
ഹോത്തോൺ സ്റ്റഡീസിലൂടെയാണ് ഹ്യൂമൻ റിസോഴ്സസിന് വലിയൊരു പ്രാധാന്യമുണ്ടെന്ന് മനസ്സിലാക്കാനായിട്ട് പറ്റിയത്. ഒരു മാനേജ്മെൻറ്റിലേക്ക് നമ്മൾ വരുമ്പോഴത്തേക്കും ഹ്യൂമൻ റിസോഴ്സ് എലമെൻറ്റുകൾക്ക് പ്രാധാന്യമുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിച്ചത് ഏത് മാനേജ്മെൻറ്റിൻ്റെ സഹായത്തോടെ അല്ലെങ്കിൽ ഏത് ലെവലോട് കൂടിയിട്ടാണ്? ഹ്യൂമൻ റിലേഷൻസ് സ്കൂളോട് കൂടിയിട്ടാണ്. ക്ലാസിക്കൽ സ്കൂളിൽ മനുഷ്യനെ ഒരു മെഷീൻ പോലെയായിരുന്നു കണക്കാക്കിയിട്ടുള്ളതെങ്കിൽ അത്യാവശ്യമെങ്കിലും മനുഷ്യനൊരു വാല്യൂ കൊടുത്തിട്ടുണ്ടായിരുന്ന ആളുകളായിരുന്നു, അല്ലെങ്കിൽ വാല്യൂ കൊടുത്തിട്ടുണ്ടായിരുന്ന സ്കൂളായിരുന്നു ഏതെന്ന് പറഞ്ഞിരിക്കുന്നത് ഹ്യൂമൻ റിലേഷൻസ് സ്കൂൾ എന്ന് പറഞ്ഞിരിക്കുന്ന ഈ ഒരു സ്കൂൾ എന്നുള്ളത്. ഇപ്പം ഇതിൽ ആദ്യത്തെ ഒരു സ്റ്റഡീസ് എന്ന് പറഞ്ഞിരിക്കുന്ന ഹൗത്തോൺ സ്റ്റഡീസ് ആണ് കേട്ടോ. നമ്മളതിൻ്റെ പ്രൊനൗൺസിയേഷനൊക്കെ നിങ്ങൾ കൃത്യമായിട്ടും ഓർത്ത് വെക്കണം. ഹൗത്തോൺ സ്റ്റഡീസ് എന്നാണ് പറയുന്നത്. ഹൗത്തോൺ സ്റ്റഡീസ് എന്ന് പറയുമ്പോഴത്തേക്കും ഇവിടെ മനുഷ്യനേക്കാൾ ഉപരിയായിട്ട് സോഷ്യൽ ഫാക്ടേഴ്സുകൾക്ക് വലിയൊരു പ്രാധാന്യം കൊടുക്കുകയാണ് ചെയ്യുന്നത്. കുറച്ചും കൂടെ സോഷ്യലി ഒരു മനുഷ്യനെന്ന് പറയുമ്പോഴത്തേക്ക് ഒരു സോഷ്യൽ ബീയിങ് ആണെന്നും മനുഷ്യന് അതിൻ്റേതായിട്ടുള്ള പ്രാധാന്യമുണ്ടെന്നും മനുഷ്യൻ്റെ വാല്യൂസ് കൂടി എടുക്കണമെന്നും ഒരു മെഷീനെ പോലും മനുഷ്യനെ ട്രീറ്റ് ചെയ്യാൻ പാടില്ല എന്നൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്ന മനസ്സിലാക്കിയിട്ടുണ്ടായിരുന്ന ഒരു സ്റ്റഡീസ് ആയിരുന്നു ഹൗത്തോൺ സ്റ്റഡീസ് എന്ന് പറഞ്ഞിരിക്കുന്ന ഈ സ്റ്റഡീസ്. പിന്നീട് നമുക്ക് അറിയാവുന്ന വളരെ ഫേമസ് ആയ ഒരു വ്യക്തിയാണ് എബ്രഹാം മാഷ്ലൂസ് എന്ന് പറയുന്നത്. മാഷ്ലൂസിൻ്റെ ഹൈറാർക്കി ഓഫ് നീഡ്സ് ആണ് പിന്നീട് ഡീറ്റെയിൽഡ് പഠിക്കും കേട്ടോ. മോട്ടിവേഷൻ എന്ന് പറയുന്ന ഭാഗത്തിലേക്ക് നമ്മൾ കടക്കുമ്പോഴത്തേക്കും ഓരോ കാര്യങ്ങളെ പറ്റിയും കൃത്യമായിട്ടും പഠിക്കുന്നത്. ഇപ്പോൾ ഹിസ്റ്ററി ആയതുകൊണ്ടാണ് വേഗത്തിൽ പറഞ്ഞു പോകുന്നത്. ഇതെല്ലാം ഓർത്തു വെക്കണം കേട്ടോ. ചിലപ്പോൾ എക്സാമിനേഷന് അങ്ങനെ തന്നെ ചോദിക്കാം. ചുവടെ കൊടുത്തിട്ടുള്ളതിൽ ആരൊക്കെയാണ് ഹ്യൂമൻ റിലേഷൻസ് സ്കൂളുമായിട്ട് ബന്ധപ്പെട്ട് വരുന്നത് എന്നൊക്കെ ചിലപ്പോൾ ചോദിച്ചേക്കാം. പിന്നീട് വന്നിട്ടുണ്ടായിരുന്നൊരു തിയറിയാണ് ഹേഴ്സ്ബർഗിൻ്റെ 2 ഫാക്ടർ തിയറി. ഹേഴ്സ്ബർഗിൻ്റെ മറ്റൊരു തിയറിയാണ് 2 ഫാക്ടർ തിയറി എന്ന് പറയുന്നത്. ഇവിടുത്തെ പ്രത്യേകത എന്ന് പറയുമ്പോഴത്തേക്ക് ഇറ്റ് ഡിസ്റ്റിങ്വിഷ് ബിറ്റ്വീൻ ഹൈജീൻ ഫാക്ടേഴ്സ് ആൻഡ് മോട്ടിവേറ്റേഴ്സ്. ഇവിടെ 2 ഫാക്ടേഴ്സുകൾക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കുകയാണ്. ഒന്ന് ഹൈജീൻ ഫാക്ടേഴ്സുകൾക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നു, രണ്ടാമതായിട്ട് മോട്ടിവേറ്റിംഗ് ഫാക്ടേഴ്സുകൾക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കും. ഇതൊക്കെ ഡീറ്റെയിൽ നമ്മൾ പിന്നീട് വരുന്ന ക്ലാസ്സുകളൊക്കെ ആയിട്ടും നമ്മളത് കൃത്യമായിട്ടും പഠിക്കും. ഹൈജീൻ ഫാക്ടേഴ്സുകൾക്ക് എന്ന് പറയുമ്പോഴത്തേക്ക് ഇത്തരം ചില ഫാക്ടേഴ്സുകൾ അവിടെ ഉണ്ടെങ്കിൽ പ്രത്യേകിച്ച് മോട്ടിവേഷനൊന്നും ഉണ്ടാകത്തില്ല, ബട്ട് അതില്ല എങ്കിൽ വലിയൊരു ഡിസാറ്റിസ്ഫാക്ഷനിലേക്ക് കിടക്കും. ഒരു ഉദാഹരണം നമ്മൾ പറയുകയാണെങ്കിൽ നമ്മുടെ സാലറി എന്ന് പറഞ്ഞിരിക്കുന്ന കാര്യം നമുക്ക് വേണമെങ്കിൽ ഉദാഹരണമായിട്ട് കണക്കാക്കാനായിട്ട് പറ്റും. സോ സാലറി പോലെയുള്ള കാര്യങ്ങൾ നമുക്ക് കൃത്യമായിട്ടും ഓർത്തു വെക്കാം. ഈ സാലറി അതേപോലെ തന്നെ നമ്മൾ അല്ലാതെ കൊടുക്കുന്ന എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ലൈക്ക് ഒരു സപ്പോർട്ട് പോലെയുള്ള കാര്യങ്ങൾ, ഇത്തരത്തിലുള്ള ചില ഫാക്ടർ നമ്മൾ ഡീറ്റെയിൽഡ് പിന്നീട് പഠിക്കും. ഇത്തരം കാര്യങ്ങളുടെ പ്രത്യേകത എന്ന് പറയുന്നത് ഇത്തരം ഫാക്ടേഴ്സുകൾ നമുക്കവിടെ ഉണ്ടെങ്കിൽ പ്രത്യേകിച്ച് വലിയ വ്യത്യാസമൊന്നും അവരുടെ മോട്ടിവേഷൻ ഉണ്ടാകാനായിട്ട് പോകുന്നില്ല. പക്ഷേ അവിടെ ഓർക്കേണ്ട ഒരു കാര്യം, ഇത്തരം ഫാക്ടേഴ്സുകൾ അവിടെ ഇല്ലാത്ത പക്ഷം തീർച്ചയായിട്ടും ഡിസാറ്റിസ്ഫാക്ഷൻ ഉണ്ടാവുകയും ചെയ്യും. അപ്പം ഈ ഫാക്ടേഴ്സുകൾ ഉണ്ടെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും ഡെഫിനറ്റ്ലി ഒരു യൂസ്ഫുൾ ആയിരിക്കും. പക്ഷേ ഇത്തരം ഫാക്ടേഴ്സുകൾ ഇല്ല എങ്കിൽ തീർച്ചയായിട്ടും അവിടെ എന്തുണ്ടായിരിക്കും? ഒരു ഡിസാറ്റിസ്ഫാക്ഷൻ ഡെഫിനറ്റായിട്ടും ഉണ്ടാവുകയും ചെയ്യും. ഒരു സാറ്റിസ്ഫാക്ഷൻ നമുക്ക് തീർച്ചയായിട്ടും ഇത്തരം ഫാക്ടേഴ്സുകൾ ഇല്ല എങ്കിൽ തീർച്ചയായിട്ടും ഒരു ഡിസാറ്റിസ്ഫാക്ഷനും തീർച്ചയായിട്ടും ഉണ്ടാവുകയും ചെയ്യും. അപ്പോൾ അങ്ങനെ വരുന്ന ഒരു ഫാക്ടേഴ്സുകളെ പറയുന്ന പേരാണ് ഹൈജീൻ ഫാക്ടേഴ്സുകൾ എന്ന പേരിൽ അറിയപ്പെടുക. ഇനി ഇതുകൂടാതെ ഇദ്ദേഹം തന്നെ മറ്റൊരു ഫാക്ടേഴ്സും കൂടി ഇദ്ദേഹം കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു ഹേഴ്സ്ബർഗിൻ 2 ഫാക്ടർ തിയറിയിൽ. മോട്ടിവേറ്റ്. ഇപ്പോൾ തൽക്കാലം നിങ്ങൾ ഇതൊക്കെ ഒന്ന് മനസ്സിലാക്കി വെക്കുക കേട്ടോ. ഇങ്ങനെയൊക്കെയാണെന്നുള്ള കാര്യം ഒന്ന് മനസ്സിലാക്കി വെക്കുക. പിന്നീട് നമ്മുടെ ക്ലാസ്സിൽ നമ്മൾ കണ്ടിന്യൂ ചെയ്യുമ്പോഴത്തേക്ക് ഇതിനെപ്പറ്റി കുറച്ച് ഡീറ്റെയിൽഡ് ആയിട്ടും ഡെപ്ത് ആയിട്ടും പഠിക്കും. ആ സമയത്ത് നിങ്ങൾക്ക് കുറച്ചും കൂടെ കൃത്യമായൊരു ധാരണ ലഭിക്കും ഓരോന്നിനെ പറ്റിയിട്ടൊക്കെ. അപ്പം ഹേഴ്സ്ബർഗിൻ്റെ 2 ഫാക്ടർ തിയറിയിലെ മറ്റൊരു ഫാക്ടേഴ്സാണ് മോട്ടിവേറ്റേഴ്സ് എന്ന് പറയാം. അപ്പോൾ 2 കാര്യങ്ങളാണ് നമുക്ക് ഇദ്ദേഹം കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഒന്നാമതായിട്ട് അദ്ദേഹം ഹൈജീൻ ഫാക്ടേഴ്സുകൾക്കും ഇമ്പോർട്ടൻസ് കൊടുത്തു. അതേപോലെ തന്നെ അദ്ദേഹം രണ്ടാമതായിട്ട് ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുണ്ടായിരുന്നത് മോട്ടിവേറ്റേഴ്സിനും ആണ്. മോട്ടിവേറ്റേഴ്സ് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും വലിയൊരു മോട്ടിവേഷൻ അവിടെ നമുക്ക് കിട്ടുകയും ചെയ്യും. എന്നാൽ അതേ സമയത്ത് ഹൈജീൻ ഫാക്ടേഴ്സുകളാണ് എങ്കിൽ ഹൈജീൻ ഫാക്ടേഴ്സുകളുടെ പ്രത്യേകത എന്ന് പറയുമ്പോഴത്തേക്ക് ഇത്തരം ഫാക്ടേഴ്സുകൾ നമുക്കവിടെ ഇത്തരം ഫാക്ടേഴ്സുകൾ അവിടെ ഇല്ല എങ്കിൽ തീർച്ചയായിട്ടും ഡിസാറ്റിസ്ഫാക്ഷനിലേക്ക് നയിക്കും. ഉണ്ടെന്ന് വെച്ച് പ്രത്യേകിച്ച് വലിയ മോട്ടിവേഷൻ ഉണ്ടാകത്തുമില്ല. മോട്ടിവേറ്റേഴ്സിനെ സംബന്ധിച്ച് ഇത്തരം ഫാക്ടേഴ്സുകൾ അവിടെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും വലിയൊരു മോട്ടിവേഷനിലേക്ക് തന്നെ അത് നയിക്കുകയും ചെയ്യും. സോ ആ ഒരു ഫാക്ടർ തിയറിയാണ് ഹേഴ്സ്ബർഗിൻ്റെ 2 ഫാക്ടർ തിയറി എന്ന് പറഞ്ഞത്. സോ നമ്മൾ അടുത്ത ഒരു സ്കൂളിലേക്ക് കടക്കുകയായി. അടുത്ത സ്കൂളിൻ്റെ പേരാണ് സിസ്റ്റം സ്കൂൾ. 1950 മുതൽ 1970 വരെയുള്ള കാലഘട്ടങ്ങളിൽ ഉണ്ടായിരുന്ന സ്കൂളാണ് സിസ്റ്റം സ്കൂൾ എന്ന് പറയുക. വാട്ട് ഡു മീൻ ബൈ സിസ്റ്റം?
എന്താണ് ഒരു സിസ്റ്റം എന്ന് പറയുന്നത്? കുറേയധികം സബ് സിസ്റ്റത്തിൻ്റെ കോമ്പിനേഷൻ നമ്മൾ വിളിക്കുന്ന പേരാണ് എന്തെന്ന് പറയുന്നത്? സിസ്റ്റംസ് എന്ന് പറയുക. കുറേയധികം സബ് സിസ്റ്റംസ് നമുക്ക് കാണുവാനായിട്ട് പറ്റും. ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, കോളേജ് എന്ന് പറയുന്നത് ഒരു സിസ്റ്റമായിട്ട് നമ്മൾ പരിഗണിക്കുന്നുണ്ട് എങ്കിൽ അതിലെ ഡിഫറെൻറ്റ് ഡിപ്പാർട്ട്മെൻറ്റുകളാണ് സബ് സിസ്റ്റംസ് എന്ന് പറയുക. ഉദാഹരണമായിട്ട് പറയുകയാണെങ്കിൽ ഇപ്പം കോമേഴ്സ് ഡിപ്പാർട്ട്മെൻറ്റ്, മാനേജ്മെൻറ്റ് ഡിപ്പാർട്ട്മെൻറ്റ്, സയൻസിൻ്റെ തന്നെ ഫിസിക്സ് ഡിപ്പാർട്ട്മെൻറ്റ്, കെമിസ്ട്രി ഡിപ്പാർട്ട്മെൻറ്റ്, ഈ പറഞ്ഞ ഡിപ്പാർട്ട്മെൻറ്റ് എല്ലാം കൂടെ ഒരുമിച്ച് ചേരുമ്പോഴാണ് നമുക്ക് എന്ത് കാണാനായിട്ട് സാധിക്കുക? സിസ്റ്റം എന്നുള്ള ഒരു വലിയ സിസ്റ്റം നമുക്ക് അവിടെ ഫോം ചെയ്യുന്നത്. അപ്പോൾ ഒരുപാട് സബ് സിസ്റ്റംസിൻ്റെ ഒരു കോമ്പിനേഷനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? സിസ്റ്റംസ് എന്ന് പറയാറുള്ളത്. അപ്പം അങ്ങനെ ഒരു സിസ്റ്റം സ്കൂളാണ് ഇവിടെ നമുക്ക് കാണുവാനായിട്ട് പറ്റുന്നത്. സിസ്റ്റം സ്കൂളിൻ്റെ പ്രത്യേകത ഇത്ര മാത്രമേ ഉള്ളൂ. നമ്മൾ ഒരു കാര്യത്തിൽ നമ്മളൊരു കുറേയധികം സബ് സിസ്റ്റത്തെ നമ്മൾ യോജിപ്പിച്ച് ഒരു സിസ്റ്റമാക്കി കാണുകയാണ്. മാനേജ്മെൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അതൊരു സിസ്റ്റമാണ് എന്ന് പറയുകയാണ്. മാനേജ്മെൻറ്റ് എന്ന് പറയുമ്പോൾ അതിന് ഇൻഡിപെൻഡൻ്റ് ആയിട്ട് നിൽക്കാൻ കഴിയുകയില്ല എന്നും മാനേജ്മെൻറ്റിന് എപ്പോഴും പുറത്തുള്ള ആളുകളുടെ സഹായം തീർച്ചയായിട്ടും ആവശ്യമായിട്ട് വരുമെന്നും അവരെ ഡിപ്പെൻഡ് ചെയ്യാൻ നമുക്ക് മാനേജ്മെൻറ്റുകൾക്ക് മുന്നോട്ട് പോകാൻ സാധിക്കുകയില്ല എന്നും ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നു. സിസ്റ്റം തിയറിയിലൂടെ നമുക്ക് സിസ്റ്റം സ്കൂളിൽ കാണുവാനായിട്ട് പറ്റുന്നു. അപ്പോൾ അതാണ് ഒരു ഓപ്പൺ സിസ്റ്റമാണ്. ഒരു ക്ലോസ്ഡ് സിസ്റ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മാനേജ്മെൻറ്റ്, നമ്മുടെ ഓർഗനൈസേഷൻ മറ്റാരുമായിട്ട് യാതൊരു തരത്തിലും ഇൻട്രാക്ട് ചെയ്യുന്നില്ല എങ്കിൽ ഇറ്റ് ഈസ് കോൾഡ് എ ക്ലോസ്ഡ് സിസ്റ്റം. എന്നാൽ അതേ സമയത്ത് നമ്മുടെ ഓർഗനൈസേഷൻസ് എല്ലാ ആളുകളുമായിട്ട് മിങ്കിൾ ചെയ്യുന്നുണ്ട്, എല്ലാവരുമായിട്ട് ഇൻട്രാക്ട് ചെയ്യുന്നുണ്ട്, ഔട്ട്സൈഡേഴ്സുമായിട്ടുമൊക്കെ അവർക്ക് നല്ലൊരു ഇൻട്രാക്ഷൻ ഉണ്ട് എങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ അതിനെ വിളിക്കുന്ന പേരാണെന്ത്? ക്ലോസ്ഡ് സിസ്റ്റം, ഓപ്പൺ സിസ്റ്റം എന്ന് പറയുക. അപ്പോൾ നമ്മുടെ മാനേജ്മെൻറ്റ് എപ്പോഴും എങ്ങനെയുള്ള സിസ്റ്റമായിട്ട് മാറണം? ഓപ്പൺ സിസ്റ്റമായിട്ട് വേണം മാറേണ്ടത് എന്ന് പറയുന്ന തിയറിയാണ് ഓപ്പൺ സിസ്റ്റം തിയറി എന്ന് പറയുക. അതൊക്കെ ഏതാണ്ട് 1950 കാലഘട്ടങ്ങളിലൊക്കെയാണ് കണ്ടുപിടിച്ചത്. അതിന് മുന്നോടിയായിട്ടുള്ള കാലഘട്ടങ്ങളിലൊക്കെ നമ്മുടെ മാനേജ്മെൻറ്റ് ഒരു ക്ലോസ്ഡ് സിസ്റ്റം പോലെയാണ് കണക്കാക്കിയിട്ടുണ്ടായിരുന്നത്. അതായത് ആരുമായിട്ട് വലിയ ഇൻട്രാക്ഷൻസ് ഒന്നും ഇല്ലാത്ത, എല്ലാവരിൽ നിന്നും മാറി നിൽക്കുന്നൊരു സിസ്റ്റമായിട്ട് നമ്മുടെ കാര്യം നമ്മൾ നോക്കുന്നു, പോകുന്നു, അല്ലാതെ മറ്റൊരാളുമായിട്ടൊരു തരത്തിലും കണക്ഷൻസ് ഇല്ല, സപ്ലൈസുമായിട്ട് നല്ലൊരു കണക്ഷൻസ് ഇല്ല, ആരുമായിട്ട് പ്രത്യേകിച്ച് യാതൊരു കണക്ഷൻസും ഇല്ലാതെ അവനവൻ്റെ കാര്യം, അവനവൻ്റെ കമ്പനി, അവനവൻ്റെ ഓർഗനൈസേഷൻസ് എന്ന് പറഞ്ഞുകൊണ്ട് നോക്കുന്ന ഒരു സിസ്റ്റമാണ് നമുക്ക് എവിടെ കാണാനായിട്ട് പറ്റിയിട്ടുണ്ടായിരുന്നത്? ഈ പറഞ്ഞ സാധാരണയുള്ള മാനേജ്മെൻറ്റിൽ പണ്ടുണ്ടായിരുന്നത്. എന്നാൽ അതിനുശേഷമാണ് നമ്മൾ ഓപ്പൺ സിസ്റ്റത്തിലേക്ക് വരികയുണ്ടായത്. ഓപ്പൺ സിസ്റ്റത്തിൻ്റെ ഭാഗമായിക്കൊണ്ടാണ് നമുക്ക് കുറച്ചും കൂടെ ബെറ്ററായിട്ട് മറ്റ് ആളുകളുമായിട്ട് ഇൻട്രാക്ട് ചെയ്യണമെന്നും ആ ഇൻട്രാക്ഷനിലൂടെയാണ് നമുക്ക് നമ്മുടെ സ്ഥാപനത്തെ ഡെവലപ്പ് ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ എന്നും കൃത്യമായിട്ട് മനസ്സിലാക്കിയത്. പിന്നീട് ആ ഒരു ഇതിലുണ്ടായിരുന്ന സിസ്റ്റം സ്കൂളിലുണ്ടായിരുന്ന മറ്റൊരു തിയറിയാണ് കോണ്ടിജൻസി തിയറി എന്ന് പറയുന്നത്. കണ്ടിജൻസി എന്ന് പറയുന്നത് ഇത്രയേ ഉള്ളൂ, നമ്മളൊന്നും പ്രതീക്ഷിക്കാത്ത പല കാര്യങ്ങളും നമുക്ക് ചുറ്റും നടക്കുന്നുണ്ട്. എല്ലാത്തിലും 100% ഉറപ്പുള്ള, എല്ലാത്തിലും 100% പെർഫെക്ഷനുള്ള ഒരു സിസ്റ്റം പോലും, ഒരു കാര്യം പോലും നമുക്ക് ഫൈൻഡ് ചെയ്യാനായിട്ട് പറ്റുകയില്ല എന്നുള്ളതാണ് സത്യം. എവിടെയെങ്കിലുമൊക്കെ ഏറ്റക്കുറച്ചിലുകൾ തീർച്ചയായിട്ടും ഉണ്ടാകും. അപ്പം ഓരോ സാഹചര്യങ്ങളും മനസ്സിലാക്കുന്നതനുസരിച്ച് കൊണ്ടാണ് നമ്മുടെ പെർഫോമൻസിൻ്റെ മികവ് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. ചിലപ്പോൾ നമുക്ക് ബെറ്ററായിട്ടായിരിക്കാം ഉണ്ടാവുക, നമുക്ക് ചിലപ്പോൾ നല്ലതായിരിക്കാം, ചിലപ്പോൾ മോശമായിരിക്കാം, ചിലപ്പോൾ നമ്മൾ പ്രതീക്ഷിക്കാത്ത ഒരുപാട് നേട്ടങ്ങൾ നമുക്കുണ്ടാകാം, ചിലപ്പോൾ നമ്മൾ പ്രതീക്ഷിക്കാത്ത ഒരുപാട് പ്രശ്നങ്ങൾ നമുക്കുണ്ടാകാം, എല്ലാ തരത്തിലുള്ള മാറ്റങ്ങളും നമുക്ക് തീർച്ചയായിട്ടും ഉണ്ടാകാം. അപ്പം ഓരോ സാഹചര്യങ്ങളും അനുസരിച്ചുകൊണ്ട്, ഓരോ സിറ്റുവേഷൻസും അനുസരിച്ചുകൊണ്ട് വേണം നമ്മൾ എന്ത് ചെയ്യാനായിട്ട്, കാര്യങ്ങളെല്ലാം പ്രോപ്പറായിട്ട് മാനേജ് ചെയ്ത് പോകേണ്ടതെന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റുന്ന തിയറിയാണ് കണ്ടിജൻസി തിയറി എന്ന് പറയുന്നത്. നിങ്ങൾ പ്രത്യേകിച്ച് മാനേജ്മെൻറ്റിന് വേണ്ടിയിട്ട് പ്രത്യേകിച്ച് ഒരു എഫേർട്സും എടുത്ത് വെക്കേണ്ടതായിട്ടില്ല എന്നും, ഓരോ ദിവസങ്ങൾ അല്ലെങ്കിൽ നിങ്ങൾക്ക് മുന്നിൽ വരുന്ന ഓരോ സാഹചര്യങ്ങൾക്കനുസരിച്ച് കൊണ്ട് മാനേജ്മെൻറ്റ് മാറി മാറി വരുമെന്നും പറയുന്ന തിയറിയാണ് കണ്ടിജൻസി തിയറി എന്ന് പറയുന്നത്. വരട്ടെ, ഓരോ സിറ്റുവേഷൻസും സാഹചര്യങ്ങളും വരുന്നതനുസരിച്ച് നമുക്ക് കാര്യങ്ങൾ മൂവ് ചെയ്ത് പോകാം എന്ന് പറയുന്നതാണ് കണ്ടിജൻസി തിയറി എന്ന് പറയുന്നത്. പിന്നീട് 1950 കാലഘട്ടം മുതൽ 60 കാലഘട്ടം വരെ ഉണ്ടായിരുന്ന മറ്റൊരു സ്കൂളാണ് ക്വാണ്ടിറ്റേറ്റീവ് സ്കൂൾ. ക്വാണ്ടിറ്റേറ്റീവ് എന്ന് കേൾക്കുമ്പോഴേ നമുക്കറിയാം, നമ്മളെപ്പോഴും ക്വാണ്ടിറ്റേറ്റീവ് എന്ന് കേൾക്കുമ്പോഴേ നമ്മൾ നമ്മുടെ മാനേജ്മെൻറ്റുമായിട്ട് കണക്ട് ചെയ്തിട്ടാണ് നമ്മൾ ചിന്തിക്കുന്നത്. മാനേജ്മെൻറ്റിലെ കുറേ തിയറീസ്, മാനേജ്മെൻറ്റേക്കാൾ മാത്തമാറ്റിക്കൽ കുറേ കോൺസെപ്റ്റുകൾ, സ്റ്റാറ്റിസ്റ്റിക്കൽ കോൺസെപ്റ്റുകൾ, ഇതൊക്കെയാണ് നമ്മൾ ക്വാണ്ടിറ്റേറ്റീവ് എന്ന് പറയുന്നത്. അതുതന്നെയാണ് കേട്ടോ ഇവിടെയും പറയുന്നത്. മാനേജ്മെൻറ്റിനെ 2 തരത്തിൽ, ഒന്ന് ഒരു ഓപ്പറേഷൻ റിസർച്ച് എന്ന രീതിയിൽ കാൽക്കുലേറ്റ് ചെയ്യുകയാണ്. ഓപ്പറേഷൻ റിസർച്ച് എന്ന് പറയുമ്പോഴത്തേക്കും മാത്തമാറ്റിക്കൽ ആപ്ലിക്കേഷൻസും കാര്യങ്ങളും ഒക്കെ ഉപയോഗിച്ചുകൊണ്ടുള്ള ഓപ്പറേഷൻ റിസർച്ചുകളായിട്ടും, പിന്നീട് മാനേജ്മെൻറ്റ് സയൻസ് എന്ന് പറയുമ്പോഴത്തേക്കും
നമ്മുടെ മാനേജ്മെൻറ്റിനെ നമ്മുടെ മാനേജറൽ പ്രോബ്ലംസ് ഒക്കെ സോൾവ് ചെയ്യാൻ സാധിക്കുന്ന രീതിയിൽ ഒരു സയൻറ്റിഫിക്കായ രീതിയിൽ സയൻസ് കൂടെ നമ്മളതിനെ കുറച്ച് സയൻറ്റിഫിക് ആയിട്ടെല്ലാം മാനേജ് ചെയ്യണം. അതാണ് മാനേജ്മെൻറ്റ് സയൻസ് എന്ന് പറയുന്നത്. ഈ രണ്ട് കോൺസെപ്റ്റുകളും ഡെവലപ്പ് ചെയ്ത് വന്നത് ക്വാണ്ടിറ്റേറ്റീവ് സ്കൂളുമായിട്ട് കണക്ട് ചെയ്തുകൊണ്ടാണ്. അപ്പോൾ ഓപ്പറേഷൻ റിസർച്ചും ഉണ്ട്, മാനേജ്മെൻറ്റ് സയൻസും ഉണ്ട്. അപ്പോൾ ഓപ്പറേഷൻ റിസർച്ചിൽ നമ്മൾ മാത്തമാറ്റിക്കൽ മോഡലുകളും ടെക്നിക്കുകളും ഒക്കെ യൂസ് ചെയ്യുകയാണ്. പിന്നീട് നമ്മൾ പഠിക്കും കേട്ടോ ഡീറ്റെയിൽഡ് ആയിട്ടും. ഇവിടെയാണ് മറ്റേ ട്രാൻസ്പോർട്ടേഷൻ പ്രോബ്ലം പോലെയുള്ള കാര്യങ്ങളും ക്യൂയിങ് തിയറീസ് പോലെയുള്ള കാര്യങ്ങളും ഒക്കെ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത് എവിടെയാണ്? ഈ പറഞ്ഞിരിക്കുന്ന ഓപ്പറേഷൻ റിസർച്ചുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ്. മാനേജ്മെൻറ്റ് സയൻസിൽ പ്രത്യേകിച്ചൊന്നുമല്ല, നമ്മൾ മാത്തമാറ്റിക്കൽ ആയിട്ടുള്ള ചില കാര്യങ്ങൾ, ക്വാണ്ടിറ്റേറ്റീവ് ആയിട്ടുള്ള ചില ആപ്ലിക്കേഷൻസ് ഒക്കെ ഉപയോഗിച്ചുകൊണ്ട് നമ്മുടെ മാനേജറൽ പ്രോബ്ലംസും മറ്റുമൊക്കെ സോൾവ് ചെയ്യാനായിട്ട് ശ്രമിക്കുകയാണ്. പിന്നെ അതിനുശേഷം ഇപ്പം നിലവിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന തിയറിയാണ്, അല്ലെങ്കിൽ കണ്ടുകൊണ്ടിരിക്കുന്ന സ്കൂളാണ് പോസ്റ്റ് മോഡേൺ സ്കൂൾ എന്ന് പറയും. നമ്മൾ നിലവിൽ കാണുകയും മനസ്സിലാക്കുകയൊക്കെ ചെയ്യുന്ന സ്കൂളാണ് ഇതെന്ന് പറയുന്നത്. പോസ്റ്റ് മോഡേൺ സ്കൂൾ എന്ന് പറയുന്നത് 1980 കാലഘട്ടം മുതൽ ഇങ്ങോട്ടുണ്ടായിരുന്നൊരു സ്കൂളാണ് പോസ്റ്റ് മോഡേൺ സ്കൂൾ എന്ന് പറയുന്നത്. ഇവിടെ നമുക്ക് കൾച്ചറൽ സ്റ്റഡീസാണ് ആദ്യമായിട്ട് കാണാനായിട്ട് പറ്റുന്ന കാര്യം. കൾച്ചറൽ സ്റ്റഡീസ് എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മുടെ ഓർഗനൈസേഷൻ, ആ ഓർഗനൈസേഷൻ്റെ കൾച്ചേഴ്സ്, ഡിഫറെൻറ്റ് കൾച്ചേഴ്സ് ഉണ്ടായിരിക്കും. പല ആളുകളും പല നാട്ടിൽ നിന്നും വന്നിട്ടുള്ളവരാണ്, പല പല സാഹചര്യങ്ങളിൽ നിന്ന് വന്നിട്ടുള്ളവരാണ്. അപ്പോൾ ഒരു ക്രോസ് കൾച്ചർ നമ്മൾ മനസ്സിലാക്കിയെടുക്കേണ്ടതായിട്ടുണ്ട്. നമുക്കറിയാം, നമ്മുടെ ഒരിക്കലും ഒരു കൾച്ചറും 100% നല്ലതാണെന്നും അതേപോലെ തന്നെ 100% മോശമാണെന്നും ഒന്നും നമുക്ക് പറയാം. നമുക്ക് കൾച്ചറിനെ പറ്റി പോലും നമുക്ക് കൃത്യമായിട്ട് പറയാനായിട്ട് പറ്റുകയില്ല. കാരണം ഓരോ കൾച്ചറും ഡിഫറെൻ്റ് ആണ്. ഇൻ്റർനാഷണൽ ലെവലിൽ വർക്ക് ചെയ്യുന്ന ഒരു സ്ഥാപനത്തെ സംബന്ധിച്ചുകൊണ്ട് കൾച്ചേഴ്സിൽ ഡിഫറൻസസ് തീർച്ചയായും അവർ എക്സ്പെക്റ്റ് ചെയ്യേണ്ട കാര്യമാണല്ലോ. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പഠിച്ചു തുടങ്ങിയത് 1980 കാലഘട്ടങ്ങൾക്ക് ശേഷമാണ്. കാരണം 1980 കാലഘട്ടങ്ങൾക്ക് ശേഷമാണല്ലോ നമ്മുടെ ഇവിടെ പല പല വലിയ മാറ്റങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ 1980 കാലഘട്ടങ്ങൾക്ക് ശേഷമാണ് ഈ കൾച്ചറൽ ആയിട്ടുള്ള സ്റ്റഡീസും മറ്റു കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നത്. പിന്നീട് വന്നതാണ് ക്രിട്ടിക്കൽ തിയറി എന്ന് പറയുന്നത്. ക്രിട്ടിക്കൽ തിയറി എന്ന് പറയുമ്പോഴത്തേക്കും പണ്ട് ഉണ്ടായിരുന്ന പല കാര്യങ്ങളും നമുക്ക് ഇന്ന് അതേപോലെ അഡോപ്റ്റ് ചെയ്യാനായിട്ട് പറ്റുകയില്ല. ട്രഡീഷണലായിട്ട് ഫോളോ ചെയ്തുകൊണ്ടിരിക്കുന്ന പല കോൺസെപ്റ്റുകൾ, ട്രഡീഷണലായിട്ട് ഫോളോ ചെയ്തുകൊണ്ടിരിക്കുന്ന പല തിയറീസ് നമുക്ക് ഇന്ന് കൃത്യമായിട്ടും അത് യൂസ് ചെയ്യാനേ പറ്റുകയില്ല. കാരണം കാലം മാറുന്നതനുസരിച്ച് കൊണ്ട് നമ്മളും മാറിയേ പറ്റുകയുള്ളൂ. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ എന്ത് ചെയ്തിരിക്കുന്നത്, നമ്മൾ ആ ഒരു തിയറിയിലേക്ക്, ക്രിട്ടിക്കൽ തിയറിയിലേക്ക് എത്തിയത്. ഒരുപാട് മാറ്റങ്ങൾ തീർച്ചയായിട്ടും നമുക്ക് ആവശ്യമാണ്. ആ മാറ്റങ്ങളെയാണ് നമുക്കിവിടെ ക്രിട്ടിക്കൽ തിയറിയിൽ കാണുവാനായിട്ട് പറ്റുക. പിന്നെ 1980 കാലഘട്ടങ്ങൾക്ക് ശേഷം എനിക്കിതൊന്നും നമുക്ക് മനസ്സിലാക്കാനായിട്ട് വരുന്ന 1980 ശേഷം വന്ന പോസ്റ്റ് മോഡേൺ സ്കൂൾ മുതൽ ഒരുപാട് മാറ്റങ്ങൾ ഇന്നും നമുക്ക് കാണുവാനായിട്ട് പറ്റുന്നുണ്ട്. പക്ഷേ അതിനുശേഷം നമുക്ക് 90കൾക്ക് ശേഷം വന്നിട്ടുണ്ടായിരുന്ന കാലഘട്ടമാണ് നോളജ് ബേസ്ഡ് സ്കൂൾ. ഇന്നിപ്പോൾ എല്ലായിടത്തും നോളജാണ് ആവശ്യമായിട്ടുള്ളത്. അറിവ് ഇല്ല എങ്കിൽ പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. നമ്മളൊക്കെ ജീവിക്കുന്ന ഒരു ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ ഒരു കാലഘട്ടത്തിൽ അറിവിൻ്റെ പ്രാധാന്യത്തെ പറ്റിയിട്ട് ഞാൻ എടുത്തു പറയേണ്ട കാര്യമല്ല, നിങ്ങൾക്ക് ഓരോരുത്തർക്കും മനസ്സിലാക്കാനായിട്ട് പറ്റുന്ന കാര്യമേ ഉള്ളൂ. എത്രത്തോളം നോളജ് നമുക്ക് ആവശ്യമാണ് നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാനായിട്ട് പറ്റും. ഇവിടെയും അതുതന്നെയാണ് കേട്ടോ പറയുന്നത്. നോളജ് എന്താണ്? ഒരു സ്ഥാപനത്തെ സംബന്ധിച്ച് നോളജ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ഓൾ അബൌട്ട് ദി ഇൻഫോർമേഷൻ ഓർ ഇറ്റ് ഈസ് ഓൾ അബൌട്ട് ദി ഡേറ്റയാണ് കേട്ടോ, ഇൻഫർമേഷനാണ് കേട്ടോ നമുക്ക് ഇവിടെ എന്തെന്ന് പറയുന്നത് മാനേജ്മെൻറ്റ് നോളജ് എന്ന് പറയുക. അപ്പം ഇങ്ങനെ നോളജ് നമുക്ക് എങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്തെടുക്കാൻ പറ്റുക, എങ്ങനെയാണ് നമുക്ക് ഡേറ്റകൾ, ഇൻഫർമേഷൻസ് ക്രിയേറ്റ് ചെയ്തെടുക്കാനായിട്ട് പറ്റുക, നമുക്ക് എങ്ങനെയാണ് ഇൻഫർമേഷൻസിനെ ക്യാപ്ചർ ചെയ്തെടുക്കുവാനായിട്ട് പറ്റുക, നമുക്ക് എങ്ങനെയാണ് ഇൻഫർമേഷൻസിനെ കൃത്യമായിട്ടും ആളുകൾക്കിടയിലേക്ക് ഷെയർ ചെയ്യുവാനായിട്ട് സാധിക്കുക, നമുക്ക് എങ്ങനെയാണ് അതിനെ ലിവറേജ് ചെയ്ത് മറ്റു പല ആളുകൾക്കിടയിലേക്ക് കൊടുക്കുവാനായിട്ട് സാധിക്കുക എന്ന് പറയുന്നതാണ് എന്തെന്ന് പറയുന്നത് നോളജ് മാനേജ്മെൻറ്റ് എന്ന് പറയുക. പൂർണ്ണമായിട്ടും നോളജിന് ഇമ്പോർട്ടൻസ് കൊടുക്കുകയാണ്. എങ്ങനെ നമുക്ക് നോളജിനെ മാനേജ് ചെയ്തെടുക്കാം എന്ന് പറയുന്ന തിയറിയാണ് ഇതെന്ന് പറയുന്നത് നോളജ് മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത്. പിന്നീടുള്ളത് ഇൻ്റലക്ച്വൽ ക്യാപിറ്റലാണ്. നമ്മൾ ഈ പേറ്റൻറ്റ്, കോപ്പിറൈറ്റ് പോലെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, നമ്മൾ അതിനെയാണ് വിളിക്കുന്നത് ഇൻ്റലക്ച്വൽ ക്യാപിറ്റൽസ് എന്ന് പറയുക. കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാക്കിയെടുക്കുവാനായിട്ട് പറ്റും എന്തൊക്കെയാണ് നമുക്ക് ചുറ്റുമുള്ള ഇൻടാഞ്ചിബിൾ ആയിട്ടുള്ള അസറ്റുകൾ എന്തൊക്കെയാണ്. ആ ഇൻടാഞ്ചിബിൾ അസറ്റുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് പല പല കാര്യങ്ങളും അറിയുവാനായിട്ട് പറ്റും. അത് നമുക്ക് എങ്ങനെയാണ് യൂട്ടിലൈസ് ചെയ്യുവാനായിട്ട് സാധിക്കും, നമുക്കതിനെങ്ങനെ യൂസ് ചെയ്യുവാനായിട്ട് പറ്റും. പേറ്റൻറ്റുകൾ, കണ്ടുപിടുത്തങ്ങൾ അല്ലേ, പുതിയ കാര്യങ്ങൾ നമുക്ക് കണ്ടുപിടിക്കേണ്ടതായിട്ട് ഉണ്ട്. നമുക്ക് പലതും കണ്ടുപിടിക്കുവാനായിട്ട് സാധിക്കും.
അങ്ങനെ പുതിയ പല പല നേട്ടങ്ങൾ നമ്മൾ ഉണ്ടാക്കിയെടുക്കുമ്പോൾ അതെല്ലാം കൃത്യമായിട്ട് നമ്മൾ യൂട്ടിലൈസ് ചെയ്യേണ്ടത് വളരെയധികം അത്യാവശ്യമാണ്. അതുകൊണ്ടാണ് നമ്മൾ അവിടെ എന്ത് കാണുന്നത്, ഇൻ്റലക്ച്വൽ ക്യാപിറ്റൽ എന്ന് പറയുന്നത് ഇന്നത്തെ കാലഘട്ടത്തിൽ നമുക്ക് യൂസ് ചെയ്യാനായിട്ട് പറ്റുക എന്ന് പറയുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ തന്നെ ഒരുപാട് ഹിസ്റ്റോറിക്കലായിട്ട് നമ്മൾ കുറേ കാര്യങ്ങൾ, ചരിത്രപരമായ കുറേ കാര്യങ്ങൾ നമ്മൾ പഠിച്ചുവല്ലേ. എന്തൊക്കെ സ്കൂളുകളെ പറ്റിയാണ് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നത്? നമ്മൾ ആദ്യം പഠിച്ചിട്ടുണ്ടായിരുന്ന സ്കൂൾ എന്ന് പറയുന്നത് ഓർക്കുന്നുണ്ടോ? ഏതാണ് ആ സ്കൂള്? നമ്മൾ ആദ്യം പഠിച്ചിട്ടുണ്ടായിരുന്ന സ്കൂളാണ് ക്ലാസിക്കൽ സ്കൂൾ എന്ന് പറയുക. ക്ലാസിക്കൽ സ്കൂളിൽ ആരൊക്കെയാണ് ഉണ്ടായിരുന്നത്? 3 ആളുകളാണുള്ളത് അല്ലേ. ആരൊക്കെയാണ്? ഒന്ന് സയൻറ്റിഫിക് മാനേജ്മെൻറ്റ്, FW ടൈലറാണ് സയൻറ്റിഫിക് മാനേജ്മെൻറ്റിൽ വരിക. രണ്ടാമതായിട്ട് നമുക്ക് ഹെൻറി ഫയലുണ്ട് അഡ്മിനിസ്ട്രേറ്റീവ് മാനേജ്മെൻറ്റിൽ വരുന്നത്. പിന്നീട് നമ്മൾ ആരെപ്പറ്റി ഡിസ്കസ് ചെയ്തു? ബ്യൂറോക്രസി, നമ്മുടെ മാക്സ് വെബറിനെ പറ്റി കൃത്യമായിട്ടും നോക്കി. ദെൻ നമ്മൾ ഹ്യൂമൻ റിലേഷൻസ് സ്കൂളുകൾ കൃത്യമായിട്ടും പഠിച്ച് ഹാത്തൂൺ സ്റ്റഡീസാണ് പിന്നീട് വന്ന രണ്ടാമത്തെ സ്കൂളാണ് ഹ്യൂമൻ റിലേഷൻസ് സ്കൂൾ എന്ന് പറയുന്നത്. ഹ്യൂമൻ റിലേഷൻസ് സ്കൂളുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ പഠിച്ച ആദ്യത്തെ കാര്യമാണ് ഹാത്തൂൺ സ്റ്റഡീസ്. പിന്നീട് മാഷ്ലൂസിൻ്റെ ഹൈറാർക്കി ഓഫ് നീഡ്സ് നമ്മൾ പഠിച്ചു. ദെൻ ഹേഴ്സ്ബർഗിൻ്റെ 2 ഫാക്ടർ തിയറി നമ്മൾ നോക്കി. പിന്നീട് സിസ്റ്റം സ്കൂളിലേക്ക് കടക്കുന്ന സമയത്ത് ഓപ്പൺ സിസ്റ്റം സ്കൂളും അതേപോലെ കോണ്ടിജൻസി തിയറിയുമാണ് നമ്മൾ സിസ്റ്റം സ്കൂളുമായിട്ട് ബന്ധപ്പെട്ട് പഠിച്ചത്. ദെൻ നമ്മൾ ക്വാണ്ടിറ്റേറ്റീവ് സ്കൂളിലേക്ക് കടക്കുമ്പോഴത്തേക്ക് ഓപ്പറേഷൻ റിസർച്ച് നമ്മൾ നോക്കുകയുണ്ടായി. മാനേജ്മെൻറ്റ് സയൻസ് പോലെയുള്ള കാര്യങ്ങൾ പഠിച്ചു. പോസ്റ്റ് മോഡേൺ സ്കൂളിലേക്ക് കടക്കുമ്പോഴത്തേക്കും 2 കാര്യങ്ങളാണ് നോക്കിയതല്ലേ. ഒന്ന് കൾച്ചറൽ സ്റ്റഡീസ് നമ്മൾ കൃത്യമായിട്ടും പഠിച്ചു. പിന്നീട് ക്രിട്ടിക്കൽ തിയറി നമ്മൾ കൃത്യമായിട്ടും നോക്കി. നോളജ് ബേസ്ഡ് സ്കൂളിലേക്ക് കടക്കുമ്പോഴത്തേക്ക് നോളജ് മാനേജ്മെൻറ്റിനെ പറ്റിയിട്ടും ഇൻ്റലക്ച്വൽ ക്യാപിറ്റലിനെ പറ്റിയിട്ടുമാണ് നമ്മളിവിടെ പഠിച്ചിട്ടുണ്ടായിരുന്നത്. സോ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ എവിടെ പഠിച്ചത്? നമ്മുടെ ഹിസ്റ്ററിയുമായിട്ട് ബന്ധപ്പെട്ട അതിൻ്റെ പ്രധാനപ്പെട്ട ചരിത്രങ്ങളുമായിട്ട് നമ്മൾ നോക്കിയത്. നമുക്കിനി പഠിക്കാനായിട്ടുള്ളത് മേജർ കോൺട്രിബ്യൂട്ടേഴ്സിനെ പറ്റിയിട്ടാണ്. മാനേജ്മെൻറ്റ് തോട്ടുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന പ്രധാനപ്പെട്ട ചില കോൺട്രിബ്യൂട്ടേഴ്സിനെ പറ്റി നമ്മൾ പഠിക്കേണ്ടതായിട്ടുണ്ട്. ഇവിടെ വരുമ്പോഴത്തേക്കും നമുക്ക് നമ്മൾ മുൻപ് പഠിച്ചിട്ടുണ്ടായിരുന്ന കുറേ കാര്യങ്ങളുണ്ടല്ലോ. നമ്മുടെ ഇപ്പോൾ ക്ലാസിക്കൽ സ്കൂളുമായിട്ട് ബന്ധപ്പെട്ട് നോക്കുകയാണെങ്കിൽ നമ്മൾ മുമ്പേ പഠിച്ചിട്ടുണ്ടായിരുന്ന പല കാര്യങ്ങളും, ലൈക്ക് നമ്മുടെ സയൻറ്റിഫിക് മാനേജ്മെൻറ്റ് കണ്ടുപിടിച്ച FW ടൈലറും അഡ്മിനിസ്ട്രേറ്റീവ് മാനേജ്മെൻറ്റ് കണ്ടുപിടിച്ച ഹെൻറി ഫയോളും അതേപോലെ മാക്സ് വെബർ തുടങ്ങിയിട്ടുള്ള പല പല ആൾക്കാർ. അപ്പോൾ ഇവരെ പറ്റിയൊക്കെ നമ്മൾ ഈ ഒരു ഭാഗത്തേക്ക് വരുമ്പോഴത്തേക്കും അല്പം ഒന്ന് ശ്രദ്ധ കൊടുത്ത് തന്നെ പഠിക്കും. പ്രധാനപ്പെട്ട കോൺട്രിബ്യൂട്ടേഴ്സിനെ പറ്റിയിട്ട് നമ്മുടെ സിലബസിൽ കൊടുത്തിട്ടുമുണ്ട്, കൃത്യമായിട്ട് പഠിക്കേണ്ടതായിട്ട് ഉണ്ട്. അപ്പം ഇതിൽ പല പല നമ്മളിപ്പോൾ ക്ലാസിക്കൽ മാനേജ്മെൻറ്റിലേക്ക് വരികയാണെങ്കിൽ 19-ാം നൂറ്റാണ്ടിൻ്റെ തുടക്കത്തോടു കൂടിയും അവസാനത്തോടു കൂടിയും 20-ാം നൂറ്റാണ്ടിൻ്റെ തുടക്കത്തോടു കൂടിയിട്ടുമാണ് ഇത് കൂടുതലായിട്ട് വന്നിട്ടുണ്ടായിരുന്നതെന്നും ഇൻഡസ്ട്രി റവല്യൂഷൻ എന്ന് പറഞ്ഞിരിക്കുന്ന ഒരു കാര്യത്തിന് വലിയൊരു സിഗ്നിഫിക്കൻസ് നമ്മളവിടെ കൊടുക്കുന്നതായിട്ടും കാണുവാനായിട്ട് പറ്റും. കാരണം ഇൻഡസ്ട്രി റവല്യൂഷൻ്റെ ഭാഗമായിക്കൊണ്ടാണ് വലിയ മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ടായിരുന്നത് എല്ലായിടത്തും. പ്രത്യേകിച്ച് ഒരു കോമ്പറ്റീഷനിലേക്കൊക്കെ നമ്മുടെ നാട് കടക്കാനായിട്ട് തുടങ്ങിയത് ഇൻഡസ്ട്രി റവല്യൂഷൻ്റെ ഭാഗമായിക്കൊണ്ട് തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഒരു ഓർഗനൈസേഷണൽ എഫിഷ്യൻസി എന്ന് ഉറപ്പുവരുത്തുവാനായിട്ട്, ആ ഒരു പ്രൊഡക്ടിവിറ്റിയൊക്കെ നമ്മൾ കൃത്യമായിട്ടും ഉറപ്പുവരുത്തുവാനായിട്ട് നമ്മൾ തീർച്ചയായിട്ടും ശ്രമിക്കേണ്ടതായിട്ടും, അല്ലെങ്കിൽ അതിന് കൂടുതൽ ഇമ്പോർട്ടൻസ് അവർ കൊടുക്കുകയുണ്ടായി. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആവശ്യമായിട്ടുള്ള ആക്ഷൻസും കാര്യങ്ങളും കുറേ ആക്ടിവിറ്റീസും കുറേ ടെക്നിക്കുകളൊക്കെ ഇവർ ഇൻട്രൊഡ്യൂസ് ചെയ്തു. സോ ആ ഒരു രീതിയാണ് നമുക്കിവിടെ ഓർഗനൈസേഷണൽ എഫിഷ്യൻസിക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന സിസ്റ്റം നമുക്ക് ഈ ക്ലാസിക്കൽ തിയറിയിൽ തന്നെ കാണാനായിട്ട് പറ്റും. ഒറ്റ പ്രശ്നം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, മനുഷ്യനെ ഒരു മെഷീൻ പോലെ കണക്കാക്കി എന്നുള്ളതാണ് ഇവിടെ ഏറ്റവും വലിയ വീഴ്ചയായി നമുക്ക് വേണമെങ്കിൽ പറയുവാനായിട്ട് പറ്റും. അപ്പോൾ ഇതിൽ പ്രധാനപ്പെട്ട ചില കോൺട്രിബ്യൂട്ടേഴ്സിനെ പറ്റി നമുക്കൊന്ന് കൃത്യമായിട്ട് നോക്കാം. ഇതിൽ ഒന്നാമത്തെ കോൺട്രിബ്യൂട്ടറാണ് നമുക്കെല്ലാവർക്കും വളരെ സുപരിചിതനായിട്ടുള്ള വ്യക്തിയാണ് ഇദ്ദേഹം. നിങ്ങൾക്ക് കാണാനായിട്ട് കഴിയുന്നുണ്ടെന്ന് കരുതുകയാണ്. തീർച്ചയായും ഇദ്ദേഹത്തിൻ്റെ പേരാണ് ഫെഡറിക് വിൻസ്ലോ ടൈലർ, അല്ലെങ്കിൽ FW ടൈലർ എന്ന് പറയുന്ന വ്യക്തിയാണ് ഇദ്ദേഹം. അപ്പം ഇദ്ദേഹമാണ് ആദ്യമായിട്ട് സയൻറ്റിഫിക് മാനേജ്മെൻറ്റ് എന്ന് പറഞ്ഞിരിക്കുന്ന ഒരു കോൺസെപ്റ്റ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നത്. ഇപ്പോൾ സയൻറ്റിഫിക് മാനേജ്മെൻറ്റ് എന്ന് പറയുമ്പോഴത്തേക്ക് ഇദ്ദേഹത്തെയാണ് സയൻറ്റിഫിക് മാനേജ്മെൻറ്റിൻ്റെ ഫാദറായിട്ട് കണക്കാക്കുന്നത്. ഒരു ജോലി ചെയ്യുകയാണ് എങ്കിൽ ആ ജോലി നമുക്ക് എത്രത്തോളം എഫിഷ്യൻ്റായിട്ട് ചെയ്യാനായിട്ട് പറ്റുമെന്നും എത്രത്തോളം സിസ്റ്റമാറ്റിക്കായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുമെന്നും ഇതിലൂടെ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് പറ്റും. കൂടുതലായിട്ടും ഇദ്ദേഹം ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുണ്ടായിരുന്നത് എങ്ങനെ നമുക്ക് നമ്മുടെ ജോലിയുടെ എഫിഷ്യൻസി കൂട്ടുവാനായിട്ട് പറ്റുമെന്നും എത്രത്തോളം പ്രൊഡക്റ്റീവായിട്ട് നമുക്ക് ഈ കാര്യങ്ങൾ കൊണ്ടുവരാൻ പറ്റും എന്നൊക്കെയാണ് ഇദ്ദേഹം കൂടുതൽ ഇമ്പോർട്ടൻസ്
കൊടുത്തിട്ടുണ്ടായിരുന്നത്. ഏതൊക്കെ നമുക്ക് സയൻറ്റിഫിക് മെത്തേഡുകൾ നമുക്ക് യൂസ് ചെയ്തുകൊണ്ട്, അതേപോലെ കൃത്യമായ രീതിയിൽ ജോലികളെയൊക്കെ ഒന്ന് വിശകലനം ചെയ്തുകൊണ്ട് സിസ്റ്റമാറ്റിക് ആയിട്ട് അനാലിസിസിലൂടെ, പിന്നെ ടൈം സ്റ്റഡീസിലൂടെ, മോഷൻ സ്റ്റഡീസിലൂടെ ഒക്കെ വലിയ വലിയ മാറ്റങ്ങൾ കൊണ്ടുവരാനായിട്ട് ഇദ്ദേഹം പരിശ്രമിക്കുകയുണ്ടായി. അതിൻ്റെ ഭാഗമായിട്ട് വലിയ വലിയ കോൺട്രിബ്യൂഷൻസ് ഇദ്ദേഹത്തിന് നൽകുവാനായിട്ട് സാധിക്കും. അതുകൊണ്ടാണ് ഇദ്ദേഹത്തെ നമ്മൾ ഫാദർ ഓഫ് സയൻറ്റിഫിക് മാനേജ്മെൻറ്റ് എന്ന പേരിൽ അറിയപ്പെടുന്നത്. അപ്പോൾ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ടെന്ന് കരുതുകയാണ്. ഇദ്ദേഹമാണ് FW ടൈലർ എന്ന് പറയുന്നത്. സോ ഇദ്ദേഹത്തിൻ്റെ കോൺട്രിബ്യൂഷനെ പറ്റി പറഞ്ഞു. സോ നമുക്കിനി അടുത്തതായിട്ടുള്ളത് കീ പ്രിൻസിപ്പിൾസ് ആണ്. ഒന്ന്, കൂടുതലായിട്ടും ഡെവലപ്പ് എ സയൻറ്റിഫിക് മെത്തേഡ് ടു ഡിറ്റർമൈൻ ദ ബെസ്റ്റ് വേ ടു പെർഫോം എ ടാസ്ക്. ഒരു ജോലി ഇപ്പം ഞാൻ പറഞ്ഞല്ലോ ഓൾറെഡി, സയൻറ്റിഫിക് മാനേജ്മെൻറ്റ് എന്ന് പറയുമ്പോഴത്തേക്ക് എങ്ങനെ നമുക്ക് ജോലി ഏറ്റവും എഫക്റ്റീവായിട്ട് ചെയ്യാൻ സാധിക്കും എന്നുള്ളതാണ് സയൻറ്റിഫിക് മാനേജ്മെൻറ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഒരു ജോലി നമുക്ക് എത്രത്തോളം മനോഹരമായിട്ടും വൃത്തിക്കും ചെയ്യാനായിട്ട് സാധിക്കും എന്നുള്ളതാണ് സയൻറ്റിഫിക് മാനേജ്മെൻറ്റിൻ്റെ പ്രത്യേകത ആയിട്ട് നമുക്ക് കണക്കാക്കാൻ സാധിക്കുന്നത്. അപ്പം ഒരു ജോലി ഏറ്റവും സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുക, അതേ സമയത്ത് ഏറ്റവും എഫിഷ്യൻ്റായിട്ട് ചെയ്യുകയും വേണം. അധിക സമയം എടുക്കാനും പാടില്ല, അധിക ചിലവുകൾ ഉണ്ടാകാനായിട്ട് പാടില്ല, എന്നാൽ എഫിഷ്യൻ്റായിട്ട് ഉണ്ടാവുകയും ചെയ്യണം. നന്നായിട്ട് പെർഫോം ചെയ്യാനായിട്ട് സാധിക്കണം. അപ്പോൾ എങ്ങനെയാണ് നമുക്കതിന് സാധ്യമായി തീരുക? അതിനെന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ തീരുമാനിക്കണം, എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ ഡിറ്റർമൈൻ ചെയ്യണം എന്ന് ഒക്കെ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത് ഈ ഒരു സയൻറ്റിഫിക് മാനേജ്മെൻറ്റിലൂടെയാണ്. ഒരു ജോലി ഏറ്റവും എഫിഷ്യൻ്റായിട്ടും ഏറ്റവും സിമ്പിളായിട്ടും എങ്ങനെ ചെയ്യാനായിട്ട് പറ്റും എന്നുള്ളതാണ് സയൻറ്റിഫിക് മാനേജ്മെൻറ്റ് കൊണ്ട് പ്രധാനമായിട്ട് ഉദ്ദേശിക്കുന്നത്. പിന്നെ ഒരു എംപ്ലോയി ഒരു സ്ഥാപനത്തിലേക്ക് വരുമ്പോഴത്തേക്ക് അദ്ദേഹത്തെ സെലക്ട് ചെയ്യുന്നത് മുതൽ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതായിട്ട് ഉണ്ട്. അദ്ദേഹത്തെ സെലക്ട് ചെയ്ത് അദ്ദേഹത്തെ എടുക്കുന്ന സമയത്ത്, ഒരു എംപ്ലോയി എടുക്കുന്ന സമയത്ത് മുതൽ അദ്ദേഹത്തെ ട്രെയിൻ ചെയ്യിപ്പിക്കേണ്ടതായിട്ടുണ്ട്. അതേപോലെ തന്നെ അദ്ദേഹത്തെ ഡെവലപ്പ് ചെയ്യണം. ഒരു ജോലി എത്രത്തോളം എഫിഷ്യൻ്റായിട്ട് ചെയ്യാൻ പറ്റുമെന്നുള്ള കാര്യത്തെ നമ്മൾ അദ്ദേഹത്തെ ഡെവലപ്പ് ചെയ്ത് എടുക്കേണ്ടതായിട്ട് ഉണ്ട്. അപ്പോൾ എങ്ങനെയാണ് നമുക്ക് അദ്ദേഹത്തെ ഡെവലപ്പ് ചെയ്ത് എടുക്കാനായിട്ട് പറ്റുക? അദ്ദേഹത്തെ നമുക്ക് എങ്ങനെ സെലക്ട് ചെയ്യാനായിട്ട് സാധിക്കും? നമുക്ക് എങ്ങനെ അദ്ദേഹത്തെ ട്രെയിൻ ചെയ്യിപ്പിക്കുവാനായിട്ട് പറ്റും? തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളാണ് നമുക്ക് എവിടെ കാണാനായിട്ട് പറ്റുക? ഇദ്ദേഹത്തിൻ്റെ ഈ പ്രിൻസിപ്പിളിലൂടെ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് പറ്റുക. എങ്ങനെ നമുക്കൊരു വ്യക്തിയെ ഡെവലപ്പ് ചെയ്യാം, എങ്ങനെ ഏത് രീതിയിൽ നമുക്ക് എംപ്ലോയീസിനെ സെലക്ട് ചെയ്യാനായിട്ട് പറ്റും, ഇത്തരം കാര്യങ്ങളൊക്കെ നമുക്ക് എവിടെ കാണാനായിട്ട് സാധിക്കും? ഈ സയൻറ്റിഫിക് മാനേജ്മെൻറ്റിൽ കാണുവാനായിട്ട് പറ്റും. പിന്നെ കോഓപ്പറേഷൻ തീർച്ചയായിട്ടും വേണമെന്നാണ് പറയുന്നത്. ഒരു കോപ്പറേറ്റീവ് കാര്യങ്ങൾ കൃത്യമായി ഒരു സഹകരണ മനോഭാവം ഉണ്ടായിരിക്കണം. മാനേജേഴ്സ് ഇഷ്ടപ്പെട്ട രീതിയിലും എംപ്ലോയീസിന് ഇഷ്ടപ്പെട്ട രീതിയിലും രണ്ടുപേരും രണ്ട് ധ്രുവങ്ങളിലൂടെ സഞ്ചരിച്ചുകൊണ്ട് മുന്നോട്ട് പോവുകയാണെങ്കിൽ അവിടെ ഒന്നും നടക്കാനായിട്ട് പോകുന്നില്ല. അവിടെ എന്ത് മാറ്റമാണ് ഉണ്ടാകാനായിട്ട് പറ്റുക? എങ്ങനെയാണ് അവിടെ ഒരു എഫക്റ്റീവായിട്ട് കാര്യങ്ങൾ മുന്നോട്ട് പോവുക? ഒരിക്കലും അവിടെ എഫക്റ്റീവായിട്ട് കാര്യങ്ങൾ മുന്നോട്ട് പോവുകയില്ല. എല്ലാം സിസ്റ്റമാറ്റിക് ആയിട്ടാണ് പോകേണ്ടത്, എല്ലാം വളരെ സയൻറ്റിഫിക് ആയിട്ടാണ് പോകേണ്ടത്, എല്ലാം കൃത്യമായിട്ട് തന്നെ പോകേണ്ടതായിട്ട് ഉണ്ട്. അപ്പം അങ്ങനെ പോകണമെങ്കിൽ എന്താവശ്യമാണ്? പരസ്പരം സഹകരണം തീർച്ചയായിട്ടും ആവശ്യമാണ്. പരസ്പരം കൃത്യമായ രീതിയിൽ അവരങ്ങോട്ടും ഇങ്ങോട്ടും സഹകരിച്ച് മുന്നോട്ട് പോകേണ്ടതായിട്ട് ഉണ്ട്. മറ്റൊരു പോയിന്റ് പറയുന്നത് നമ്മുടെ ജോലി ഭാരത്തെ നമുക്ക് ഡിവൈഡ് ചെയ്യേണ്ടതായിട്ട് ഉണ്ട് എന്നുള്ളതാണ്. മാനേജ്മെൻറ്റിൻ്റെ ജോലി മാനേജ്മെൻറ്റ് ചെയ്യണം, അല്ലാതെ എംപ്ലോയീസിനെ കൊണ്ട് മാനേജ്മെൻറ്റ് ജോലി ചെയ്യിപ്പിക്കാനായിട്ട് പാടില്ല. മാനേജേഴ്സായിട്ടിരുന്നാൽ പോരെ. എന്തിനാണ് അവർ നമ്മൾ എംപ്ലോയീസുമായിട്ട് കൂട്ടിക്കുഴപ്പിക്കുവാനായിട്ട് നിൽക്കുന്നത്? മാനേജേഴ്സിൻ്റെ കാര്യങ്ങൾ ചെയ്യട്ടെ, എംപ്ലോയീസിൻ്റെ കാര്യങ്ങൾ, അല്ലെങ്കിൽ വർക്കേഴ്സിൻ്റെ കാര്യങ്ങൾ ചെയ്യട്ടെ. ഓരോ ഗ്രൂപ്പിനും അതിൻ്റേതായിട്ടുള്ള റെസ്പോൺസിബിലിറ്റീസ് ഉണ്ട്, ഓരോ ഗ്രൂപ്പുകൾക്കും അതിൻ്റേതായിട്ടുള്ള റെസ്പെക്റ്റീവ് ഡ്യൂട്ടീസ് ഉണ്ട്. ആ കാര്യങ്ങൾ അവർ ചെയ്യട്ടെ എന്നുള്ളതും ഇദ്ദേഹം കണ്ടുപിടിച്ചിട്ടുള്ളൊരു കോൺട്രിബ്യൂഷനാണ്. നമുക്ക് ഇദ്ദേഹത്തിൻ്റെ ഒരു കോൺട്രിബ്യൂഷനായിട്ട് നമുക്ക് കണക്കാക്കുവാനായിട്ട് സാധിക്കുന്നതാണ്. അത് വളരെ ബെറ്ററായ കാര്യമാണ് കേട്ടോ. കുറേയധികം കാര്യങ്ങൾ അന്നേ വരെ ഉണ്ടായിരുന്ന ഭയങ്കരമായിട്ടുമുള്ള കുറേ രീതികളിൽ നിന്ന് മാറ്റം വളരെ കൃത്യമായിട്ട് കൊണ്ടുവരാൻ സാധിച്ചു എന്നുള്ളതാണ് FW ടൈലറിൻ്റെ പ്രത്യേകത. നമുക്കൊരിക്കലും മറക്കാൻ കഴിയാത്തൊരു വ്യക്തിത്വമാണ് FW ടൈലർ എന്ന് പറയുന്നത്. അദ്ദേഹത്തിൻ്റെ വലിയ കോൺട്രിബ്യൂഷൻസ് നമുക്ക് ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഉള്ള വ്യക്തിയാണ് ഹെൻറി ഫയോൾ. 1841 തുടങ്ങി 1925 വരെയായിരുന്നു അദ്ദേഹത്തിൻ്റെ കാലഘട്ടം എന്ന് പറയുന്നത്. ഇദ്ദേഹത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകത അഡ്മിനിസ്ട്രേറ്റീവ് മാനേജ്മെൻറ്റ്. ഇദ്ദേഹമാണ് കേട്ടോ ഹെൻറി ഫയോൾ. അഡ്മിനിസ്ട്രേറ്റീവ് മാനേജ്മെൻറ്റ് എന്ന് പറഞ്ഞിരിക്കുന്ന ഒരു കോൺസെപ്റ്റ് കൊണ്ടുവന്ന വ്യക്തിയാണ് ആരെന്ന് പറയുന്നത്? ഹെൻറി ഫയോൾ എന്ന് പറയുക. ഒരു ഓർഗനൈസേഷൻ്റെ മാനേജ്മെൻറ്റിനെ പറ്റിയിട്ട് അദ്ദേഹം കൃത്യമായിട്ട് പഠിച്ചു. സയൻറ്റിഫിക് മാനേജ്മെൻറ്റിലും കാര്യങ്ങളെ പറ്റിയൊക്കെ കൃത്യമായിട്ട് പറയുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. അവിടെയെല്ലാം കുറച്ചും കൂടെ സയൻറ്റിഫിക്കായിട്ട് കാര്യങ്ങൾ ചെയ്യണം, അതിനാണ് കൂടുതൽ ഇമ്പോർട്ടൻസ് അവർ കൊടുത്തു പോകുന്നതെങ്കിൽ ഇവിടെ വന്നപ്പോഴാണ് ശരിക്കും പറഞ്ഞാൽ ഒരു
ഓർഗനൈസേഷനിൽ ചെയ്യേണ്ട ചില പ്രധാനപ്പെട്ട കർത്തവ്യങ്ങളെ പറ്റിയിട്ട് അല്ലെങ്കിൽ ഡ്യൂട്ടീസിനെ പറ്റിയിട്ട് മനസ്സിലാക്കാനായിട്ട് പറ്റുന്നത്. ബെറ്റർ ആയിട്ടുള്ള പ്ലാൻ ചെയ്യേണ്ടതായിട്ടുണ്ട്, ഓർഗനൈസ് ചെയ്യേണ്ടതായിട്ടുണ്ട്, കോർഡിനേറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്, കമാൻഡ് ചെയ്യേണ്ടതായിട്ടുണ്ട്, കൺട്രോൾ ചെയ്യേണ്ടതായിട്ടുണ്ട് തുടങ്ങിയിട്ടുള്ള ഫംഗ്ഷനുകളെ പറ്റിയിട്ട് കൃത്യമായിട്ടും പറയാൻ കഴിഞ്ഞത് ഏത് കാലഘട്ടത്തിലാണ് ഈ ഹെൻറി ഫൈവലിൻ്റെ അദ്ദേഹത്തിൻ്റെ അഡ്മിനിസ്ട്രേറ്റീവ് മാനേജ്മെൻറ്റ് തിയറിയിലൂടെയാണ് അത് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഏത് തരത്തിലെ ഓർഗനൈസേഷൻസ് ആണെങ്കിലും, എല്ലാ തരത്തിലെ ഓർഗനൈസേഷൻസ് ആണെങ്കിലും, ഏത് വിഭാഗത്തിൽപ്പെട്ട ഓർഗനൈസേഷൻസ് ആണെങ്കിലും അവിടെയെല്ലാം നമുക്ക് കൃത്യമായിട്ട് ഫോളോ ചെയ്യാൻ പറ്റുന്ന തിയറീസ് എല്ലാം കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത് ഈ പറഞ്ഞ അഡ്മിനിസ്ട്രേറ്റീവ് മാനേജ്മെൻറ്റിലൂടെ ഹെൻറി ഫൈവലാണ്. വലിയൊരു കോൺട്രിബ്യൂഷൻ തന്നെയാണ് അദ്ദേഹം നൽകിയിട്ടുണ്ടായിരുന്നത്. അദ്ദേഹത്തിൻ്റെ കോൺട്രിബ്യൂഷൻ നമുക്ക് ഒരിക്കലും വിസ്മരിക്കുവാനായിട്ട് പറ്റില്ല. അപ്പോൾ രണ്ട് കാര്യങ്ങൾ നമ്മളിവിടെ തന്നെ പഠിച്ചു. ഒന്ന് FW ടൈലറിനെ പറ്റി കൃത്യമായിട്ട് പഠിച്ചു. ഹു ഈസ് FW ടൈലർ? ഹീസ് എ ഫാദർ ഓഫ് സയൻറ്റിഫിക് മാനേജ്മെൻറ്റ്. ഹീസ് എ ഫാദർ ഓഫ് സയൻറ്റിഫിക് മാനേജ്മെൻറ്റ്. ചിലപ്പോൾ മാച്ച് ചെയ്ത ഫോളോയിങ് ആയിട്ടൊക്കെ നമുക്ക് ക്വസ്റ്റ്യൻ എക്സാമിന് ചോദിക്കാൻ സാധ്യതയുണ്ട്. പിന്നീട് പഠിച്ചതാണ് ഹെൻറി ഫൈവൽ. ഹെൻറി ഫൈവൽ എന്ന് പറഞ്ഞാൽ ആരാണ്? അഡ്മിനിസ്ട്രേറ്റീവ് മാനേജ്മെൻറ്റുമായിട്ട് ബന്ധപ്പെട്ട് വരുന്നതാണ് ഹെൻറി ഫൈവൽ എന്ന് പറയുക. അഡ്മിനിസ്ട്രേറ്റീവ് മാനേജ്മെൻറ്റുമായിട്ട് ബന്ധപ്പെട്ടിരുന്ന വ്യക്തിയാണ്. അത് കൂടുതലും ഓർഗനൈസേഷനെ പറ്റിയിട്ടും അതിൻ്റെ ഫംഗ്ഷൻസിനെ പറ്റിയിട്ടും ഒക്കെയാണ് ഇദ്ദേഹം കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുണ്ടായിരുന്നത്. എല്ലാ തരത്തിലും ഓർഗനൈസേഷനിലും ഫോളോ ചെയ്യാൻ പറ്റുന്ന പല പല തിയറീസും ഇദ്ദേഹം കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട ചില കീ പ്രിൻസിപ്പിൾസ് കൂടി നമുക്കൊന്ന് നോക്കേണ്ടതായിട്ട് ഉണ്ട്. ഒന്നാമത്തെ അദ്ദേഹം കണ്ടുപിടിച്ച പ്രിൻസിപ്പിളാണ്, നമുക്ക് പഠിക്കാൻ തന്നെ ഉണ്ട് കേട്ടോ ഇങ്ങനെ പ്രിൻസിപ്പിൾസ് ഏതൊക്കെയാണെന്ന്. അദ്ദേഹത്തിന് ആദ്യം കണ്ടുപിടിച്ച പ്രിൻസിപ്പിളാണ് ഡിവിഷൻ ഓഫ് ലേബർ എന്ന് പറയുന്നത്, അല്ലേ? എല്ലാ ജോലിയും ഒരാളെ കൊണ്ട് ചെയ്യിപ്പിക്കാതെ ഓരോ ജോലിയും ചെയ്യേണ്ട ആളുകൾ കൃത്യമായിട്ട് ചെയ്താൽ മതിയായിരിക്കും. ഓരോ ആളുകളുടെയും കപ്പാസിറ്റി ഉണ്ടായിരിക്കും, ഓരോ ആളുകൾക്കും എബിലിറ്റീസ് ഉണ്ടായിരിക്കും, ഓരോ ആളുകൾക്കും അവരുടേതായിട്ടുള്ള സ്കിൽസ് ഉണ്ടായിരിക്കും. അപ്പം ഓരോ ആളുകളുടെയും സ്കിൽസും എബിലിറ്റീസും മനസ്സിലാക്കിക്കൊണ്ട് ഒരു ജോലി അവരെ ഏൽപ്പിക്കുക. എല്ലാം കൂടെ ഒരാൾ മാത്രം ചെയ്യാൻ നിൽക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഒരു വലിയ രീതിയിൽ ബുദ്ധിമുട്ടിലേക്ക് പോകും. ഒരു ലേബറൊക്കെ കൃത്യമായി ഡിവൈഡ് ചെയ്ത് പോയാൽ മാത്രമേ അവിടെ ഒരു സ്പെഷ്യലൈസേഷൻ, ആ ഒരു വാക്ക് വളരെ പ്രധാനപ്പെട്ട ഒരു സ്പെഷ്യലൈസേഷൻ നമുക്ക് കൃത്യമായിട്ടും ഉറപ്പ് വരുത്തുവാനായിട്ട് പറ്റുകയുള്ളൂ എന്ന് ആരഭിപ്രായപ്പെട്ടു? ഹെൻറി ഫൈവൽ കൃത്യമായിട്ടും അഭിപ്രായപ്പെടുകയുണ്ടായി. പിന്നീട് അദ്ദേഹത്തിൻ്റെ ഒരു കോൺട്രിബ്യൂഷൻ ആയിരുന്നു അതോറിറ്റി ആൻഡ് റെസ്പോൺസിബിലിറ്റി എന്ന് പറയുന്ന മറ്റൊരു കാര്യം. ഒരു കൃത്യമായ രീതിയിലുള്ള ഒരു അതോറിറ്റി റെസ്പോൺസിബിലിറ്റി ബന്ധം ഇവിടെ ഉണ്ട് എന്നുള്ളതാണ് മറ്റൊരു പ്രത്യേകതയായിട്ട് പറയുന്നത്. അതോറിറ്റി റെസ്പോൺസിബിലിറ്റി ബന്ധം ഉണ്ടായിരിക്കണം എന്നുള്ളതും ഇദ്ദേഹം പറയുന്നുണ്ട്. മാനേജേഴ്സിന് ഇഷ്ടപ്പെട്ട രീതിയിലും എംപ്ലോയീസിന് ഇഷ്ടപ്പെട്ട രീതിയിലും കാര്യങ്ങൾ ചെയ്തു പോകാനായിട്ട് പറ്റുകയില്ല. ഒരു അതോറിറ്റി ഉണ്ടായിരിക്കും, അതേപോലെ തന്നെ അതിനെ ഒരു റെസ്പോൺസിബിലിറ്റിയും ഉണ്ടായിരിക്കും. അതോറിറ്റി മീൻസ് നമ്മളൊരു ഓർഡർ കൊടുക്കാനുള്ള കപ്പാസിറ്റി വിളിക്കുന്ന പേരാണ് അതോറിറ്റി എന്ന് പറയുന്നത്. ചെയ്ത് തീർക്കാനുള്ള ഒരാളുടെ കഴിവിനെ വിളിക്കുന്ന പേരാണ്. അത് ചെയ്ത് തീർക്കേണ്ട ഒരാളുടെ കഴിവല്ല, ഉത്തരവാദിത്തത്തെ വിളിക്കുന്ന പേരാണ് റെസ്പോൺസിബിലിറ്റി എന്ന് പറയുന്നത്. സ്വാഭാവികമായിട്ടും ആ ലെവൽസ് കൃത്യമായിട്ടും അതേപോലെ തന്നെ മെയിൻറ്റെയിൻ ചെയ്ത് പോകേണ്ടതായിട്ട് ഉണ്ട്. അതോറിറ്റിയും അതേപോലെ റെസ്പോൺസിബിലിറ്റിയും പ്രോപ്പറായിട്ട് തന്നെ മാനേജ് ചെയ്ത് പോകേണ്ടതായിട്ട് ഉണ്ട്. ടോപ്പ് അതോറിറ്റീസ് ഉണ്ടായിരിക്കും, സബോർഡിനേറ്റ്സ് ഉണ്ടായിരിക്കും. അപ്പം ടോപ്പ് അതോറിറ്റീസ് പറയുന്ന കാര്യം കേൾക്കേണ്ട ഡ്യൂട്ടി ആർക്കാണ്? ഈ പറഞ്ഞിരിക്കുന്ന സബോർഡിനേറ്റ്സിനാണ്. സബോർഡിനേറ്റ്സിൻ്റെ അഭിപ്രായങ്ങളും കാര്യങ്ങളും മറ്റും കേൾക്കേണ്ടത് ആരാണ്? ഈ പറഞ്ഞിരിക്കുന്ന സുപ്പീരിയർ ഓഫീസറാണ്. സോ ആ കാര്യങ്ങളാണ് നമുക്കിവിടെ അതോറിറ്റി റെസ്പോൺസിബിലിറ്റിയിലും കാണുവാനായിട്ടുള്ളത്. ഇതും അദ്ദേഹം കോൺട്രിബ്യൂട്ട് ചെയ്തിരിക്കുന്ന മറ്റൊരു കാര്യമായിട്ട് പറയുവാൻ സാധിക്കും. സോ നമുക്കിനി അടുത്തൊരു പ്രിൻസിപ്പിൾ നോക്കാം. അടുത്തൊരു പ്രിൻസിപ്പിളാണ് ഡിസിപ്ലിൻ എന്ന് പറയുന്ന പ്രിൻസിപ്പിൾ. ഡിസിപ്ലിൻ എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മുടെയൊക്കെ ജീവിതത്തിൽ അത്യാവശ്യമായിട്ടുള്ള കാര്യമല്ലേ ഡിസിപ്ലിൻ എന്ന് പറയുന്നത്. എല്ലാത്തിനും ഒരു അടുക്കും ചിട്ടയും ഉണ്ടായിരിക്കണം. എല്ലാത്തിനും ഒന്ന് പ്രോപ്പറായിട്ടെല്ലാം മെയിൻറ്റെയിൻ ചെയ്ത് പോകണം. പ്രോപ്പർ ഓർഡറിലായിരിക്കണം എല്ലാ കാര്യങ്ങളും. ചെയ്യേണ്ട കാര്യങ്ങൾ കൃത്യസമയത്ത് തന്നെ നമ്മൾ ചെയ്തിരിക്കണം. ഒരു കാര്യവും വീഴ്ച വരുത്തുവാനായിട്ട് പാടില്ല. അതേ കാര്യം തന്നെയാണ് കേട്ടോ ഇവിടെയും പറയുന്നത്. എല്ലാ കാര്യങ്ങൾക്കും ഒരു അടുക്കും ചിട്ടയും ഉണ്ടായിരിക്കണം. നമ്മളൊരു ജോലിക്ക് വേണ്ടി നമ്മൾ സെറ്റ് ചെയ്യുന്ന സമയത്താണെങ്കിലും ആ ജോലി കൃത്യമായിട്ട് ചെയ്ത് തീർക്കാനായിട്ട് പറയുന്ന സമയത്ത് തന്നെ എന്ത് ചെയ്യുക? അത് കൃത്യമായിട്ടും ചെയ്ത് തീർക്കുക. അതുപോലെ തന്നെ മറ്റൊരു കാര്യം പറയാൻ കഴിയുന്നത്, നമ്മളൊരു ആളുകളെ ഡിവൈഡ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരിക്കും. അപ്പോൾ ഓരോ ആളുകളെയും ഡിവൈഡ് ചെയ്ത് വെക്കുമ്പോഴത്തേക്കും ഇപ്പം ഓരോ ഡിപ്പാർട്ട്മെൻറ്റിനെയും അസൈൻ ചെയ്തിരിക്കുന്ന ജോലിയായിരിക്കും. ഇന്ന ഡിപ്പാർട്ട്മെൻറ്റിലാണ് നിങ്ങൾ ജോലിക്ക് നിൽക്കേണ്ടതെങ്കിലും തീർച്ചയായിട്ടും നിങ്ങൾ ആ ഡിപ്പാർട്ട്മെൻറ്റിൽ തന്നെ ജോലിക്ക് നിൽക്കുക എന്നുള്ളതാണ് അതുകൊണ്ട് അർത്ഥമാക്കുന്നത്. അങ്ങനെ നമ്മൾ കൃത്യമായിട്ട് എന്ത് ചെയ്യുക? മാനേജ് ചെയ്ത് പോവുക. എല്ലാത്തിനും ഒരു സിസ്റ്റമാറ്റിക് രീതി വേണം എന്ന് പറയുന്നതാണ് ഡിസിപ്ലിൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അടുത്ത പോയിന്റ് എന്ന് പറയുന്നത് യൂണിറ്റി ഓഫ് കമാൻഡ് ആണ്. യൂണിറ്റി ഓഫ് കമാൻഡിൽ പറയുന്നത് ഇങ്ങനെയാണ്: ഈച്ച് എംപ്ലോയി, ഓരോ എംപ്ലോയിയും അറ്റ് എ ടൈം ഒരാളുടെ കയ്യിൽ നിന്ന് മാത്രമേ എന്ത് സ്വീകരിക്കാനായിട്ട് പാടുള്ളൂ? കമാൻഡുകൾ സ്വീകരിക്കുവാനായിട്ട് പാടുള്ളൂ. ഓരോ എംപ്ലോയിയും അറ്റ് എ ടൈം ഒരാളുടെ കയ്യിൽ നിന്ന് മാത്രമേ എന്ത് സ്വീകരിക്കാൻ പാടുള്ളൂ?
കമാൻഡുകൾ സ്വീകരിക്കാൻ അല്ലെങ്കിൽ ഓർഡറുകൾ സ്വീകരിക്കാനായിട്ട് പാടുള്ളൂ എന്ന് പറയുന്നത് യൂണിറ്റി ഓഫ് കമാൻഡ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അടുത്ത യൂണിറ്റി ഓഫ് ഡയറക്ഷൻ ആണ് പിന്നീട് പറയുന്നത്. യൂണിറ്റി ഓഫ് ഡയറക്ഷൻ എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്കെല്ലാവർക്കും വളരെ വ്യക്തമായ ഒരു ലക്ഷ്യം നമ്മുടെ മുന്നിലുണ്ട്. ആ ലക്ഷ്യത്തിലേക്കാണ് നമ്മൾ ഓരോ ആളുകളും എത്തിച്ചേരേണ്ടത്. അങ്ങനെ എത്തിച്ചേരണമെങ്കിൽ നമ്മൾ ഒരേ മനസ്സോടുകൂടി ഒരുമിച്ച് തന്നെ മുന്നോട്ട് പോകേണ്ടതായിട്ടുണ്ട്. അങ്ങനെ നമുക്ക് പോകാനായിട്ട് പറ്റുകയാണെങ്കിൽ നമ്മൾ അതിനെ വിളിക്കുന്ന പേരാണ് യൂണിറ്റി ഓഫ് ഡിറക്ഷൻ. ഒരുപോലെ ഒരുമിച്ച് നമുക്ക് മുന്നോട്ട് പോകാനായിട്ട് പറ്റും. സോ ഇറ്റ് ഈസ് കോൾഡ് യൂണിറ്റി ഓഫ് ഡിറക്ഷൻ. അടുത്ത സബോർഡിനേഷൻ ഓഫ് ഇൻഡിവിജ്വൽ ഇൻട്രസ്റ്റ് ടു ജനറൽ ഇൻട്രസ്റ്റ്. നമുക്കൊരു ജോലി സ്ഥലത്തേക്ക് പോകുന്ന സമയത്ത് നമുക്ക് എല്ലാവർക്കും സ്വന്തമായിട്ടുള്ള താല്പര്യങ്ങളും ഇഷ്ടങ്ങളും ഒക്കെ ഉണ്ടാകും, സ്വാഭാവികം. പക്ഷേ ഒരു സ്ഥാപനത്തിൽ നമ്മൾ ജോലിക്ക് നിൽക്കുമ്പോൾ ആ സ്ഥാപനത്തിൻ്റേതായിട്ടുള്ള താല്പര്യങ്ങൾക്ക് വേണം നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കാനായിട്ട്. ആ സ്ഥാപനത്തിൻ്റേതായിട്ടുള്ള താല്പര്യങ്ങൾക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കാനായിട്ടും അവരുടെ ഇഷ്ടങ്ങൾ കൂടി, ആ ഒരു ഇൻട്രസ്റ്റ് കൂടി നമ്മൾ പരിഗണിക്കേണ്ടതായിട്ടുണ്ട്. ഒരു പക്ഷേ ചിലപ്പോൾ നമ്മുടെ കാര്യങ്ങൾ പലതും മാറ്റിവെച്ചിട്ടായിരിക്കാം നമുക്ക് എന്ത് ചെയ്യേണ്ടി വരിക, ഇവരുടെ താല്പര്യങ്ങൾക്ക് വേണ്ടിയിട്ട് പോകേണ്ടതായിട്ട് വരിക. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ആ രീതിയിൽ മുന്നോട്ട് പോവുക. അപ്പം ഒരു സബോർഡിനേഷനാണ് നമ്മുടെ ആഗ്രഹങ്ങളെക്കാളും കൂടുതൽ നമ്മൾ ആർക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കുക, ഈ ജനറൽ ആയിട്ടുള്ള കാര്യങ്ങൾക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കുക എന്ന് പറയുന്നതാണ് സബോർഡിനേഷൻ ഓഫ് ഇൻഡിവിജ്വൽ ഇൻട്രസ്റ്റ് ടു ദ ജനറൽ ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത്. പിന്നീടുള്ളതാണ് റെമ്യൂണറേഷൻ. റെമ്യൂണറേഷൻ എന്ന് പറയുമ്പോഴത്തേക്ക് എല്ലാ എംപ്ലോയീസിനെയും കൃത്യമായിട്ട് തന്നെ കോമ്പൻസേറ്റ് ചെയ്യാനായിട്ട് നമ്മൾ ശ്രദ്ധിച്ചിരിക്കണം. എല്ലാവർക്കും ഫെയർ ആയിട്ടുള്ള കോമ്പൻസേഷൻ പ്രൊവൈഡ് ചെയ്യുക, എക്വിറ്റബിൾ ആയിട്ടുള്ള കോമ്പൻസേഷനും മറ്റും പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളതാണ് റെമ്യൂണറേഷൻ എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. പിന്നെ സെൻട്രലൈസേഷനും ഡീസെൻട്രലൈസേഷൻ പോലെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. എല്ലാം ഒരേ ഒരു അതോറിറ്റിയിലേക്ക് നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യുമ്പോൾ വി കോൾ ഇറ്റ് സെൻട്രലൈസ്ഡ് അതോറിറ്റീസ് എന്ന് പറയും. എല്ലാ തീരുമാനങ്ങളും എടുക്കുന്ന ഒരു പർട്ടിക്കുലർ അതോറിറ്റി മാത്രമാണെങ്കിൽ നമ്മളതിനെ വിളിക്കുന്ന പേരാണ് സെൻട്രലൈസ്ഡ് അതോറിറ്റി എന്ന് പറയുന്നത്. കഴിയുന്നിടത്തോളം സെൻട്രലൈസേഷൻ ഒഴിവാക്കുന്നതാണ് ഏറ്റവും മെച്ചമായിട്ടുള്ള കാര്യം. ഡീസെൻട്രലൈസേഷനിലേക്ക് പോകാൻ പറ്റുന്ന സാഹചര്യങ്ങളാണെങ്കിൽ ഡീസെൻട്രലൈസേഷനിലേക്ക് പോകുവാനായിട്ട് ട്രൈ ചെയ്യുക. അപ്പോൾ സെൻട്രലൈസേഷന് പകരമായിട്ട് നമുക്കവിടെ എന്ത് യൂസ് ചെയ്യാൻ പറ്റും, ഡീസെൻട്രലൈസേഷൻ നമുക്ക് കൃത്യമായിട്ടും യൂസ് ചെയ്യുവാനായിട്ട് പറ്റും. സെൻട്രലൈസേഷനേക്കാളും കുറച്ചും കൂടെ മെച്ചം എന്ന് പറയുന്നത് എപ്പോഴും ഡീസെൻട്രലൈസേഷൻ ആണെന്ന് മനസ്സിലാക്കുക. അടുത്തയാണ് സ്കാലാർ ചെയിൻ. സ്കാലാർ ചെയിൻ എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മളൊരു കമാൻഡ് ഉണ്ടല്ലോ, ഒരു ഓർഡർ കൃത്യമായിട്ട് ഫോളോ ചെയ്ത് പോകേണ്ടതായിട്ട് ഉണ്ട്. എപ്പോഴും ടോപ്പ് ടു ബോട്ടം എന്ന രീതിയിൽ നമ്മളൊരു ഓർഡർ കൃത്യമായിട്ട് മെയിൻറ്റെയിൻ ചെയ്ത് പോകേണ്ടതായിട്ട് ഉണ്ട്. നമുക്കിപ്പം ഒരു ടോപ്പ് ലെവലിലേക്ക് ഒരു ഇൻഫർമേഷൻസും മറ്റും കൊടുക്കണമെങ്കിൽ നമുക്ക് ലോവർ ലെവൽ ഒരാളാണെങ്കിൽ നമുക്ക് പിന്നീട് മിഡിൽ ലെവലിലേക്ക്, അതിനുശേഷം പിന്നീട് നമ്മൾ അടുത്ത ലെവലിലേക്ക്, ടോപ്പ് ലെവലിലേക്ക് ആ ഒരു ഓർഡർ കൃത്യമായിട്ട് നമ്മൾ ഫോളോ ചെയ്യേണ്ടതായിട്ടുണ്ട്. ആ ഒരു ഹൈറാർക്കി നമ്മൾ കൃത്യമായിട്ടും ഫോളോ ചെയ്യേണ്ടതായിട്ട് ഉണ്ട്. സോ ദാറ്റ് ഈസ് ഓൾ അബൌട്ട് ദി സ്കാലാർ ചെയിൻ. പിന്നീട് പിന്നീട് പറയുന്നൊരു തിയറിയാണ് ഇക്വിറ്റി എന്ന് പറയുക. ഒടിയുമ്പോൾ ഇക്വിറ്റി നമ്മളെപ്പോഴും നമ്മുടെ എംപ്ലോയീസിനെ ഫെയർ ആയ രീതിയിൽ വേണം ട്രീറ്റ് ചെയ്യാനായിട്ട്. ജസ്റ്റ്ലി, അതായത് ഇപ്പം പല സ്ഥലങ്ങളിലും ഇപ്പം ജെൻഡർ ബേസ്ഡ് ആയിട്ടുള്ള ഡിസ്ക്രിമിനേഷൻസ് ഒക്കെ ഉണ്ട്. അതൊന്നും ഒരു കാരണവശാലും ഉണ്ടാകാനേ പാടില്ല. നമ്മളെപ്പോഴും എങ്ങനെ ചെയ്യാനായിട്ട് പാടുള്ളൂ, നമ്മളെപ്പോഴും ചെയ്യേണ്ടത് ഈക്വലായ രീതിയിൽ, അവരെയൊക്കെ ഈക്വലായ രീതിയിൽ വേണം നമ്മൾ ട്രീറ്റ് ചെയ്യാനായിട്ട്, ഇക്വിറ്റബിളായ രീതിയിൽ വേണം നമ്മൾ അവരെ ട്രീറ്റ് ചെയ്യുവാനായിട്ട്. അപ്പോൾ ആ രീതിയാണ് ഇവിടെ നമുക്ക് കാണാനായിട്ട് പറ്റുക. ഈക്വലായ രീതിയിൽ എല്ലാവരും ഫെയർ ആയ രീതിയിൽ നമ്മൾ ട്രീറ്റ് ചെയ്യുക, ജെന്യുവനായ രീതിയിൽ നമ്മൾ അവരെ ട്രീറ്റ് ചെയ്യുക, അല്ലാതെ മറ്റൊരാൾക്ക് ദോഷം വരുത്തുന്ന രീതിയിൽ ചെയ്യാതെയോ ഡിസ്ക്രിമിനേഷൻ ഒന്നും ഒരു കാരണവശാലും പാടില്ല എന്നുള്ളതാണ് എന്തുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, ഇക്വിറ്റി കൊണ്ട് നമ്മളിവിടെ ഉദ്ദേശിക്കുന്നത്. പിന്നെ ഉള്ളത് സ്റ്റെബിലിറ്റി ഓഫ് ടെന്യൂവറാണ്. ഒരു എംപ്ലോയി ഇപ്പം നമ്മൾ സെയിൽസിൽ അപ്പോയിൻറ്റ് ചെയ്യണം. കുറേ കഴിയുമ്പോഴത്തേക്ക് അയാളെ മാറ്റി നേരെ നമ്മൾ പർച്ചേസിലേക്ക് വിടുന്നു. പിന്നെ കുറച്ച് കഴിയുമ്പോഴത്തേക്ക് അയാളെ നമ്മൾ എവിടേക്ക് വിടുന്നു, പ്രൊഡക്ഷനിലേക്ക് വിടുന്നു. പിന്നെ കുറച്ച് കഴിയുമ്പോഴത്തേക്ക് അയാളെ അടുത്തടുത്ത ലെവലുകളിലേക്ക് ഇങ്ങനെ മാറ്റിക്കൊണ്ടേയിരിക്കുകയാണ്. അപ്പോൾ ഇങ്ങനെ ഒരു മാറ്റം വരുമ്പോഴത്തേക്ക് അയാൾക്ക് എങ്ങനെയാണ് പല കാര്യങ്ങളും പഠിക്കുവാൻ പറ്റുന്നത്, അയാൾക്ക് അവിടെ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാനായിട്ട് സാധിക്കും? ഒന്നും ഒരിക്കലും സാധിക്കില്ല. ഒരു സ്പെഷ്യലൈസേഷൻ എന്ന് പറഞ്ഞ കാര്യം പോലും നമുക്കവിടെ കൊണ്ടുവരാനേ സാധിക്കുകയില്ല. അതുകൊണ്ട് തന്നെ സ്റ്റെബിലിറ്റി ഈസ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. ഒരു ആളെ നമ്മളൊരു സ്ഥലത്ത് അപ്പോയിൻറ്റ് ചെയ്യുകയാണ് എങ്കിൽ തീർച്ചയായിട്ടും അയാളെ അവിടെ തന്നെ കണ്ടിന്യൂ ചെയ്യുവാനായിട്ട് അലോ ചെയ്യുക.
അയാൾ അവിടെ തന്നെ കുറേ നാൾ ഇരിക്കട്ടെ, സെയിൽസിലാണെങ്കിൽ കുറേ നാൾ സെയിൽസിൽ തന്നെ കണ്ടിന്യൂ ചെയ്യട്ടെ, പ്രൊഡക്ഷനിലാണെങ്കിൽ അയാൾ കുറേ നാൾ പ്രൊഡക്ഷനിൽ തന്നെ കണ്ടിന്യൂ ചെയ്യട്ടെ. അതേപോലെ തന്നെ അയാൾ അടുത്ത ലെവലിലേക്കാണ് എങ്കിൽ ലൈക്ക് പർച്ചേസിങ്ങിലാണെങ്കിൽ കുറേ നാൾ പർച്ചേസിൽ തന്നെ കണ്ടിന്യൂ ചെയ്യട്ടെ. അദ്ദേഹത്തിൻ്റെ ചോയ്സാണ് ഓരോ സ്ഥലങ്ങളിൽ കണ്ടിന്യൂ ചെയ്ത് പോവുക എന്ന് പറയുന്നത്. അപ്പം ചോയ്സ് അല്ല, അദ്ദേഹത്തെ അവിടെ തന്നെ കണ്ടിന്യൂ ചെയ്ത് പോവുകയാണ് എങ്കിൽ അദ്ദേഹം അതിൽ എക്സ്പേർട്ടായിട്ട് മാറും. എവിടെയാണോ അദ്ദേഹത്തിന് ചെയ്യാനായിട്ട് സാധിക്കുന്നത് അവിടെ തന്നെ അദ്ദേഹത്തെ കണ്ടിന്യൂ ചെയ്യിപ്പിക്കുക. ഫ്രീക്വൻ്റ് ആയിട്ടുള്ള മാറ്റം, ഒരു സ്റ്റെബിലിറ്റി ഇല്ലായ്മ, ഒരു ഇൻസ്റ്റെബിലിറ്റി എന്നൊക്കെ പറയുന്ന കാര്യം പലപ്പോഴും നമ്മുടെ എംപ്ലോയീസിൻ്റെ പെർഫോമൻസിനെ വളരെയധികം ദോഷകരമായിട്ട് ബാധിക്കുവാൻ സാധ്യതയുള്ളൊരു കാര്യമായിട്ട് നിങ്ങൾ ഓർത്തുകൊള്ളുക. അടുത്തത് ഇനീഷ്യേറ്റീവ്സ് ആണ്. പുതിയ കാര്യങ്ങൾ ചെയ്യുവാനായിട്ട് നമ്മൾ എംപ്ലോയീസിനെ തീർച്ചയായിട്ടും പ്രോത്സാഹിപ്പിക്കേണ്ടതായിട്ട് ഉണ്ട്. പുതിയ പല കാര്യങ്ങൾ ചെയ്യാനായിട്ട് അവർ തന്നെ കുറേ ഐഡിയാസും കൊണ്ടുവരട്ടെ. എന്തിനാണ് നമ്മൾ തന്നെ എപ്പോഴും ഒരേപോലെ തന്നെ കാര്യങ്ങൾ ചെയ്തു പോകുന്നത്? അവർക്കും സമയം കൊടുക്കുക, അവരെയും അനുവദിക്കുക. അവർ വരട്ടെ, അവരവരുടേതായിട്ടുള്ള കോൺട്രിബ്യൂഷൻസ് കൊണ്ട് തീർച്ചയായിട്ടും വരട്ടെ. അവരുടെ കോൺട്രിബ്യൂഷൻസിലൂടെ നമുക്ക് അക്സെപ്റ്റ് ചെയ്യാനായിട്ട് പറ്റും. അപ്പം അവരെ ഇനിഷ്യേറ്റീവ്സ് എടുക്കുവാനായിട്ട് നമ്മൾ പരമാവധി പ്രോത്സാഹിപ്പിക്കുക എന്നുള്ളതാണ് ഇനിഷ്യേറ്റീവ്സ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അടുത്തത് എസ്പിരിറ്റ് ഡീകോപ്സ് ആണ്. എസ്പിരിറ്റ് ഡീകോപ്സ് എന്ന് പറയുമ്പോഴത്തേക്ക് ഒരുമിച്ചാണ് ജോലി ചെയ്യുന്നത്, ഒരുമിച്ചാണ് വർക്ക് ചെയ്യുന്നത് തീർച്ചയായിട്ടും. പക്ഷേ ഒരു ഒത്തൊരുമ എന്ന് പറഞ്ഞിരിക്കുന്ന കാര്യം എപ്പോഴും ആവശ്യമുണ്ട്. ഒത്തൊരുമയോട് കൂടി വേണം നമ്മൾ കാര്യങ്ങൾ ചെയ്യാനായിട്ട്. ഒരുമിച്ച് നമുക്ക് ചെയ്യാം, ഒരുമിച്ച് നിൽക്കാം, ഒരു ഹാർമണി തീർച്ചയായിട്ടും ഉണ്ടാകണം. അല്ലാതെ കുറേ ഈഗോയും അതേപോലെ കുറേ സെൽഫിഷ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ എടുത്ത് നമ്മുടെ മനസ്സിൽ വെച്ചുകൊണ്ട് നമ്മൾ ഓരോ കാര്യങ്ങളും ചെയ്യാൻ ശ്രമിക്കുമ്പോൾ അത് വലിയ ബുദ്ധിമുട്ടുകളിലേക്ക് നയിക്കാൻ സാധ്യതയുണ്ട്. അതൊരു കാരണവശാലും പാടില്ല, അനുവദിക്കാൻ പോലും പാടില്ല എന്നുള്ളതാണ് സത്യം. അപ്പം ഇവിടെ പറയുന്ന കാര്യം ഇത്രയേ ഉള്ളൂ. ഒരു എസ്പിരിറ്റ് ഡീകോപ്സ് എന്ന് പറഞ്ഞിരിക്കുന്ന കാര്യം കൃത്യമായിട്ട് നമുക്ക് ഉറപ്പ് വരുത്തേണ്ടതായിട്ട് ഉണ്ട്. എസ്പിരിറ്റ് ഡീകോപ്സ്, ഒരു ഒത്തൊരുമ നമുക്ക് തീർച്ചയായിട്ടും വേണം, ഒരു ഹാർമണി നമുക്ക് ഡെഫിനറ്റ് ആയിട്ട് വേണം. ആ ഒരു സ്പിരിറ്റോട് കൂടി വേണം നമ്മൾ മുന്നോട്ട് പോകുവാനായിട്ട്. നമുക്കിനി മറ്റൊരു വ്യക്തിയെ പഠിക്കാൻ കേട്ടോ, മാക്സ് വെബറിൻ്റെ പിക്ക് നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ടെന്ന് കരുതുന്നു. ഇദ്ദേഹമാണ് മാക്സ് വെബർ എന്ന് പറയുന്ന വ്യക്തി. മാക്സ് വെബറിനെ കാണുമ്പോൾ വളരെ പീസ്ഫുള്ളായിട്ട് തോന്നാമെങ്കിലും അദ്ദേഹത്തിൻ്റെ പല കോൺട്രിബ്യൂഷൻസ് കേൾക്കുമ്പോൾ നമുക്ക് കുറച്ച് ടെററായിട്ടൊക്കെ, കുറച്ച് ഭയം ഉൾപ്പെടുത്തുന്ന രീതിയിലാണ് ഇദ്ദേഹം പല കാര്യങ്ങളും സ്ഥാപിച്ചു വെച്ചിരിക്കുന്നത്. ഇദ്ദേഹം വന്നിരിക്കുന്ന ഏറ്റവും ഇദ്ദേഹത്തിൻ്റെ ഒരു വലിയ കോൺട്രിബ്യൂഷനായിട്ട് ട്രീറ്റ് ചെയ്യപ്പെടുന്ന ഒന്നാണ് ബ്യൂറോക്രസി അല്ലെങ്കിൽ ബ്യൂറോക്രാറ്റിക് മാനേജ്മെൻറ്റ് എന്ന് പറയുക. അധികാരം എന്ന് പറയുന്നതിന് വലിയ ഇമ്പോർട്ടൻസ് ഇത് കൊടുത്ത വ്യക്തിയാണ് മാക്സ് വെബർ എന്ന് പറയുക. ടോപ്പ് ലെവൽ മാനേജേഴ്സ് എന്ന് പറയുമ്പോഴത്തേക്കും ദേ ഹാവ് സം ഡ്യൂട്ടീസ്, അല്ലെങ്കിൽ ദേ ഹാവ് സം റൈറ്റ്സ് ഓവർ സബോർഡിനേറ്റ്സ്. സബോർഡിനേറ്റ്സിനെ ചെയ്യുമ്പോഴത്തേക്കും ഈ പറഞ്ഞ സുപ്പീരിയർ ഓഫീസേഴ്സിന് ദേ ഹാവ് സം പവേഴ്സ്. അവർ പറയുന്ന കാര്യം കൃത്യമായിട്ട് കേൾക്കുക, അവർ പറയുന്ന കാര്യം കൃത്യമായിട്ട് അനുസരിക്കുക എന്നുള്ളതാണ് മാക്സ് വെബറിൻ്റെ അഭിപ്രായത്തിൽ സബോർഡിനേറ്റ്സിൻ്റെ ഡ്യൂട്ടി ആയിട്ട് കണക്കാക്കുന്നത്. ഒരു ഹൈറാർക്കി കൃത്യമായിട്ടും അവിടെ ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. ഒരു ബ്യൂറോക്രസി നമുക്ക് തീർച്ചയായിട്ടും അവിടെ കാണാനായിട്ട് പറ്റുമെന്നാണ് പറയുന്നത്. ഇദ്ദേഹത്തിൻ്റെ അഭിപ്രായം എന്ന് പറയുന്നത് ഒരു എംപ്ലോയീസിനെയൊക്കെ നമുക്ക് കൃത്യമായിട്ട് മാനേജ് ചെയ്ത് പോകണമെങ്കിൽ ഒരു ബ്യൂറോക്രസി തീർച്ചയായിട്ടും ആവശ്യമായിട്ടുണ്ട്. ഒരു ബ്യൂറോക്രാറ്റിക് ആയിട്ട് തന്നെ നമുക്ക് പോകുവാനായിട്ട് സാധിക്കുകയുള്ളൂ. എങ്കിൽ മാത്രമേ എംപ്ലോയീസ് കൃത്യമായിട്ട് പോവുകയും മുന്നോട്ട് സഞ്ചരിക്കുകയുള്ളൂ എന്നൊക്കെയാണ് ഇദ്ദേഹം അഭിപ്രായപ്പെടുന്നത്. കൂടുതലും ഇദ്ദേഹം ആ ഒരു ഹൈറാർക്കിക്ക് വലിയ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ട്. റൂൾസ് ആൻഡ് റെഗുലേഷൻസിന്, പ്രൊസീജിയേഴ്സിന്, ഇംപേഴ്സണാലിറ്റിക്കൊക്കെ ഇദ്ദേഹം വലിയ പ്രാധാന്യം കൊടുക്കുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് പറ്റും. അതായത് അങ്ങനെ ഒരു ഇൻഫോർമൽ റിലേഷൻഷിപ്പ് ഒന്നും ക്രിയേറ്റ് ചെയ്യേണ്ട കാര്യമൊന്നും ഇല്ലെന്നാണ് ഇദ്ദേഹം പറയുന്നത്. ഫോർമലായിട്ടുള്ള റിലേഷൻഷിപ്പ് മാത്രം ഉണ്ടാക്കി വെച്ചാൽ മതി, എന്തിനാണ് ആവശ്യമില്ലാത്തൊരു ഇൻഫോർമൽ റിലേഷൻഷിപ്സ് എന്നൊക്കെയാണ് ഇദ്ദേഹം അഭിപ്രായപ്പെടുന്നത്. അദ്ദേഹം ഒരു ഹൈറാർക്കി ഓഫ് അതോറിറ്റിയൊക്കെ ഇദ്ദേഹത്തിൻ്റെ ഭാഗമായിട്ട് തന്നെ ഉണ്ടായിട്ടുള്ളതാണ്. ഇദ്ദേഹത്തിൻ്റെ വലിയ ക്യാരക്ടറിസ്റ്റിക്സ് ആണ്. ഒരു ചെയിൻ ഓഫ് കമാൻഡ് കൃത്യമായിട്ട് ഉണ്ടായിരിക്കണം, ആർക്ക് കീഴിൽ ആര് വരണം എന്ന രീതിയൊക്കെയാണ് ഇദ്ദേഹം കൃത്യമായിട്ട് ഡിഫൈൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നെ നമ്മുടെ ഹെൻറി ഫയോള് പറഞ്ഞിരിക്കുന്ന അതേ കാര്യം തന്നെ ഇദ്ദേഹവും കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഡിവിഷൻ ഓഫ് ലേബറൊക്കെ ഇദ്ദേഹത്തിൻ്റെ വലിയൊരു കോൺട്രിബ്യൂഷൻ തന്നെയാണ്. ഓരോ ഇൻഡിവിജ്വൽസിനും കൃത്യമായിട്ട് ജോലി അസൈൻ ചെയ്ത് കൊടുക്കുക, ഡിവൈഡ് ചെയ്ത് കൊടുക്കുക എന്നൊക്കെ പറയുന്നത് ഇദ്ദേഹത്തിൻ്റെ വലിയൊരു കോൺട്രിബ്യൂഷൻ തന്നെയായിട്ടാണ് നമ്മൾ ട്രീറ്റ് ചെയ്യാറുള്ളത്. അപ്പോൾ ഒരു ഡിവിഷൻ ഓഫ് ലേബറൊക്കെ ഇദ്ദേഹം കൃത്യമായിട്ട് ചെയ്യുന്നുണ്ടായിരുന്നു. പിന്നെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് വളരെയധികം സ്ട്രിക്റ്റ് ആയിട്ട് ഫോളോ ചെയ്യണമെന്നുള്ള കാര്യത്തിൽ ഇദ്ദേഹം വളരെ കടുംപിടുത്തമുള്ളൊരു വ്യക്തിയാണെന്ന് വേണമെങ്കിൽ പറയുവാനായിട്ട് പറ്റും. ഭയങ്കര റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ആണ് ഇദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ ഫേമസ് ആയ കാര്യം എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. എല്ലാം വളരെ റൂൾസ് റെഗുലേഷൻസ് എല്ലാത്തിലും ഒരു ഭയങ്കര സ്ട്രിക്റ്റ് ആയിട്ടുള്ളൊരു വ്യക്തിയായിരുന്നു
ഈ പറഞ്ഞിരിക്കുന്ന മാക്സ് വെബർ എന്ന് പറഞ്ഞിരിക്കുന്ന വ്യക്തി റൂൾസ് ആൻഡ് റെഗുലേഷൻസും പ്രൊസീജിയേഴ്സും ഒക്കെ അത്രമേൽ സ്ട്രിക്റ്റ് ആയിട്ട് തന്നെയാണ് ഇദ്ദേഹം കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നത്. അത് ഫോളോ ചെയ്യണമെന്നുള്ള കാര്യവും ഇദ്ദേഹത്തിൻ്റെ വലിയൊരു പ്രത്യേകത തന്നെയായിരുന്നു. പിന്നെ ഇംപേഴ്സണാലിറ്റിയാണ്. എംപ്ലോയീസുമായിട്ടും അവരുമായിട്ടൊക്കെ നമുക്ക് ഫെയർ ആയിട്ടും ഒബ്ജക്റ്റീവായിട്ടും മറ്റുമൊക്കെ ഡീൽ ചെയ്ത് പോവുക എന്നുള്ളതാണ്. പക്ഷേ അതോടൊപ്പം തന്നെ ആരുമായിട്ടും ഒരു പേഴ്സണൽ ബന്ധമുണ്ടാക്കി വെക്കുന്നതിനോട് ആർക്ക് താല്പര്യമില്ലായിരുന്നു? ഈ പറഞ്ഞിരിക്കുന്ന ബ്യൂറോക്രസിക്ക് ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുണ്ടായിരുന്ന മാക്സ് വെബറിന് താല്പര്യമില്ലായിരുന്നു എന്നുള്ളതാണ് സത്യം. അങ്ങനൊരു പേഴ്സണൽ റിലേഷൻഷിപ്പിൻ്റെ ആവശ്യകത എന്താണെന്നുള്ളതാണ് ഇദ്ദേഹം ചോദിക്കുന്നത്. അതിൻ്റെ യാതൊരു ആവശ്യകതയും ഇല്ല എന്നുള്ളതാണ് ഇദ്ദേഹത്തിൻ്റെ അഭിപ്രായം. പിന്നെ മെറിറ്റ് ബേസ്ഡ് സെലക്ഷനാണ്. ആരെയും പ്രത്യേകിച്ച് പരിഗണിക്കത്തൊന്നുമില്ല ഇദ്ദേഹം. കഴിവുണ്ടോ സെലക്ട് ചെയ്തു പോകാം, കഴിവുണ്ടോ സസ്റ്റെയിൻ ചെയ്യാം, കഴിവുണ്ടോ ജോലിക്ക് നിങ്ങൾക്ക് തീർച്ചയായിട്ടും വലിയ ശമ്പളം കിട്ടും. അല്ലാതെ മറ്റു ബന്ധങ്ങൾക്കൊന്നും ഇദ്ദേഹം യാതൊരു പ്രാധാന്യം കൊടുക്കുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് പറ്റുകയില്ല. അടുത്ത കരിയർ ഓറിയൻറ്റേഷനാണ്. ഭയങ്കര പ്രൊഫഷണലിസത്തിന് വലിയ പ്രാധാന്യം കൊടുത്ത വ്യക്തിയാണ് കേട്ടോ. ഫുൾ പ്രൊഫഷണലിസമാണ്. അതേപോലെ കമ്മിറ്റ്മെൻറ്റുമായിട്ട് നോക്കുമ്പോഴത്തേക്കും വളരെയധികം കമ്മിറ്റ്മെൻറ്റ്, തീർച്ചയായിട്ടും പ്രൊഫഷണലിസം, കമ്മിറ്റ്മെൻറ്റുകൾ, ഇത്തരം കാര്യങ്ങൾക്കൊക്കെ വലിയ പ്രാധാന്യം കൊടുത്തിട്ടുണ്ടായിരുന്നു. കരിയർ ഓറിയൻറ്റേഷൻ അത്രത്തോളം ഉണ്ടായിരുന്നു. നിങ്ങൾ എപ്പോഴും കരിയറിന് ഇമ്പോർട്ടൻസ് കൊടുക്കൂ. ഈ ആവശ്യമില്ലാത്ത ഈ ബന്ധങ്ങളിലേക്ക് പോകാതെ ഒരു ജോലി സ്ഥലത്തേക്ക് വരുമ്പോഴത്തേക്ക് ബന്ധങ്ങൾ ഉണ്ടാക്കിയെടുത്ത് നിങ്ങൾ സമയം കളയാതെ നിങ്ങൾ എന്തിന് ഫോക്കസ് ചെയ്യാൻ പറയുകയാണ്? പ്രൊഫഷണലിസത്തിന് ഫോക്കസ് ചെയ്യാനായിട്ട് പറയുകയാണ്. കുറച്ചും കൂടി കൂടുതലായിട്ട് പ്രൊഫഷണലിസം നിങ്ങളുടെ സ്ഥാപനത്തിലേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കുക എന്നൊക്കെയാണ് ഇദ്ദേഹം പറയുന്നത്. പിന്നീട് വന്നൊരു സ്കൂളാണ് ക്ലാസിക്കൽ മാനേജ്മെൻറ്റ് സ്കൂൾ. നമ്മളിപ്പോൾ ഓൾറെഡി പഠിച്ചു കഴിഞ്ഞു. 3 വ്യക്തികളെ പറ്റി നമ്മൾ നോക്കിക്കഴിഞ്ഞു. ആരൊക്കെയായിരുന്നു 3 വ്യക്തികൾ നിങ്ങൾ ഓർക്കുന്നുണ്ടോ? ഒന്നാമതായിട്ട് നമ്മൾ കണ്ട വ്യക്തിയാണ് ആരായിരുന്നു? ഫസ്റ്റ് നമ്മൾ FW ടൈലറിനെ പറ്റിയിട്ടാണ് പഠിച്ചിട്ടുണ്ടായിരുന്നത്. FW ടൈലർ നമ്മൾ കൃത്യമായിട്ട് നോക്കി. ഇദ്ദേഹമാണ് FW ടൈലർ. പിന്നീട് നമ്മൾ പഠിച്ചത് ആരെ പറ്റിയിട്ടായിരുന്നു? FW ടൈലറിന് ശേഷം ഹെൻറി ഫയോളിനെ പറ്റി നമ്മൾ കൃത്യമായിട്ട് നോക്കി. ഹെൻറി ഫയോളിന് ശേഷം നമ്മൾ പിന്നെ ഏറ്റവും അവസാനത്തേക്ക് വന്നപ്പോഴത്തേക്ക് ക്ലാസിക്കൽ സ്കൂളിൽ വന്നപ്പോഴത്തേക്ക് അവസാനമായിട്ട് നമ്മൾ ആരെ പറ്റി നോക്കി? ഈ പറഞ്ഞിരിക്കുന്ന മാക്സ് വെബറിനെ പറ്റി കൃത്യമായിട്ടും പഠിച്ചു. ഇനി ഹ്യൂമൻ റിലേഷൻ സ്കൂളിലേക്ക് വരുമ്പോഴത്തേക്ക് ഹ്യൂമൻ റിലേഷൻ സ്കൂൾ 20-ാം നൂറ്റാണ്ടോട് കൂടിയിട്ടാണ് ആവിർഭവിച്ചിട്ടുണ്ടായിരുന്നത്. ഇവിടെ കൂടുതലായിട്ടും ക്ലാസിക്കൽ സ്കൂളിനുണ്ടായിരുന്ന ഒരുപാട് ലിമിറ്റേഷൻസുകൾ ഒഴിവാക്കിക്കൊണ്ട് വന്ന സ്കൂളായിരുന്നു ഏതെന്ന് പറയുന്നത് ഹ്യൂമൻ റിലേഷൻ സ്കൂൾ എന്ന് പറയുക. ക്ലാസിക്കൽ സ്കൂളിനുണ്ടായിരുന്ന ഒരുപാട് ലിമിറ്റേഷൻസുകൾ ഒഴിവാക്കിക്കൊണ്ട് വന്ന സ്കൂളാണ് ഹ്യൂമൻ റിലേഷൻ സ്കൂൾ എന്ന് പറയുക. ക്ലാസിക്കൽ സ്കൂളിലുണ്ടായിരുന്ന ഏറ്റവും വലിയ ലിമിറ്റേഷൻ എന്ന് പറഞ്ഞിരിക്കുന്ന മനുഷ്യനായിട്ട് കണക്കാക്കാതെ മെഷീനെ പോലെ കണക്കാക്കി എന്നുള്ളതായിരുന്നു ഏറ്റവും വലിയ ലിമിറ്റേഷനായിട്ട് നമുക്ക് പറയാൻ സാധിക്കുക. ആ ലിമിറ്റേഷൻസ് എല്ലാം മാറ്റിക്കൊണ്ട് പിന്നീട് വന്ന ഒരു ആളാണ് ഒരു മാനേജ്മെൻറ്റ് സ്കൂളാണ് ഹ്യൂമൻ റിലേഷൻ സ്കൂൾ എന്ന് പറയുക. ഹ്യൂമൻ റിലേഷൻ സ്കൂളിൻ്റെ വലിയൊരു പ്രത്യേകത എന്ന് പറയുന്നത് ഒരു ഹ്യൂമൻ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ടായിരുന്നു, ഒരു ഹ്യൂമൻ വാല്യൂസിന് ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ഒരു സ്കൂളായിരുന്നു ഹ്യൂമൻ റിലേഷൻ സ്കൂൾ എന്ന് പറഞ്ഞിരിക്കുന്ന ഈ സ്കൂൾ. ഇവർ കുറച്ചും കൂടെ കൂടുതലായിട്ട് എംപ്ലോയീസിൻ്റെ സോഷ്യൽ ഫാക്ടേഴ്സുകൾക്കും എംപ്ലോയീസിൻ്റെ പ്രൊഡക്ടിവിറ്റികൾക്കും എംപ്ലോയീസിൻ്റെ മോറൽ സൈഡ്സ് ഇതിനൊക്കെ വലിയ ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുണ്ടായിരുന്നൊരു സ്കൂളാണ് ഇതെന്ന് പറഞ്ഞിരിക്കുന്നത് ഹ്യൂമൻ റിലേഷൻ സ്കൂൾ എന്ന് പറയുന്ന ഈ ഒരു സ്കൂള്. ഇതിൽ പ്രധാനപ്പെട്ട കോൺട്രിബ്യൂട്ടേഴ്സിനെ പറ്റി നമ്മൾ നോക്കുകയാണെങ്കിൽ നമുക്കൊരിക്കലും മറക്കുവാൻ പറ്റാത്ത ഒരു ആളാണ് എൽട്ടൺ മായോ. 1880 മുതൽ 1949 വരെയാണ് എൽട്ടൺ മായോ ഉണ്ടായിരുന്നത്. അദ്ദേഹമാണ് ഇതിലെ പ്രധാനപ്പെട്ട കീ ആയിട്ടുള്ള കോൺട്രിബ്യൂട്ടർ എന്ന് പറയുന്നത് എൽട്ടൺ മായോ. എൽട്ടൺ മായോയുടെ ഏറ്റവും വലിയ കോൺട്രിബ്യൂഷനാണ് ഹോത്തോൺ സ്റ്റഡീസ് എന്നുള്ളത്. ഹോത്തോൺ സ്റ്റഡീസ് എന്ന് പറഞ്ഞിരിക്കുന്ന മായോ കണ്ടക്ട് ചെയ്തിട്ടുണ്ടായിരുന്ന സീരീസ് ഓഫ് എക്സ്പെരിമെൻറ്റ്സ് ആണ്. ഒരുപാട് എക്സ്പെരിമെൻറ്റ്സ് ഇദ്ദേഹം നടത്തുകയുണ്ടായി. വെസ്റ്റേൺ ഇലക്ട്രിക് കമ്പനി 1920-ലെയും 1930-നും ഇടയ്ക്ക് തന്നെയാണ് ഈ ഒരു വലിയ കണ്ടുപിടുത്തങ്ങൾ ഇദ്ദേഹം നടത്തിയിട്ടുണ്ടായിരുന്നത്. ഹോത്തോൺ സ്റ്റഡീസ് എന്നാണ് ഇദ്ദേഹത്തിൻ്റെ വലിയ കോൺട്രിബ്യൂഷൻ നമ്മൾ വിളിക്കുന്ന പേര്. ഒരു 1920s to 1930s വരെയാണ് ഈ ഒരു സ്റ്റഡീസ് നടത്തിയിട്ടുണ്ടായിരുന്നത്. ഈ സ്റ്റഡീസിൻ്റെ ഭാഗമായിക്കൊണ്ടാണ് എൽട്ടൺ മായോ ഒരു വലിയ കോൺട്രിബ്യൂഷൻസ് നമുക്ക് നൽകിയിട്ടുണ്ടായിരുന്നു. എന്തായിരുന്നു അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ കോൺട്രിബ്യൂഷൻ എന്ന് പറഞ്ഞിരിക്കുന്നത്? ഒരു എംപ്ലോയിയുടെ മൊറൈൽ എന്ന് പറയുമ്പോൾ അല്ലെങ്കിൽ ഒരു എംപ്ലോയിയുടെ പ്രൊഡക്ടിവിറ്റി എന്ന് പറയുമ്പോഴത്തേക്ക് ആ പ്രൊഡക്ടിവിറ്റി ഇൻഫ്ലുവൻസ് ചെയ്യുന്ന വലിയൊരു ഫാക്ടറാണ് ഏതെന്ന് പറയുന്നത് ഈ പറഞ്ഞിരിക്കുന്ന സോഷ്യൽ ഫാക്ടേഴ്സുകൾ എന്ന് പറയുക. എംപ്ലോയീസിൻ്റെ പ്രൊഡക്ടിവിറ്റിയിൽ വലിയൊരു ഇമ്പോർട്ടൻ്റ് ആർക്ക് കൊടുക്കുന്നുണ്ട്
ആര് കൊടുക്കുന്നുണ്ട്? എംപ്ലോയീസിൻ്റെ മോട്ടിവേഷൻസും അതേപോലെ ഈ പറഞ്ഞിരിക്കുന്ന ലൈക്ക് പല പല സോഷ്യൽ ഫാക്ടേഴ്സുകൾ, ഇൻഫോർമൽ റിലേഷൻഷിപ്സ്, ഇതിനൊക്കെ വലിയ പ്രാധാന്യമുള്ളതായിട്ടാണ് ഏറ്റൻ മായോ അഭിപ്രായപ്പെട്ടത്. അദ്ദേഹം നടത്തിയിട്ടുണ്ടായിരുന്ന വളരെ ഫേമസ് ആയ ഒരു എക്സ്പെരിമെൻ്റ് ആണ്. അതെവിടെ നടത്തിയെന്നുള്ള കാര്യം കൃത്യമായിട്ട് പഠിച്ചു വെക്കണം. വെസ്റ്റേൺ ഇലക്ട്രിക് കമ്പനിയിലാണ് 1920 1930 ഇടയിലായിട്ട് വെസ്റ്റേൺ ഇലക്ട്രിക് കമ്പനിയിലാണ് അദ്ദേഹം ഈ സ്റ്റഡീസ് നടത്തിയിട്ടുണ്ടായിരുന്നത്, ഹോത്തോൺ സ്റ്റഡീസ്. വലിയ രീതിയിൽ തന്നെ ഒരു ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ടായിരുന്നു ഗ്രൂപ്പ് ഡൈനാമിക്സിനും. ഗ്രൂപ്പ് ഡൈനാമിക്സ് മീൻസ് ഒരു ഗ്രൂപ്പിനൊക്കെ ഒരു വലിയ ഇമ്പോർട്ടൻസ്, ഒരു ഗ്രൂപ്പ് എല്ലാം ക്രിയേറ്റ് ചെയ്ത് പോകണമെന്നാണ് ഇദ്ദേഹം അഭിപ്രായപ്പെടുന്നത്. ഇനി ഇദ്ദേഹത്തിൻ്റെ ഈ സ്റ്റഡിയിലെ പ്രധാനപ്പെട്ട ഫൈൻഡിങ്സുകൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒന്ന് സോഷ്യൽ എൻവയോൺമെൻറ്റ്, ഒരു സ്ഥാപനത്തിലെ സോഷ്യൽ എൻവയോൺമെൻറ്റ് എന്ന് പറയുന്നതിന് വലിയ പ്രാധാന്യമുണ്ട്. ഒരു എംപ്ലോയീസിൻ്റെ മോട്ടിവേഷനും അതേപോലെ സാറ്റിസ്ഫാക്ഷനും മറ്റുമൊക്കെ ഉയർത്തുന്നതിന് ആ സ്ഥാപനത്തിലെ സോഷ്യൽ എൻവയോൺമെൻറ്റിന് വലിയ പ്രാധാന്യമുണ്ടെന്നാണ് ഇദ്ദേഹം പറയുന്നത്. നല്ലൊരു സോഷ്യൽ എൻവയോൺമെൻറ്റ് ഉണ്ടാകട്ടെ, എല്ലാവർക്കും പരസ്പരം ആശയങ്ങൾ കൈകാര്യം ചെയ്യാൻ സാധിക്കുന്ന, എല്ലാവർക്കും ആശയങ്ങൾ മറ്റും ഷെയർ ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ഒരു നല്ലൊരു സോഷ്യൽ എൻവയോൺമെൻറ്റ് ഉണ്ടാകട്ടെ എന്നാണ് ഇദ്ദേഹം അഭിപ്രായപ്പെടുന്നത്. അത് മോട്ടിവേഷൻ, എംപ്ലോയീസിൻ്റെ മോട്ടിവേഷനും വലിയ രീതിയിൽ പങ്കുവഹിക്കുന്ന ഒന്ന് തന്നെയാണ്. പിന്നെ ഇൻഫോർമൽ ഗ്രൂപ്പുകളും മറ്റുമൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് വളരെ ബെറ്റർ ആയിരിക്കുമെന്നാണ് ഇദ്ദേഹം അഭിപ്രായപ്പെടുന്നത്. പൊതുവായിട്ട് തന്നെ ആ ഇൻഡിവിജ്വൽസിൻ്റെ ബിഹേവിയേഴ്സും മറ്റുമൊക്കെ ഒന്ന് ഉറപ്പ് വരുത്തുന്നതിന് വേണ്ടിയിട്ടാണെങ്കിലും പെർഫോമൻസും മറ്റുമൊക്കെ ഇമ്പ്രൂവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണെങ്കിലും ഒരു ഇൻഫോർമൽ ഗ്രൂപ്പുകൾ ഉണ്ടെങ്കിൽ അത് ഒരുപാട് ഗുണം ചെയ്യുമെന്ന് ഇദ്ദേഹം അഭിപ്രായപ്പെടുകയുണ്ടായി. പിന്നീട് നമ്മൾ കൃത്യമായിട്ടും എംപ്ലോയീസിനെ ഒന്ന് റെക്കഗ്നൈസ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അവർ നല്ല കാര്യം ചെയ്യുന്നുണ്ടെങ്കിൽ നല്ലതെന്ന് പറയാൻ നമ്മളെ കൊണ്ട് പറ്റിയിരിക്കണം. അവരെ ഒന്ന് പ്രോത്സാഹിപ്പിക്കുക. തീർച്ചയായിട്ടും വലിയ മോട്ടിവേഷൻ അവരുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകും. അവർ കുറച്ചും കൂടെ കൃത്യമായിട്ട് കാര്യങ്ങൾ ചെയ്യും, കുറേ കൂടെ കാര്യങ്ങൾ സയൻറ്റിഫിക്കായിട്ട് ചെയ്യുമെന്ന് അദ്ദേഹം കൃത്യമായിട്ടും പറയുകയുണ്ടായി. പിന്നെ നമുക്ക് ഇതിൽ കാണാൻ സാധിക്കുന്ന മറ്റൊരു വളരെ ഫേമസ് ആയ വ്യക്തിയാണ് എബ്രഹാം മാഷ്ലോ. 1908 മുതൽ 1970 വരെയുള്ള കാലഘട്ടങ്ങൾക്കിടയിലാണ് എബ്രഹാം മാഷ്ലോ വന്നിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ ഒരു കാലഘട്ടം എന്ന് പറയുന്നത്. ഇദ്ദേഹം ഒരുപാട് തരത്തിലുള്ള തിയറീസ് പ്രൊപ്പോണ്ട് ചെയ്ത് മാഷ്ലോസ് ഒരുപാട് തിയറീസ് എന്ന് പറയാൻ പറ്റില്ല. ഇദ്ദേഹം ഫേമസ് ആയിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്ത തിയറിയാണ് നീഡ് ഹൈറാർക്കി തിയറി എന്ന് പറയുന്നത്. നോട്ട് ചെയ്ത് വെക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. എബ്രഹാം മാഷ്ലോസ് കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്ന വളരെ ഫേമസ് ആയ തിയറിയാണ് ഇതെന്ന് പറയുന്നത്, നീഡ് ഹൈറാർക്കി തിയറി എന്ന് പറയുന്നത്. ഇദ്ദേഹം പറയുന്നത് ഇങ്ങനെയാണ്: ഒരു വ്യക്തിയുടെ ആഗ്രഹം എന്ന് പറയുമ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ അവർ എപ്പോഴും ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് ലോവർ ലെവൽ നീഡ്സിനാണ് ഇമ്പോർട്ടൻസ് കൊടുക്കാറുള്ളത്. ഇവിടെ കൊടുത്തിട്ടുണ്ട് കണ്ടോ, ഏറ്റവും അവസാനത്തെ നീഡാണ്, ഏറ്റവും ആദ്യത്തെ നീഡാണ് ഫിസിയോളജിക്കൽ നീഡ് എന്ന് പറയുക. അപ്പം ഒരു വ്യക്തി ആദ്യം ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ഇതിനായിട്ടാണ് ഫിസിയോളജിക്കൽ നീഡ്സിനാണ് ആദ്യം ഒരു വ്യക്തി ഇമ്പോർട്ടൻസ് കൊടുക്കാറുള്ളത്. ഫിസിയോളജിക്കൽ നീഡ്സിന് ശേഷം മാത്രമാണ് ആ വ്യക്തി ഏതിലേക്ക് പോവുകയുള്ളൂ, രണ്ടാമത്തെ ഘട്ട നീഡായിട്ടുള്ള സേഫ്റ്റി നീഡ്സിലേക്ക് പോവുകയുള്ളൂ. അതിനുശേഷം മാത്രമാണ് അദ്ദേഹം ബിലോങ്നെസ് ഓഫ് സെൽഫ് ലവ് നീഡ്സിലേക്കും പിന്നീട് എസ്റ്റീം നീഡ്സിലേക്കും ഏറ്റവും അവസാനമായിട്ട് സെൽഫ് ആക്ച്വലൈസേഷൻ നീഡിലേക്കും പോവുകയുള്ളൂ എന്നാണ് ആദ്യം അഭിപ്രായപ്പെട്ടിട്ടുണ്ടായിരുന്നത് എബ്രഹാം മാഷ്ലൂസ് അഭിപ്രായപ്പെട്ടിട്ടുണ്ടായിരുന്നത്. അപ്പോൾ മാഷ്ലൂസ് ഫേമസ് ആയിട്ട് പ്രൊപ്പോണ്ട് ചെയ്ത തിയറിയാണ് നീഡ് ഹൈറാർക്കി തിയറി എന്ന് പറയുന്നത്. ഈ തിയറിയിൽ ആദ്യം പറയുന്നത് ഒരു വ്യക്തിയുടെ ഫിസിയോളജിക്കൽ ആയിട്ടുള്ള നീഡുകളെ പറ്റിയിട്ടാണ്. ഒരു മനുഷ്യന് ജീവിക്കണമെങ്കിൽ കഴിക്കാൻ ആഹാരവും കുടിക്കാൻ വെള്ളവും ശ്വസിക്കുവാൻ വായുവും ഒക്കെ ആവശ്യമാണ്. അപ്പോൾ ഏതൊരു വ്യക്തിയാണെങ്കിലും ആ ഒരു വ്യക്തി എപ്പോഴും ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് ഇത്തരം നീഡുകൾ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടോ ഇല്ലയോ എന്നതിനെ അടിസ്ഥാനമാക്കിയിട്ടായിരിക്കും. അയാൾക്ക് നന്നായിട്ട് ആഹാരം കഴിക്കുവാനായിട്ട് സാധിക്കുന്നുണ്ടോ, വെള്ളം കുടിക്കുവാനായിട്ട് സാധിക്കുന്നുണ്ടോ, നല്ലൊരു ഷെൽട്ടർ അദ്ദേഹത്തിന് ലഭിക്കുന്നുണ്ടോ എന്നുള്ള കാര്യത്തിന് ഏതൊരു വ്യക്തിയും ആദ്യം ഇമ്പോർട്ടൻസ് കൊടുക്കാറുണ്ട്. ആ ഒരു നീഡ് ഓക്കെ ആണെങ്കിൽ മാത്രമേ അവരടുത്ത ഘട്ട ലെവലിലേക്ക് പോവുകയുള്ളൂ, സേഫ്റ്റി നീഡിലേക്ക് പോവുകയുള്ളൂ. അതായത് സുരക്ഷിതമായിരിക്കണം. എപ്പോഴും ഒരു ഹാംഫുൾ സിറ്റുവേഷൻ ഒന്നും ഒരിക്കലും ഉണ്ടാകാനായിട്ട് പാടില്ല. എപ്പോഴും സുരക്ഷിതമായിരിക്കണം. സെക്യൂരിറ്റി തീർച്ചയായിട്ടും വളരെ അത്യാവശ്യമായ കാര്യമാണ്. ഒരു പ്രൊട്ടക്ഷൻ എന്ന് പറഞ്ഞിരിക്കുന്ന കാര്യവും അടുത്തൊരു പ്രധാനപ്പെട്ട എലമെൻ്റാണ്. എല്ലാം കൃത്യമായിട്ടുണ്ടായി ഒരു സെക്യൂരിറ്റിയും ഒരു പ്രൊട്ടക്ഷനും ഒക്കെ ഉണ്ടെങ്കിൽ മാത്രമേ അവിടെ സേഫ്റ്റി നമുക്ക് ഉറപ്പുവരുത്തുവാനായിട്ട് പറ്റുകയുള്ളൂ. അതും ഓക്കെ ആണെങ്കിൽ മാത്രമേ അടുത്ത ലെവലിലേക്ക് കടക്കുകയുള്ളൂ. ബിലോങ്നെസ് ആൻഡ് ലവ് നീഡ്സ്. ഏതൊരു മനുഷ്യനാണ് സ്നേഹബന്ധങ്ങൾ ഇഷ്ടപ്പെടാത്തത്? ഏതൊരു വ്യക്തിക്കും സ്നേഹം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണല്ലോ. ഇഷ്ടപ്പെടാനല്ലേ എല്ലാവരും ആഗ്രഹിക്കുകയുള്ളൂ. എല്ലാവർക്കും ഇഷ്ടപ്പെടാനാണ്, എല്ലാവരും തങ്ങളെ ഇഷ്ടപ്പെടണമെന്നും സ്നേഹിക്കണമെന്നുമാണ് എല്ലാവരും ആഗ്രഹം. അപ്പോൾ ആ ഒരു സ്നേഹമാണ് ഇവിടെ അദ്ദേഹം ഈ ബിലോങ്നെസ് അല്ലെങ്കിൽ ലവ് നീഡ്സ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഒരു സോഷ്യൽ കണക്ഷൻ ഉണ്ടായിരിക്കണം, ഒരു പരസ്പരം ഒരു അഫെക്ഷൻസ് ഉണ്ടായിരിക്കണം എന്നുള്ളതാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. പിന്നെ ഉള്ളത് എസ്റ്റീം നീഡ്സ് ആണ്. എസ്റ്റീം നീഡ്സ് എന്ന് പറയുമ്പോഴത്തേക്ക് റെസ്പെക്റ്റ്, പരസ്പരം ഒരു ബഹുമാനം ആവശ്യമായിട്ടുണ്ട്.
ഒരു റെക്കഗ്നീഷൻ നമ്മളൊന്നും കൂടെ ഒന്ന് റെക്കഗ്നൈസ് ചെയ്യുവാനായിട്ട് ശ്രമിക്കുക. നമ്മളെ എല്ലാവരും ഒന്ന് അംഗീകരിക്കുക എന്നുള്ളത് ഏതൊരു വ്യക്തിയെ പോലെയും എല്ലാവരും ആഗ്രഹിക്കുന്നതാണ്. സോ ദാറ്റ് ഈസ് ഓൾ അബൌട്ട് ദി എസ്റ്റീം നീഡ്സ്. ഏറ്റവും ഈ ഒരു എസ്റ്റീം നീഡ്സ് കഴിഞ്ഞാൽ പിന്നെ അടുത്ത നീഡെന്ന് പറഞ്ഞിരിക്കുന്നത് സെൽഫ് ആക്ച്വലൈസേഷൻ നീഡാണ്. അതായത് ഇനി ഇതിനപ്പുറത്തേക്ക് അദ്ദേഹത്തിന് വേറെ ആഗ്രഹങ്ങളൊന്നുമില്ല. ഒരു വ്യക്തിയെ സംബന്ധിച്ച് അവൻ്റെ ഏറ്റവും അവസാനത്തെ ആഗ്രഹം എന്ന് പറഞ്ഞിരിക്കുന്നത് സെൽഫ് ആക്ച്വലൈസേഷൻ നീഡിലേക്കാണ്. ഇത് ചിലപ്പോൾ എക്സാമിന് ചോദിക്കാനുള്ള സാധ്യതയുണ്ട്. നമുക്ക് കളയാനായിട്ട് കഴിയുകയില്ല. ഇത് അത്യാവശ്യം റിലവൻ്റ് ആയിട്ടുള്ളൊരു കാര്യം തന്നെയാണ്. ചിലപ്പോൾ പരീക്ഷയ്ക്ക് ചോദിക്കാൻ സാധ്യതയുള്ള ഒരു പാഠഭാഗം തന്നെയാണ് ഈ ഒരു ഭാഗം. ഓർഡറിലാക്കാനായിട്ടായിരിക്കും പരീക്ഷയ്ക്ക് ക്വസ്റ്റ്യൻ വരാനായിട്ടുള്ള സാധ്യത ഉള്ളത്. അപ്പം ഈ ഒരു ഹൈറാർക്കി ഓഫ് നീഡ് നിങ്ങൾ കൃത്യമായിട്ട് ഓർത്ത് വെക്കണം. ഒന്ന് ഫിസിയോളജിക്കൽ നീഡുണ്ട്, രണ്ടാമതായിട്ട് സേഫ്റ്റി, മൂന്നാമതായിട്ട് ബിലോങ്നെസ്സിൻ്റെ ലവ് നീഡ്സ് ആൻഡ് എസ്റ്റീം നീഡ്സ്, ഏറ്റവും അവസാനമായിട്ട് സെൽഫ് ആക്ച്വലൈസേഷൻ നീഡാണ്. അപ്പോൾ ഈ 3 ലെവൽസ് ഓഫ് നീഡ്സും കൃത്യമായിട്ടും 5 ലെവൽ ഓഫ് നീഡ്സ് ഉണ്ട്, അത് കൃത്യമായിട്ടും പഠിക്കുക. അപ്പോൾ നമ്മൾ ഇവിടെ തന്നെ 2 കാര്യങ്ങളാണ് നമ്മൾ നോക്കിയിട്ടുണ്ടായിരുന്നത്. ഹ്യൂമൻ റിലേഷനുമായിട്ട് ബന്ധപ്പെട്ട് 2 വ്യക്തികളെ പറ്റി നമ്മൾ പഠിച്ചു. ഒന്നാമതായിട്ട് എൽട്ടൺ മായോയെ പറ്റി നമ്മൾ കൃത്യമായിട്ടും പഠിച്ചു. പിന്നീട് നമ്മൾ അതിനുശേഷം പഠിച്ചിട്ടുണ്ടായിരുന്നത് എബ്രഹാം മാസ്ലോയെ പറ്റിയിട്ടാണ്. എൽട്ടൺ മായോയെ പറ്റി നമ്മൾ നോക്കുകയുണ്ടായി. പിന്നീട് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നത് എബ്രഹാം മാസ്ലോയെ പറ്റി പഠിച്ചു. അദ്ദേഹത്തിൻ്റെ ഫേമസ് ആയ നീഡ് ഹൈറാർക്കി തിയറിയും നോക്കി. നമുക്ക് ഇന്ന് പഠിച്ചിട്ടുള്ള പാഠഭാഗങ്ങളെ അടിസ്ഥാനമാക്കി ചില MCQs ഒന്ന് നോക്കാം. അത് കറക്റ്റാണോ, നമുക്ക് പഠിച്ച കാര്യങ്ങളെല്ലാം കൃത്യമായിട്ട് ഓർമ്മയിലുണ്ടോ, നമുക്കൊന്ന് കൃത്യമായിട്ടൊന്ന് ടെസ്റ്റ് ചെയ്യാനായിട്ട് നോക്കാം. നമുക്ക് ചില MCQs ഒന്ന് നമുക്ക് നോക്കാം. നിങ്ങൾ സ്വന്തമായിട്ട് ഉത്തരം കണ്ടുപിടിക്കാനായിട്ട് ട്രൈ ചെയ്ത് നോക്കാം. ഉത്തരം തെറ്റിയാലും വലിയ കുഴപ്പമൊന്നുമില്ല, കാരണം ഇനി ആവർത്തിക്കാതിരുന്നാൽ മാത്രം മതി. അപ്പം ഇതും നമ്മൾ ഇന്ന് പഠിച്ച ടോപ്പിക്കിനെ അടിസ്ഥാനമാക്കിക്കൊണ്ട് ചില MCQs നമുക്ക് നോക്കാം. ചിലതൊക്കെ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്തായിരിക്കും, ചിലതൊക്കെ എക്സ്ട്രാ പോയിന്റുകളായിട്ട് വരുന്നതായിരിക്കും. അത് കൃത്യമായിട്ട് പഠിച്ച് കണ്ടിന്യൂ ചെയ്ത് പോവുക എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് ഇന്നത്തെ ചില MCQs ഒന്ന് ഡിസ്കസ് ചെയ്യാം, നോക്കാം എന്തൊക്കെയാണെന്ന്. സോ ആദ്യത്തെ ക്വസ്റ്റ്യൻ ഇതാണ്: Which management school introduced the concept of bounded rationality to challenge the classical economic model of decision making? ഓക്കെ, നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ടെന്ന് കരുതുന്നു. സോ ഇതാണ് വിച്ച് മാനേജ്മെൻറ്റ് സ്കൂൾ ഇൻട്രൊഡ്യൂസ് ദ കോൺസെപ്റ്റ് ഓഫ് ബൗണ്ടഡ് റാഷണാലിറ്റി. ബൗണ്ടഡ് റാഷണാലിറ്റി എന്ന് പറഞ്ഞിരിക്കുന്ന കോൺസെപ്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത് ഏത് മാനേജ്മെൻറ്റ് സ്കൂളാണ് എന്നുള്ളതാണ് ചോദ്യം. നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഇത് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല, എന്നാലും ഒന്ന് ഉത്തരം കണ്ടെത്താനായിട്ട് ട്രൈ ചെയ്ത് നോക്കുക. കാരണം പുതിയൊരു കാര്യം കിട്ടുമ്പോൾ അതൊരു എക്സ്ട്രാ നോളജ് ആണല്ലോ. ഒന്ന് സയൻറ്റിഫിക് മാനേജ്മെൻ്റ് ഉണ്ട്, ഹ്യൂമൻ റിലേഷൻസ് മാനേജ്മെൻ്റ് ഉണ്ട്, അതേപോലെ ബിഹേവിയറൽ സയൻസ് ഉണ്ട്, അഡ്മിനിസ്ട്രേറ്റീവ് മാനേജ്മെൻ്റ് ഉണ്ട്. നമ്മൾ ഇന്നത് ഡിസ്കസ് ചെയ്തിട്ടില്ല എന്ന് പറയുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഉത്തരം കണ്ടെത്തുവാനായിട്ട് കഴിഞ്ഞിട്ടുണ്ടെന്ന് ഞാൻ കരുതുകയാണ്. ഏതായിരിക്കാം ഇതിൻ്റെ ശരിയായിട്ടുള്ള ഉത്തരം? നിങ്ങൾക്ക് വീഡിയോ പോസ്റ്റ് ചെയ്യാം, ജസ്റ്റ് ഉത്തരം ഒന്ന് കണ്ടെത്താനായിട്ട് നോക്കാം. ഓക്കെ, ഐ തിങ്ക് നിങ്ങൾ ഉത്തരം കണ്ടെത്തിയിട്ടുണ്ടെന്ന് കരുതുകയാണ്. ഇതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് ബിഹേവിയറൽ സയൻസ് ആണ് കേട്ടോ. ആൻസർ എന്ന് പറയുന്നത് ഏതാണ്? ബിഹേവിയറൽ സയൻസ് അപ്രോച്ചാണ്. സോ ഫസ്റ്റ് ഓഫ് ഓൾ, വാട്ട് യു മീൻ ബൈ ബൗണ്ടഡ് റാഷണാലിറ്റി എന്ന് പറയുന്നത്, നമ്മൾ എത്രത്തോളം യുക്തിപരമായിട്ട് തീരുമാനമെടുക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാലും, എത്രത്തോളം നമ്മൾ സയൻറ്റിഫിക്കായിട്ട് തീരുമാനമെടുക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാലും 100% സയൻറ്റിഫിക്കായിട്ടും 100% കൃത്യതയോടു കൂടി നമുക്ക് ഒരിക്കലും എന്ത് ചെയ്യാനായിട്ട് പറ്റുകയില്ല, നമുക്കൊരു ഡിസിഷൻ എടുക്കാൻ സാധിക്കുകയില്ല. എപ്പോഴും നമ്മളെടുക്കുന്ന തീരുമാനങ്ങളിൽ എവിടെയെങ്കിലുമൊക്കെ ചില വീഴ്ചകൾ സംഭവിച്ചേക്കാം. നമ്മുടെ യുക്തിപരമായിട്ടുള്ള ചിന്തകളെന്ന് പറയുന്നത് നമ്മുടെ എൻവയോൺമെൻറ്റിനെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ട് മാത്രമായിരിക്കും ഉണ്ടായിരിക്കുക. എൻവയോൺമെൻറ്റിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾക്കനുസൃതമായിട്ടാണ് നമ്മുടെ ഈ തീരുമാനമെടുക്കുന്ന ആ ഒരു റാഷണാലിറ്റി എന്ന് പറയുന്നത് മാറിക്കൊണ്ടേയിരിക്കുന്നത്. അതുകൊണ്ട് 100% യുക്തിപരമായ തീരുമാനം നമുക്ക് ഒരിക്കലും എടുക്കുവാൻ കഴിയുകയില്ല എന്നുള്ളതാണ് ബൗണ്ടഡ് റാഷണാലിറ്റി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ബിഹേവിയറൽ സയൻസുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന ഒരു കാര്യമാണ്. ബിഹേവിയറൽ സയൻസ് എന്ന് പറയുമ്പോഴത്തേക്ക് മനുഷ്യൻ്റെ ബിഹേവിയേഴ്സിനെ അടിസ്ഥാനമാക്കിക്കൊണ്ടാണ് ഈ ഒരു സ്കൂൾ ഡെവലപ്പ് ചെയ്ത് വന്നിട്ടുണ്ടായിരുന്നത്. ബിഹേവിയറൽ സയൻസ് തിയറി എന്ന് പറയുന്നത് മനുഷ്യൻ്റെ ബിഹേവിയേഴ്സിനെ അടിസ്ഥാനമാക്കിയിട്ട് വന്നിട്ടുണ്ടായിരുന്നൊരു തിയറിയാണ്. എങ്കിൽ നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. അടുത്ത ചോദ്യം ഇതാണ്: വിച്ച് ഓഫ് ദ ഫോളോയിങ് റെപ്രസെൻറ്റ് എ കീ ക്രിറ്റിസിസം ഓഫ് വെബേഴ്സ് ബ്യൂറോക്രാറ്റിക് മോഡൽ? വെബേഴ്സിൻ്റെ ബ്യൂറോക്രാറ്റിക് മോഡലുമായിട്ട് ബന്ധപ്പെട്ട് ചില ക്രിറ്റിസിസംസ് ഒക്കെ ഉണ്ട്. അറിയാമല്ലോ, ബ്യൂറോക്രാറ്റിക് മോഡൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈസി ആയിട്ട് ക്രിറ്റിസിസം ഏതാണെന്ന് മനസ്സിലാക്കി എടുക്കാനേ പറ്റുകയുള്ളൂ. നമുക്ക് നോക്കാം എന്താണ് അതിൻ്റെ ഓപ്ഷൻസ് എന്നുള്ളത്. ഒന്ന്, ഓവർ എംബസൈസ് ഓൺ ഫ്ലെക്സിബിലിറ്റിയാണ്. അവർ ഫ്ലെക്സിബിലിറ്റിക്ക് കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നുണ്ട്. എക്സസീവ് ഡിപ്പെൻഡൻസ് ഓൺ ഇൻഡിവിജ്വൽ ലീഡർഷിപ്പ്, ഇൻഡിവിജ്വൽ ആയിട്ടുള്ള ലീഡർഷിപ്പിന് എക്സസീവായിട്ട് അമിത പ്രാധാന്യം കൊടുക്കുന്നു. ഇന്നബിലിറ്റി ടു അഡാപ്റ്റ് ടു ചേഞ്ചിങ് എൻവയോൺമെൻറ്റ്, നമ്മുടെ
ഉണ്ടാകുമ്പോൾ അതിന് അനുസരിച്ച് കൊണ്ട് മാറ്റങ്ങൾ ഉൾപ്പെടുത്തുവാനായിട്ട് അവർക്ക് സാധിക്കുന്നില്ല. ഓവർ റിലയൻസ് ഓൺ ഹ്യൂമൻ റിലേഷനുമായിട്ട് ബന്ധപ്പെട്ട് നോക്കുമ്പോഴത്തേക്ക് ആവശ്യത്തിന് അധികമായിട്ടൊരു റിലയൻസിലേക്ക് പോവുകയാണ്. ഇതിലേതാണ് വെബേഴ്സിൻ്റെ ബ്യൂറോക്രാറ്റിക് മോഡലിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ക്രിറ്റിസിസം എന്നുള്ളതാണ് ചോദ്യം. ആൻസറിലേക്ക് വരാം. ഇൻഎബിലിറ്റി ടു അഡാപ്റ്റ് ചേഞ്ചിങ് എൻവയോൺമെൻറ്റ് എന്നുള്ളതാണ് ഇതിലെ പ്രധാനമായിട്ടുമുള്ള കാര്യം. കാരണം എക്സസീവ് ഡിപ്പെൻഡൻസി നമുക്ക് ഓരോന്നും നോക്കാം. ഓവർ എംഫസൈസ് ഓൺ ഇൻഡിവിജ്വൽ ഫ്ലെക്സിബിലിറ്റി ഒന്നും ഒരിക്കലും വരില്ല. പിന്നെ ഹ്യൂമൻ റിലേഷന് പോയിട്ട് ഹ്യൂമന് പോലും ഒരു വലിയ പ്രാധാന്യം കൊടുക്കുന്നതായിട്ട് നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റുകയില്ല. അതുകൊണ്ട് ആ ഒരു രീതിയിൽ നമുക്ക് ഉത്തരം പറയാനായിട്ട് പറ്റുകയില്ല. പിന്നീട് ഇന്നബിലിറ്റി ടു അഡാപ്റ്റ്, കാരണം ഭയങ്കര റിജിഡ് ആണല്ലോ ഒരു സ്ട്രക്ചർ എന്ന് പറയുന്നത്. ഒരു തരത്തിലും ഒരു ഫ്ലെക്സിബിലിറ്റി ഇല്ലാത്ത അങ്ങേറ്റം റിജിഡ് ആയിട്ടുള്ള ഒരു സ്ട്രക്ചർ ആയതുകൊണ്ട് തന്നെ സ്വാഭാവികമായിട്ട് അത് തന്നെയാണ് ഇതിൻ്റെ ശരിയായിട്ടുള്ള ഉത്തരം എന്ന് പറയുന്നത്. ഇന്നബിലിറ്റി ടു അഡാപ്റ്റ് ചേഞ്ചിങ് എൻവയോൺമെൻറ്റ്. അങ്ങനെയാണ് നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് കിടക്കാം. നിങ്ങൾ ഓരോ ചോദ്യവും കഴിയുമ്പോഴത്തേക്കും ഒന്ന് വീഡിയോ പോസ്റ്റ് ചെയ്തിട്ട് ഉത്തരം സ്വയം കണ്ടെത്താൻ പറ്റി അതിനുശേഷം മാത്രം ആൻസറിലേക്ക് വന്നാൽ മതി കേട്ടോ. അടുത്ത ചോദ്യം ഇതാണ്. ഇൻ ടൈലേഴ്സ് സയൻറ്റിഫിക് മാനേജ്മെൻറ്റ്, ടൈലേഴ്സിൻ്റെ സയൻറ്റിഫിക് മാനേജ്മെൻറ്റുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് ചോദ്യം. വിച്ച് പ്രിൻസിപ്പൾ ഫോക്കസ് ഓൺ സെലക്ടിങ് ആൻഡ് ട്രെയിനിങ് വർക്കേഴ്സ് ടു അച്ചീവ് മാക്സിമം എഫിഷ്യൻസി? ടൈലേഴ്സിൻ്റെ സയൻറ്റിഫിക് മാനേജ്മെൻറ്റുമായിട്ട് ബന്ധപ്പെട്ട് പറയുന്ന കാര്യമാണ് നമ്മൾ എംപ്ലോയീസിനെ സെലക്ട് ചെയ്യുന്നതുമായിട്ട് ട്രെയിൻ ചെയ്യുന്നതുമായിട്ട് ബന്ധപ്പെട്ടാണ് ഒരു മാക്സിമം എഫിഷ്യൻസിയിലേക്ക് എത്തണമെങ്കിൽ ഏത് പ്രിൻസിപ്പിളാണ് എന്നുള്ളതാണ്. മാക്സിമം എഫിഷ്യൻസിയുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന പ്രിൻസിപ്പിൾ ഏത് എന്നുള്ളതാണ്. വളരെ ഈസിയാണ്, നമുക്ക് ഉത്തരം കണ്ടെത്താൻ പറ്റുന്നതേ ഉള്ളൂ. ഒന്ന് യൂണിറ്റി ഓഫ് ഡിറക്ഷനാണ്, പിന്നെ സയൻറ്റിഫിക് സെലക്ഷൻ ഓഫ് വർക്കേഴ്സ് ഉണ്ട്, അതോറിറ്റി ആൻഡ് റെസ്പോൺസിബിലിറ്റി ഉണ്ട്, സെൻട്രലൈസേഷൻ ഉണ്ട്. ഏതാണ് പ്രിൻസിപ്പിൾ എന്നുള്ളതാണ് ചോദ്യം. ഏതായിരിക്കാം പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത്? ഉത്തരം കണ്ടെത്താൻ ട്രൈ ചെയ്യുക. സയൻറ്റിഫിക് സെലക്ഷൻ എപ്പോഴും പറയുന്നതാണ് അല്ലേ, നമ്മൾ FW ടൈലറുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് എപ്പോഴും പറയുന്നൊരു കാര്യം തന്നെയാണ് സയൻറ്റിഫിക് സെലക്ഷൻ ഓഫ് വർക്കേഴ്സ്, അതുവഴിയായിട്ട് കൂടുതൽ ഡെവലപ്മെൻറ്റ് കൊണ്ടുവരാൻ ഇതിനെയാണ് അദ്ദേഹം കൂടുതലായിട്ടും ശ്രമിക്കാറുള്ളത്. സോ സയൻറ്റിഫിക് സെലക്ഷൻ ഓഫ് വർക്കേഴ്സ് തന്നെയാണ് ഇതിൻ്റെ ശരിയായിട്ടുള്ള ഉത്തരം. അടുത്ത ക്വസ്റ്റനിലേക്ക് നമുക്ക് കിടക്കാം. വിച്ച് മാനേജ്മെൻറ്റ് തിയറി ഈസ് ക്രിട്ടിസൈസ്ഡ്? ഇത് പഠിച്ചിട്ടുള്ളതാണ് അല്ലേ. ക്ലോസ്ഡ് സിസ്റ്റവുമായിട്ട് ബന്ധപ്പെട്ടൊരു ക്രിറ്റിസിസംസ് ഉള്ളത് ഏത് തിയറിക്കാണ്? ക്ലോസ്ഡ് ഓപ്പൺ അല്ല, ക്ലോസ്ഡ് ആണ് കേട്ടോ പറയുന്നത്. ക്ലോസ്ഡ് തിയറി. വിച്ച് മാനേജ്മെന്റ് തിയറി ഈസ് ക്രിട്ടിസൈസ്ഡ് ഫോർ ട്രീറ്റിംഗ് ഓർഗനൈസേഷൻ ആസ് എ ക്ലോസ്ഡ് സിസ്റ്റംസ് അപ്രോച്ച്, ബ്യൂറോക്രാറ്റിക് മാനേജ്മെന്റ്, കോണ്ടിജൻസി തിയറി, സയന്റിഫിക് മാനേജ്മെന്റ്. ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത് ക്ലോസ്ഡ് സിസ്റ്റവുമായിട്ട് ബന്ധപ്പെട്ട് വരുന്നത്. ഉത്തരം നമുക്ക് നോക്കാം. സയൻറ്റിഫിക് മാനേജ്മെൻ്റ് ആണ് കേട്ടോ ക്ലോസ്ഡ് സിസ്റ്റവുമായിട്ട് ബന്ധപ്പെട്ട് വരിക. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ബ്യൂറോക്രാറ്റിക് മാനേജ്മെൻറ്റും ക്ലോസ്ഡ് സിസ്റ്റമായിട്ട് നമുക്ക് കണക്ട് ചെയ്യാനായിട്ട് പറ്റുന്നത് തന്നെയാണ്. സിസ്റ്റം അപ്രോച്ച് എന്ന് പറയുന്നതും കണ്ടിജൻസി തിയറി ഓപ്പൺ സിസ്റ്റമാണ്. സയൻറ്റിഫിക് മാനേജ്മെൻറ്റ് പൂർണ്ണമായിട്ടും ക്ലോസ്ഡ് എന്ന് ബ്യൂറോക്രാറ്റിക് തിയറി എന്ന് പറയുമ്പോഴത്തേക്ക് പൂർണ്ണമായിട്ടും ക്ലോസ്ഡ് ആണെന്ന് പറയാൻ പറ്റുകയില്ല. എന്നാൽ അതേ സ്ഥാനത്ത് സയൻറ്റിഫിക് മാനേജ്മെൻറ്റ് പൂർണ്ണമായിട്ടും ക്ലോസ്ഡ് ആണ്. കാരണം ആദ്യത്തെ അപ്രോച്ചാണ്, ക്ലാസിക്കൽ തിയറിയിലെ ആദ്യത്തെ അപ്രോച്ചാണ്. സ്വാഭാവികമായിട്ട് വളരെ ക്ലോസ്ഡ് ആയിട്ടുള്ള അപ്രോച്ച് തന്നെയാണ് അവരവിടെ ഉണ്ടായിരുന്നത്, ഫോളോ ചെയ്ത് പോയിരുന്നത്. അടുത്ത ചോദ്യം നോക്കാം. ഹൗത്തോൺ എഫക്റ്റ് ഇറ്റ് ഈസ് ഡിസ്കവേർഡ് ഡ്യൂറിങ് ദ ഹൗത്തോൺ സ്റ്റഡീസ് വിച്ച് ഡിമൗണ്ട്. ഹൗത്തോൺ എഫക്റ്റിലൂടെ നമുക്ക് എന്ത് കാര്യമാണ് മനസ്സിലാക്കാൻ പറ്റിയത്? എക്കോണമിക് ഇൻസെൻറ്റീവ്സ് ആർ ദ മെയിൻ മോട്ടിവേറ്റേഴ്സ് ഓഫ് എംപ്ലോയീസിന് ഏറ്റവും പ്രധാനപ്പെട്ട മോട്ടിവേറ്റേഴ്സ് എന്ന് പറഞ്ഞിരിക്കുന്നത് എക്കണോമിക് ഇൻസെൻറ്റീവ്സ് ആണെന്ന് പറയുന്നു. എംപ്ലോയീസിൻ്റെ പെർഫോമൻസ് ബെറ്റർ വെൻ ദേ ആർ ബീങ് ഒബ്സർവ്ഡ്. അവർ ഒബ്സർവ് ചെയ്യുമ്പോഴാണ് എംപ്ലോയീസ് കൂടുതലായിട്ടും നന്നായിട്ട് പെർഫോം ചെയ്യുന്നു എന്ന് പറയുന്നു. ഫോർമൽ റൂൾസ് ആൻഡ് പ്രൊസീജിയേഴ്സ് ഇൻക്രീസസ്. ഒരു ഫോർമൽ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഉണ്ടെങ്കിൽ എഫിഷ്യൻസി കൂടുമെന്ന് പറയുന്നുണ്ട്. ഗ്രൂപ്പ് ഡിസിഷൻ മേക്കിംഗ് ആണ്, ഇൻഡിവിജ്വൽ ഡിസിഷൻ മേക്കിംഗ് ആണ് ബെറ്റർ എന്ന് പറയാം. അപ്പോൾ ഏതാണ് ഇതിലെ ഹൗത്തോൺ എഫക്ട്സ് എന്ന് പറയുന്നത് എന്നുള്ളതാണ് ചോദ്യം. ആൻസർ ഇതാണ്. എംപ്ലോയീസ് പെർഫോം ബെറ്റർ വെൻ ദേ ആർ ബീങ് ഒബ്സർവ്ഡ്. അവരെ ഒബ്സർവ് ചെയ്യും. ആ ഒരു എക്സ്പെരിമെൻറ്റിൽ തന്നെ അത് മനസ്സിലാക്കാനായിട്ട് പറ്റിയിട്ടുണ്ടായിരുന്നു. ഒരു എംപ്ലോയീസിന് നമ്മൾ കൃത്യമായിട്ടും ആളുകൾ ഒബ്സർവ് ചെയ്യുന്നുണ്ട്, സൂപ്പർവൈസർ അവരെ കൃത്യമായിട്ട് ഒബ്സർവ് ചെയ്യുന്നുണ്ട് എന്ന് മനസ്സിലാക്കുമ്പോഴാണ് അവർ കൂടുതലായിട്ടും ജോലികൾ ചെയ്യാനായിട്ട് ശ്രമിച്ചിട്ടുണ്ടായിരുന്നത് എന്നുള്ളതാണ് അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഫാക്ടർ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അതേസമയത്ത് തന്നെ ഗ്രൂപ്പ് ഡിസിഷൻ മേക്കിങ്ങിനും ഒക്കെ ഇമ്പോർട്ടൻസ് തീർച്ചയായിട്ടും ഉണ്ട് എങ്കിലും ഹോർത്തോൺ എഫക്റ്റ് എന്ന് പറയുമ്പോഴത്തേക്ക് ഇതായിരുന്നു അതിൻ്റെ ആൻസർ. അടുത്ത ചോദ്യം ഇതാണ്. കോണ്ടിജൻസി തിയറി. വളരെ സിമ്പിളായിട്ടുള്ള ചോദ്യമാണ് അല്ലേ. കോണ്ടിജൻസി തിയറിയുമായിട്ട് ബന്ധപ്പെട്ട വളരെ സിമ്പിൾ ചോദ്യമാണിത്. ഓൾ മാനേജ്മെൻറ്റ് ഓർഗനൈസേഷൻസ് ക്യാൻ ബി മാനേജ്ഡ് എഫക്റ്റീവ്ലി യൂസിങ് ദ സെയിം ടെക്നിക്സ്. Management's techniques depend on the situation. Workers' productivity is primarily influenced by the social factors.
ഹയറാർക്കിക്കൽ സ്ട്രക്ചർ ഈസ് എസെൻഷ്യൽ ഫോർ ദി ഓർഗനൈസേഷൻ സക്സസ്. വളരെ സിമ്പിളാണ്. എനിക്കറിയാം നിങ്ങൾ പെട്ടെന്ന് ഉത്തരത്തിലേക്ക് എത്തിച്ചേർന്നിട്ടുണ്ടായിരിക്കുമെന്ന്. മാനേജ്മെൻറ്റ് ടെക്നിക്സ് ഡിപ്പെൻഡ് ഓൺ ദി സിറ്റുവേഷൻ, അല്ലേ? ഡിപ്പെൻഡ് ഓൺ ദി സിറ്റുവേഷൻസ് ആണ് നമുക്ക് എന്ന് പറയുന്ന കണ്ടിജൻസി തിയറി എന്ന് പറയുന്നത്. ഒരു മാനേജ്മെൻറ്റിനെയും നമ്മൾ അവരവരുടെ സാഹചര്യങ്ങൾക്കനുസരിച്ച് കൊണ്ട് ടെക്നിക്കുകളും മറ്റും കൊണ്ടുവരിക എന്നുള്ളതാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അല്ലാതെ പൂർണ്ണമായിട്ടും ഇന്ന രീതിയിൽ തന്നെ നമുക്ക് ഫോക്കസ് ചെയ്തേ പറ്റൂ എന്നുള്ളതല്ല. പകരം ഓരോ മാനേജ്മെൻറ്റും അവരവരുടെ സാഹചര്യങ്ങൾ ഓരോ സിറ്റുവേഷൻ വരുന്നതനുസരിച്ച് കൊണ്ട് അതനുസരിച്ച് കൊണ്ട് ഡിസിഷൻ എടുക്കാനായിട്ട് ശ്രമിക്കുക. അടുത്ത ചോദ്യം ഇതാണ്, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇസ് എ കീ ഫീച്ചർ ഓഫ് ദി ബിഹേവിയറൽ സയൻസ് അപ്രോച്ച്. ബിഹേവിയറൽ സയൻസ് അപ്രോച്ചിൻ്റെ കീ ഫീച്ചർ ഏത് എന്നുള്ളതാണ് ചോദ്യം. നമ്മൾ അധികം പഠിച്ചിട്ടില്ല, എന്നാലും ബിഹേവിയേഴ്സുമായിട്ട് കണക്ട് ചെയ്ത് നിങ്ങൾക്ക് ചിന്തിക്കാവുന്നതേ ഉള്ളൂ. എംബസൈസ് ഓൺ റൂൾസ് ആൻഡ് സ്റ്റാൻഡർഡൈസേഷൻ, a focus on social and psychological aspect of human behavior, importance of financial incentives and centralization of decision making authority. ഏതായിരിക്കാം ശരിയായിട്ടുള്ള ഉത്തരം എന്ന് പറയുന്നത്? അറിയാമല്ലോ, ബിഹേവിയർ എന്ന് പറയുമ്പോൾ നമുക്ക് ഊഹിക്കാവുന്നേ ഉള്ളൂ ഏതിന് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ട്. ഹ്യൂമൻ ബിഹേവിയറിന് തീർച്ചയായിട്ടും ഇമ്പോർട്ടൻസ് കൊടുക്കുന്നതാണ് ഹ്യൂമൻ ബിഹേവിയറൽ അപ്രോച്ച് എന്ന് പറയുക. സോ ഇവർ കൂടുതലായിട്ടും ഹ്യൂമൻ ബിഹേവിയറിന് ഇമ്പോർട്ടൻസ് ആണ് കൊടുക്കുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ ആണ് ഹെൻറി ഫയോളിൻ്റെ വളരെ ഫേമസ് ആയിട്ടുള്ള എസ്പിരിറ്റ് ഡി ക്രോപ്സ്. ഇത് ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു നിങ്ങൾക്ക് ക്ലാസ്സിൽ. എന്തിനാണ് ഇവർ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് എന്നുള്ളതാണ്. ഒന്ന്, എംപ്ലോയീസ് ഇൻഡിവിജ്വാലിറ്റിക്കാണോ, അതോ വർക്കുകൾ മറ്റും ഡിവൈഡ് ചെയ്യുന്നതിനാണോ, അതോ ഗ്രൂപ്പുകൾക്കുള്ളിലുള്ളൊരു ഹാർമണിക്കാണോ, അതോ ഒരു സ്ട്രിക്റ്റ് കൺട്രോൾ മെക്കാനിസത്തിനാണോ ഇവർ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് എന്നുള്ളതാണ് ചോദ്യം. നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ട് ഉത്തരത്തിലേക്ക് എത്തിച്ചേരാവുന്നതേ ഉള്ളൂ. ഏതാണ് ഉത്തരം? ഗ്രൂപ്പ് ഹാർമണി. നമ്മുടെ ക്ലാസ് എടുക്കുന്ന സമയത്ത് ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്ന കാര്യമാണ്. ഗ്രൂപ്പ് ഹാർമണി തന്നെയാണ്. ഒരു ഗ്രൂപ്പ് ഹാർമണി തീർച്ചയായിട്ടും ആവശ്യമാണ്. ആ ഓർഗനൈസേഷനിടയിൽ തന്നെ ഒരു യൂണിറ്റിയും തീർച്ചയായിട്ടും ഉണ്ടാക്കണം. ഒരു ഗ്രൂപ്പ് ഹാർമണി ആൻഡ് യൂണിറ്റി ഡെഫിനറ്റ് ആയിട്ടും ഓർഗനൈസേഷൻ്റെ പാർട്ടായിട്ട് തന്നെ ഉള്ളതാണ്. സോ ആ ഒരു ഉത്തരമാണ് നമുക്കിവിടെ കാണുവാനായിട്ട് പറ്റുന്നത്. അടുത്തൊരു ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് കിടക്കാം. അടുത്ത ചോദ്യം ഇതാണ്, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് എ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് വെബേഴ്സ് ഐഡിയൽ ബ്യൂറോക്രസി. ഒരു വെബേഴ്സിൻ്റെ ഐഡിയൽ ബ്യൂറോക്രസിയുമായിട്ട് ബന്ധപ്പെടാത്ത ഫാക്ടേഴ്സ് ഏത് എന്നുള്ളതാണ്. എന്താണ് നമുക്ക് നോക്കാം. ഒന്ന്, ഹൈറാർക്കിയൽ സ്ട്രക്ചർ. രണ്ട്, ക്ലിയർലി ഡിഫൈൻഡ് ജോബ് റോൾസ്. മൂന്ന്, എംബസൈസ് ഓൺ മെറിറ്റ് ബേസ്ഡ് അഡ്വാൻസ്മെൻറ്റ്. എംബസൈസ് ഓൺ ഇൻഫോർമൽ റിലേഷൻഷിപ്സ്. വെരി സിമ്പിൾ, നമുക്കറിയാവുന്ന ഉത്തരം തന്നെയാണ്. ഈസി ആയിട്ട് ഉത്തരത്തിലേക്ക് എത്തിച്ചേരുവാനായിട്ട് പറ്റും. ഉത്തരം ഏതാണ്? എംബസൈസ് ഓൺ ഇൻഫോർമൽ റിലേഷൻഷിപ്പ്. അവിടെ ബ്യൂറോക്രസിയിൽ ആരെങ്കിലും ഇൻഫോർമൽ റിലേഷൻ ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുണ്ടായിരുന്നോ? മാക്സ് വെബർ പറഞ്ഞിട്ടുണ്ടോ ഇമ്പോർട്ടൻസ് കൊടുക്കാനായിട്ട്? ഇല്ല, അവിടെ എപ്പോഴും ഫോമൽ റിലേഷൻഷിപ്സിനാണ് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. സ്വാഭാവികമായിട്ട് ഇത് തന്നെയാണ് ഇതിൻ്റെ ശരിയായിട്ടുള്ള ആൻസർ. എംബസൈസ് ഓൺ ഇൻഫോർമൽ റിലേഷൻഷിപ്പ് ആണ് ശരിയായിട്ടുള്ള ഉത്തരം. അടുത്തൊരു ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് കിടക്കാം. ദ സിസ്റ്റം അപ്രോച്ച് വ്യൂസ് ആൻ ഓർഗനൈസേഷൻ ആസ്. ഒരു സിസ്റ്റം അപ്രോച്ച് നമ്മൾ പഠിച്ചതാണ്. എങ്ങനെയാണ് ഓർഗനൈസേഷനെ കണക്കാക്കുന്നുള്ളതാണ് ചോദ്യം. എ സീരീസ് ഓഫ് ഇൻഡിപെൻഡൻറ്റ് യൂണിറ്റ്, സോഷ്യൽ സിസ്റ്റം ഫോക്കസ് ഓൺ ഇൻഡിവിജ്വൽ നീഡ്, ആൻഡ് ഓപ്പൺ സിസ്റ്റം ഇൻട്രാക്ടിങ് വിത്ത് ഇറ്റ്സ് എൻവയോൺമെൻറ്റ്, എ സ്ട്രക്ചർ ഡ്രിവൺ പ്രൈമർലി ബൈ ഫൈനാൻഷ്യൽ ഔട്ട്കംസ്. ഏതായിരിക്കാം ശരിയായിട്ടുള്ള ഉത്തരം? ഓപ്പൺ സിസ്റ്റം. അത് വളരെ വ്യക്തമായിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നതാണ്. എപ്പോഴും സിസ്റ്റം അപ്രോച്ചിൽ ഓപ്പൺ സിസ്റ്റത്തിനാണ് പ്രാധാന്യം കൊടുക്കുക. ഒരിക്കലും ക്ലോസ് സിസ്റ്റത്തിലേക്ക് അവർ പോവുകയില്ല. ഓപ്പൺ സിസ്റ്റത്തിനാണ് അവർ കൃത്യമായിട്ടും ഒരു പ്രാധാന്യം കൊടുക്കുന്നത്. ഓപ്പൺ സിസ്റ്റമാണ് ഉള്ളത്. എങ്കിലേ പുറത്തുനിന്നുള്ള കാര്യങ്ങൾ നമുക്ക് അക്സെപ്റ്റ് ചെയ്യുവാനായിട്ട് പറ്റുകയുള്ളൂ. അടുത്തൊരു ചോദ്യം നമുക്ക് നോക്കാം. ഹെർബർട്ട് സൈമൺ നമ്മൾ പഠിച്ചിട്ടില്ല. ഒരു സ്പെഷ്യൽ ക്വസ്റ്റ്യൻ ആണ്, എക്സാമിന് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണിത്. ഹിസ് വർക്ക് ഇൻ ഡിസിഷൻ മേക്കിംഗ് തിയറി ക്രിട്ടിസൈസ് ട്രഡീഷണൽ എക്കണോമിക് തിയറി ക്രിട്ടിസൈസ് ചെയ്ത വ്യക്തിയാണ് ഹെർബർട്ട് സൈമൺ എന്ന് പറയുന്ന വ്യക്തി. അപ്പോൾ എന്തുകൊണ്ടാണ് ഇദ്ദേഹം ഈ പറഞ്ഞിരിക്കുന്ന ട്രഡീഷണൽ എക്കണോമിക് തിയറി ക്രിട്ടിസൈസ് ചെയ്തിട്ടുണ്ടായിരുന്നത്? കംപ്ലീറ്റ് ആൻഡ് പെർഫെക്റ്റ് ഇൻഫർമേഷൻ്റെ പേരിലോ, ഫ്ലെക്സിബിൾ ഓർഗനൈസേഷണൽ സ്ട്രക്ചർ, ബ്യൂറോക്രാറ്റിക് ഇൻഎഫിഷ്യൻസി, ഹ്യൂമൻ ഇറാഷണാലിറ്റി ഇൻ ഡിസിഷൻ മേക്കിംഗ്. കംപ്ലീറ്റ് ആൻഡ് പെർഫെക്റ്റ് ഇൻഫർമേഷൻസ് എന്ന രീതിയിലാണ് ട്രഡീഷണൽ എക്കണോമിക് ഇതിൽ, അതായത് അവർ അസ്യൂം ചെയ്യുന്ന ട്രഡീഷണൽ എക്കണോമിക് തിയറീസ് അസ്യൂം ചെയ്യുന്നത് 100% കംപ്ലീറ്റും പെർഫെക്റ്റുമായിട്ടുള്ള ഇൻഫർമേഷൻ ആണെന്നാണ് പറയുന്നത്. അതെവിടെയാണ് നമുക്ക് റിയാലിറ്റിയിൽ ശരിയായി വരിക? അതുകൊണ്ടാണ് അദ്ദേഹം ഇത് കൃത്യമായിട്ടും അതിനെ ക്രിട്ടിസൈസ് ചെയ്തത്. അടുത്ത ചോദ്യം ഇതാണ്, ആരാണ് ഈ പറഞ്ഞ തിയറി എക്സ് ആൻഡ് തിയറി വൈ ഓഫ് മോട്ടിവേഷൻ കണ്ടുപിടിച്ചത്? നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ അത് വെച്ചുകൊണ്ട് നിങ്ങൾക്ക് ഉത്തരത്തിലേക്ക് എത്തിച്ചേരാവുന്നതേ ഉള്ളൂ. ആരാണ് ഈ പറഞ്ഞ തിയറി ഓഫ് എക്സ് ആൻഡ് തിയറി ഓഫ് വൈ കണ്ടുപിടിച്ചിട്ടുള്ളത്? ഫെഡറിക് ടൈലോ, എബ്രഹാം മാഷ്ലോസ്, ഡഗ്ലസ് മാക്ഗ്രിഗർ ആൻഡ് മാക്സ് വെബർ. ആരായിരിക്കാം? വളരെ സിമ്പിളല്ലേ. മാഗ്രിഗറിൻ്റെ തിയറിയാണ് കേട്ടോ, 2 ഫാക്ടേഴ്സ് തിയറി.
ആൻഡ് ടു ഫാക്ടേഴ്സ് തിയറി അല്ല, അത് മാഗ്ലിൻ്റെ തിയറി അല്ല. മാഗ്ലിൻ്റെ തിയറിയാണ് തിയറി ഓഫ് എക്സ് ആൻഡ് തിയറി വൈ. ഓക്കെ, തിയറി ഓഫ് എക്സ് ആൻഡ് തിയറി വൈ ആണ് ഡഗ്ലസ് മാഗ്രിഗർ കണ്ടുപിടിച്ചിട്ടുള്ളത്. അത് വെച്ചുകൊണ്ടാണ് നമ്മൾ ഈ പറഞ്ഞ കോൺസെപ്റ്റ് നമ്മൾ പിന്നീട് പഠിക്കും കേട്ടോ. നമുക്കതൊരു ചാപ്റ്ററായിട്ട് തന്നെ പഠിക്കാനുള്ള സമയത്ത് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് നോക്കാം. പിന്നീട് അടുത്തൊരു ചോദ്യം ഇതാണ്. അക്കോർഡിംഗ് ടു ഹെൻറി ഫൈവ്, സ്കാലാർ ചെയിൻ റഫേഴ്സ്, ഹെൻറി ഫൈവിൻ്റെ അഭിപ്രായത്തിൽ സ്കാലാർ ചെയിൻ എന്ന് പറഞ്ഞാൽ എന്താണ് എന്നുള്ളതാണ്. യൂസ് ഓഫ് ഫിനാൻഷ്യൽ ഇൻസെൻറ്റീവ്സ് ടു മോട്ടിവേറ്റ് എംപ്ലോയീസ്, ദ ലൈൻ ഓഫ് അതോറിറ്റി ഫ്രം ടോപ്പ് മാനേജ്മെൻറ്റ് ടു ദ ലോവസ്റ്റ് റാങ്ക്, the coordination of activities between departments, the importance of specialization in management. ഏതായിരിക്കാം ഹെൻറി ഫൈവിൻ്റെ അഭിപ്രായത്തിൽ സ്കാലാർ ചെയിൻ എന്ന് പറയുന്നത്? ലൈൻ ഓഫ് അതോറിറ്റി ആണല്ലേ. ഒരു ടോപ്പ് ലെവലിൽ നിന്നും മിഡിൽ ലെവലിൽ അടുത്ത ലെവലിലേക്ക് പിന്നെ അതിനുശേഷം മുകളിലേക്ക് മാത്രമേ പോവുകയുള്ളൂ. അല്ലാതെ ഒരു ട്രാൻസാക്ഷൻ നമുക്കിവിടെ കാണാനായിട്ട് പറ്റുകയില്ല. ഒരു ലൈൻ ഓഫ് അതോറിറ്റിയാണ് നമുക്ക് ഏതെന്ന് പറയാൻ പറ്റുക, സ്കാലാർ ചെയിൻ എന്ന് പറയുക. ടോപ്പ് ലെവലിൽ നിന്നും ഓരോ ലെവൽ കടന്നിട്ടാണ് നമുക്ക് എന്ത് കാണാനായിട്ട് സാധിക്കുക, ഈ സ്കാലാർ ചെയിൻ നമുക്ക് കാണുവാനായിട്ട് പറ്റുക. ഒരു ലൈൻ ഓഫ് അതോറിറ്റിയാണ്. ടോപ്പ് മാനേജ്മെൻറ്റ് മുതൽ ലോവസ്റ്റ് മാനേജർ വരെ നമുക്കൊരു ഓർഡറിലാണ് പോവുക. ഒരു ഓർഡർ നമുക്ക് കൃത്യമായിട്ടും കാണാനായിട്ട് പറ്റും. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് കിടക്കാം. ചോദ്യം ഇതാണ്. കരിസ്മാറ്റിക്, മാക്സ് വെബർ ഇൻട്രൊഡ്യൂസ് ദ കോൺസെപ്റ്റ് ഓഫ് കരിസ്മാറ്റിക് അതോറിറ്റി. അത് എന്തുമായിട്ടാണ് കോൺട്രാസ്റ്റ് ചെയ്തു വരുന്നത്? അത് മാക്സ് വെബറിനെയൊക്കെ കണക്ട് ചെയ്ത് നമ്മൾ ചിന്തിച്ചാൽ ഒരു പക്ഷേ നമുക്ക് ഉത്തരത്തിലേക്ക് എത്തിച്ചേരുവാൻ കഴിഞ്ഞേക്കും. സോ ലീഗൽ റാഷണൽ അതോറിറ്റി, ട്രഡീഷണൽ അതോറിറ്റി, ബ്യൂറോക്രാറ്റിക് അതോറിറ്റി, കൊയസീവ് അതോറിറ്റി, ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് നമുക്ക് കാണാനായിട്ട് മാക്സ് വെബറിൻ്റെ ഈ കരിസ്മാറ്റിക് അതോറിറ്റി കാണുവാനായിട്ട് സാധിക്കുന്നത്. ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ടായിരിക്കാം ലീഗൽ റാഷണൽ അതോറിറ്റിയുമായിട്ട് ബന്ധപ്പെട്ട കേട്ടോ. കരിസ്മാറ്റിക് എന്ന് കേൾക്കുമ്പോഴത്തേക്കും മാക്സ് വെബറിനെ കണക്ട് ചെയ്യുന്നുള്ള പെട്ടെന്ന് ബ്യൂറോക്രാറ്റിക്കിലേക്ക് പോകാൻ സാധ്യതയുണ്ട്. പക്ഷേ ലീഗൽ റാഷണൽ, അതായത് കരിസ്മ എന്ന് പറഞ്ഞാൽ തന്നെ ഒരു വ്യക്തിയുടെ കയ്യിലുണ്ടാകുന്ന അവരുടെ കഴിവാണ് കരിസ്മ എന്ന് പറയുക. അപ്പം അതിലെ കോൺട്രാസ്റ്റ് ചെയ്യുന്ന, ഇപ്പം ലീഗൽ റാഷണൽ അതോറിറ്റി എന്ന് പറയുന്നത് ഈ കരിസ്മാറ്റിക് അതോറിറ്റിയുമായിട്ട് കോൺട്രാസ്റ്റ് ചെയ്യുന്ന ഒരു കോൺസെപ്റ്റാണ് ലീഗൽ റാഷണൽ അതോറിറ്റി എന്ന് പറയുന്നത്. അപ്പം ലൈക്ക് റാഷണൽ ആയിട്ടുള്ള ഡിസിഷൻസും മറ്റുമൊക്കെ എടുക്കാൻ പറ്റുക എന്നുള്ളതാണ്. ഇപ്പോൾ കരിസ്മാറ്റിക് അതോറിറ്റി എന്ന് പറയുമ്പോഴത്തേക്ക് ഓർക്കേണ്ടത് ആരാലും നിയന്ത്രിക്കപ്പെടുകയോ ഭയപ്പെട്ടുകൊണ്ടൊന്നും ആയിരിക്കും അതിൽ ഇവിടെ കാര്യങ്ങൾ ഇവിടെ ചെയ്യുന്നത്. അവർക്ക് സ്വന്തമായിട്ട് ഡിസിഷൻ എടുക്കുമ്പോഴുള്ള എബിലിറ്റീസ് ഇവിടെ തീർച്ചയായിട്ടും ഉണ്ടായിരിക്കും. അതനുസരിച്ച് കൊണ്ടായിരിക്കും ഇവർ കാര്യങ്ങൾ ഡിസിഷൻസും മറ്റും എടുക്കുകയും ചെയ്യുക. അപ്പോൾ അങ്ങനെയുള്ള അതോറിറ്റി വിളിക്കുന്ന പേരാണ് കരിസ്മാറ്റിക് അതോറിറ്റി എന്ന് പറയുക. അടുത്ത ക്വസ്റ്റിനിലേക്ക് നമുക്ക് കടക്കാം. ഇത് ഒരുപാട് തവണ പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട്. ആരാണ് മാനേജ്മെൻ്റ് ഒബ്ജക്റ്റീവ്സ് എന്ന് പറഞ്ഞിരിക്കുന്ന ഐഡിയ കോൺട്രിബ്യൂട്ട് ചെയ്തിരിക്കുന്നത്? സോ ആരാണ് ഈ പറഞ്ഞിരിക്കുന്ന MBO എന്ന് പറഞ്ഞിരിക്കുന്ന കോൺസെപ്റ്റ് കോൺട്രിബ്യൂട്ട് ചെയ്തിരിക്കുന്നത്? പീറ്റർ ഡ്രക്കർ ആണോ, എൽട്ടൺ മായോ ആണോ, ചെസ്റ്റാർട്ട് ബെർണാർഡ് ആണോ, അതോ മേരി പാർക്കർ ഫോളറ്റ് ആണോ? ആരാണ് ചെയ്തിട്ടുള്ളത്? ആൻസറിലേക്ക് വരാം. ഇറ്റ്സ് വെരി സിമ്പിൾ, പീറ്റർ ഓഫ് ഡ്രക്കർ ആണ് കേട്ടോ. മാനേജ്മെൻ്റ് ഒബ്ജക്റ്റീവ്സ് പിന്നീട് നമ്മൾ അദ്ദേഹത്തെ പറ്റിയൊക്കെ പഠിക്കുന്ന സമയത്ത് ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ നോക്കും. ഹു ഈസ് പീറ്റർ ഓഫ് ഡ്രക്കർ, വാട്ട് യു മീൻ ബൈ മാനേജ്മെൻറ്റ് ഒബ്ജക്റ്റീവ്സ് എന്തായാലും നമുക്ക് മോട്ടിവേഷൻ എന്ന് പറഞ്ഞ ഭാഗത്ത് പഠിക്കാനായിട്ടുണ്ട്. ആ ഒരു സമയത്ത് നമുക്ക് കുറച്ചും കൂടെ കൃത്യമായിട്ടത് പഠിച്ചെടുക്കാം. അടുത്തൊരു ക്വസ്റ്റിനിലേക്ക് നമുക്ക് കടക്കാം. ദ തിയറി ദാറ്റ് വർക്കേഴ്സ് ആർ മോട്ടിവേറ്റഡ് പ്രൈമറിലി ബൈ സോഷ്യൽ നീഡ്സ് ആൻഡ് ദാറ്റ് ജോബ് സാറ്റിസ്ഫാക്ഷൻ ഇൻക്രീസസ് പ്രൊഡക്ടിവിറ്റി വാസ് ഫസ്റ്റ് ഇൻട്രൊഡ്യൂസ്ഡ് ബൈ ഹോം. അതായത് ഒരു പർട്ടിക്കുലർ തിയറിയെ പറ്റി പറയുന്നത് ഇങ്ങനെയാണ്. ഒരു ആളുകൾ ആദ്യമായിട്ട് അവർ മോട്ടിവേറ്റ് ചെയ്യപ്പെടുന്നത് അവരുടെ സോഷ്യൽ നീഡ്സ് കൊണ്ടായിരിക്കും എന്നും പിന്നീട് ആ ഒരു സോഷ്യൽ നീഡ്സ് അവർ അംഗീകരിക്കപ്പെടുകയാണ് എങ്കിൽ അത് അവരുടെ പ്രൊഡക്ടിവിറ്റി ഇമ്പ്രൂവ് ചെയ്യാൻ സഹായിക്കും എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആരാണ് ആ ഐഡിയ കോൺട്രിബ്യൂട്ട് ചെയ്തതെന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. എൽട്ടൺ മായോ, എബ്രഹാം മാഷ്ലോ, ചെസ്റ്റാർട്ട് ബെർണാർഡ് ആൻഡ് ഡഗ്ലസ് മാഗ്രിഗർ. ആരാണ് ഐഡിയ കോൺട്രിബ്യൂട്ട് ചെയ്തത്? അതിൻ്റെ ശരിയായിട്ടുള്ള ഉത്തരം നമുക്ക് നോക്കാം. അതിൻ്റെ ശരിയായിട്ടുള്ള ആൻസർ എൽട്ടൺ മായോയുടെ തിയറിയിലൂടെയാണ് ഹ്യൂമൻ. നമുക്ക് ഓൾറെഡി സോഷ്യൽ നീഡ് എന്നൊക്കെ കേൾക്കുമ്പോൾ തന്നെ നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ ആരായിരിക്കും ആ വ്യക്തി എന്നുള്ളത്. തീർച്ചയായും എൽട്ടൺ മായോ ആണ് അതിൻ്റെ ശരിയായിട്ടുള്ള ആൻസർ. അപ്പോൾ നമുക്ക് അടുത്ത ക്വസ്റ്റിനിലേക്ക് കടക്കാം. അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ്. എബ്രഹാം മാഷ്ലോസ് ഹൈറാർക്കി ഓഫ് നീഡ് ഈസ് യൂസ് ടു എക്സ്പ്ലെയിൻ. എബ്രഹാം മാഷ്ലോസിൻ്റെ ഹൈറാർക്കി ഓഫ് നീഡ്സ് അത് എന്തിനാണ് നമ്മളത് യൂസ് ചെയ്യുക, അല്ലെങ്കിൽ അതിൽ നമ്മൾ എന്താണ് പറഞ്ഞു വരുന്നത് എന്നുള്ളതാണ് ചോദ്യം. ഒന്ന്, ഫൈനാൻഷ്യൽ ഇൻസെൻറ്റീവ്സ് ആസ് ദ പ്രൈമറി മോട്ടിവേറ്റർ എന്ന് പറയുന്നത് ഫിനാൻഷ്യൽ ഇൻസെൻറ്റീവ്സ് ആയിരിക്കും എന്ന് പറയുകയാണ്. ദ സീക്വൻഷ്യൽ ഫുൾഫിൽമെൻറ്റ് ഓഫ് എംപ്ലോയി നീഡ്സ് ഫ്രം ദി ബേസിക്സ് ടു ദി സെൽഫ് ആക്ച്വലൈസേഷൻ. ഒരു വ്യക്തി ആദ്യമേ അവരുടേതായിട്ടൊരു ബേസിക് നീഡിൽ തുടങ്ങുന്നു, പിന്നീട് ഇമ്പ്രൂവായി ഇതിലേക്ക് പോവുകയാണ് ചെയ്യുന്നത്, സെൽഫ് ആക്ച്വലൈസേഷനിലേക്ക് പോവുകയാണ് ചെയ്യുന്നത്.
അടുത്തത് ഓർഗനൈസേഷണൽ ഗോൾസ് ആൻഡ് ഒബ്ജക്റ്റീവ്സ്. ഇപ്പോൾ ലാസ്റ്റ് പറയുന്നത് ഇമ്പാക്റ്റ് ഓഫ് ഓർഗനൈസേഷണൽ കൾച്ചർ ആൻഡ് എൻവയോൺമെൻറ്റ്. ഇതിലേതാണ് ഇതിൻ്റെ ശരിയായിട്ടുള്ള ഉത്തരം? ഏതാണ്? സീക്വൻഷ്യൽ ഫുൾഫിൽമെൻറ്റ്. നമുക്ക് പറഞ്ഞിട്ടുണ്ട് ഏറ്റവും ബേസ് ലെവലിൽ തുടങ്ങി നമ്മൾ ഏറ്റവും അവസാനം പഠിച്ചു നിർത്തിയത് അത് തന്നെയായിരുന്നു. ഫിസിയോളജിക്കൽ നീഡിൽ നിന്ന് പിന്നെ സേഫ്റ്റി പിന്നെ സെക്യൂരിറ്റി എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ആ ലെവലിലേക്കാണ് കാര്യങ്ങൾ പോയിക്കൊണ്ടേയിരിക്കുന്നത്. ഒരു സീക്വൻഷ്യൽ ഫുൾഫിൽമെൻ്റ് ആണ് നമുക്ക് ഡെഫിനറ്റ് ആയിട്ടും ആവശ്യമായിട്ടുള്ള കാര്യം. അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ്. ചെസ്റ്റാർഡ് ബെർണാർഡ്സ് തിയറി ഓഫ് അതോറിറ്റി, ചെസ്റ്റാർഡ് ബെർണാർഡിൻ്റെ തിയറി ഓഫ് അതോറിറ്റി എംബസൈസ് ചെയ്യുന്ന എന്തിനാണ്? Is a derived solely from organizational structure, exists only when subordinate accept it, is imposed from top-down authority, and is most effective in bureaucratic structure. ഇതിനാണ് exist only in subordinate accept it. ചെസ്റ്റർ ബെർണാർഡിൻ്റെ തിയറിയാണ്. ഇതിൽ അതോറിറ്റി എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മുടെ സബോർഡിനേറ്റ്സ് നമ്മളെ അംഗീകരിച്ചാൽ മാത്രമേ അവിടെ എന്തുണ്ടാവുകയുള്ളൂ, നമുക്ക് കൃത്യമായിട്ടും ഒരു അതോറിറ്റി അവിടെ ഉണ്ടായിരിക്കുകയുള്ളൂ എന്ന് അഭിപ്രായപ്പെടുകയാണ്? ചെസ്റ്റർ ബെർണാർഡ് അഭിപ്രായപ്പെടുകയാണ്. ചെസ്റ്റർ ബെർണാർഡിൻ്റെ അതോറിറ്റി തിയറിയാണ് കേട്ടോ പറയുന്നത്. അടുത്ത ചോദ്യത്തിലേക്ക് നമുക്ക് കിടക്കാം. അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ്. പീറ്റർ ട്രക്കറുമായിട്ട് ബന്ധപ്പെട്ട് വരുന്നൊരു കാര്യമാണ്. നോളജ് വർക്കർ കോൺസെപ്റ്റ്. നോളജ് മാനേജ്മെൻറ്റുമായിട്ട് നമ്മൾ പഠിച്ചു. പക്ഷേ ഇവിടെ നോളജ് വർക്കർ എന്ന് പറഞ്ഞൊരു കോൺസെപ്റ്റാണ് നമുക്ക് കാണാനായിട്ട് പറ്റുക. ഇത് എന്തിനെയാണ് ഹൈലൈറ്റ് ചെയ്യുന്നത്? ദ ഷിഫ്റ്റ് ഫ്രം മാനുവൽ ലേബർ ടു വർക്ക് ഇൻവോൾവിംഗ് ഹാൻഡ്ലിംഗ് ആൻഡ് ഇൻ്റർപ്രറ്റിംഗ് ഇൻഫർമേഷൻ, a focus on production line efficiency, the need for stronger management control over workers, the importance of external market conditions. ഏതിനാണ് ഇമ്പോർട്ടൻസ്? ഈ നോളജ് വർക്കറുമായിട്ട് കണക്ട് ചെയ്ത് കൊടുക്കുന്നത്. മാനുവൽ വർക്ക് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. നമ്മൾ കുറച്ചും കൂടെ കൂടുതലും നോളജ് എന്ന് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റാവുന്നതേ ഉള്ളൂ. നോളജ് എന്ന് പറയുമ്പോൾ ഇതുമായിട്ട് ഇമ്പോർട്ടൻസ് കൊടുക്കുകയാണ് ചെയ്യുന്നത്. നോളജ് എന്ന് പറയുമ്പോഴത്തേക്ക് കൂടുതലായിട്ടും നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ഇൻഫർമേഷൻ എന്ന് പറഞ്ഞിരിക്കുന്ന കാര്യത്തിനായതുകൊണ്ട് തന്നെ നോളജ് വർക്കർ എന്ന് പറയുമ്പോഴത്തേക്ക് ഇൻഫർമേഷനുമായിട്ട് കണക്ട് ചെയ്തിട്ടാണ് നമുക്കത് കാണുവാനായിട്ട് പറ്റുന്നത്. അടുത്ത ചോദ്യം ഇതാണ്. വിച്ച് ഓഫ് ദ ഫോളോയിങ് ബെസ്റ്റ് ഡിസ്ക്രൈബ് ഫെഡറിക് ടൈലേഴ്സ് പീസ് റേറ്റ് സിസ്റ്റം? FW ടൈലറിൻ്റെ പീസ് റേറ്റ് സിസ്റ്റവുമായിട്ട് ബന്ധപ്പെട്ടാണ് ചോദ്യം വന്നിരിക്കുന്നത്. Pay based on job evaluation and skill levels, pay according to the amount of work completed, a fixed salary for all employees regardless of performance, a bonus system for managerial position. ഇതിനാണ് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. പീസ് റേറ്റ് സിസ്റ്റം എന്ന് പറയുന്നത് ഇതിനാണ് ഇമ്പോർട്ടൻസ് കൊടുക്കുക. ഇതിനാണ് പേ അക്കോർഡിംഗ് ടു ദ എമൗണ്ട് ഓഫ് വർക്ക് കംപ്ലീറ്റഡ്. നമ്മൾ കംപ്ലീറ്റ് ചെയ്തിരിക്കുന്ന ജോലികൾക്ക് അടിസ്ഥാനമാക്കിക്കൊണ്ടാണ് എന്ത് കൊടുക്കേണ്ടതായിട്ടുള്ളത്? നമ്മൾ വർക്കിന് ജോലിക്ക് എമൗണ്ട് മറ്റും കൃത്യമായിട്ടും പേ ചെയ്യേണ്ടതെന്ന് പറയുന്നതാണ് ഇവിടെ നമുക്ക് പീസ് റേറ്റ് സിസ്റ്റവുമായിട്ട് ബന്ധപ്പെട്ട് പറയുന്ന കാര്യം. സോ നമ്മളിന്ന് ഇത്രയും ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത് നമ്മുടെ ഹിസ്റ്ററി ഓഫ് അല്ലെങ്കിൽ എവല്യൂഷൻ ഓഫ് മാനേജ്മെൻറ്റിനെ പറ്റിയിട്ടായിരുന്നു. ലാസ്റ്റ് ക്വസ്റ്റ്യൻസ് നമ്മൾ കൃത്യമായിട്ടും ഡിസ്കസ് ചെയ്തു. നിങ്ങൾക്ക് കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുകയാണ്. നന്നായിട്ട് പഠിക്കുക. നമുക്ക് മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. താങ്ക് യു.